ഹായ്, വെൽക്കം ടു അനദർ എപ്പിസോഡ് ഓഫ് വിറ്റോക്സ്. വിറ്റോക്സിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം, സുസ്വാഗതം. ഇന്ന് റിൻഷാദ് ഇല്ല, അതുകൊണ്ട് റിൻഷാദിന്റെ മാമന്റെ മോൻ. കാരണം ഞങ്ങളൊക്കെ പോപ്പുലാരിറ്റി ആയി റിൻഷാദിന് ഇപ്പൊ പോഡ്കാസ്റ്റ്. നമുക്കൊരു അബദ്ധം പറ്റിയ റിൻഷാദിനെ പോഡ്കാസ്റ്റ് ഇരുത്തി, പിന്നെ ഇപ്പൊ റിൻഷാദാ സ്റ്റാർ, നമ്മളെയൊക്കെ അടിച്ചു കയറ്റി. സോ നമുക്ക് ഇൻട്രൊഡക്ഷൻ ആവശ്യമില്ലാത്തൊരു വ്യക്തിയാണ് നിങ്ങൾ. നിങ്ങളുടെ ഫോണിനകത്ത് ഒരുപാട് വീഡിയോസിലൂടെ പിന്നെ ഇപ്പം ബിഗ് സ്ക്രീനിലൂടെ കണ്ടിട്ടുള്ള ജാസിം, ചൂരലിലെ ജാസിമാണ് നമ്മുടെ ഇന്നത്തെ ഗസ്റ്റ്. വെൽക്കം ടു വിറ്റോക്സ്. എനിക്ക് നിങ്ങളെ കണ്ടപ്പോഴേ പേടിയാണ്. നമ്മൾ വിപ്ലവകരമായ ഒരുപാട് കാര്യങ്ങൾ നടത്തിയപ്പോൾ ജീവിതത്തിന്റെ ടേണിംഗ് പോയിന്റിൽ ജാസിം ആ ജംഗ്ഷനിൽ അവിടെ അപ്പുറത്ത് നിന്നൊരു ജാസിം പറഞ്ഞു, ഓക്കോ ഇത് നന്നാവും. ആ പോയ പോക്കാ ജാസിം സിനിമയിലേക്ക് നമ്മൾ. അയ്യോ, ഇപ്പോഴും എന്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടോ? ഈ വീഡിയോ എന്നെ കൂടെ ചേർത്ത് ചിലപ്പോ അത്രയും നാൾ ആൾക്കാർ വിചാരിച്ചിട്ടുണ്ടിരുന്നത് നിങ്ങൾ ഞങ്ങളുടെ കൂടെ അല്ല എന്നാണ്. ഇപ്പൊ ആൾക്കാർക്ക് മനസ്സിലാവുന്ന നമ്മൾ ബുദ്ധിപൂരം ചെയ്തൊരു ജാസിമിന്റെ കരിയറിൽ ഇന്നും ഇതിന് മുന്നേ ശേഷം അടയാളപ്പെടുത്തും. ചതിച്ചതാണ് ഞങ്ങൾ ജാസിമിനെ. ആരാധകർ മാത്രം ഉണ്ടായാൽ ഉയരാൻ പറ്റില്ല. വളർച്ചയ്ക്ക് എന്നും ഹേറ്റ്. അല്ല, അന്ന് ഞങ്ങൾക്കും കുറച്ചൊക്കെ വന്നായിരുന്നു. എന്തിനാ നിങ്ങക്ക് വന്നത്? ചിരിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് കുറച്ച് വലുതായിട്ടൊന്നും വന്നിട്ടില്ല. പക്ഷെ കുറെ വിളിച്ചു. ബിസി ആയിരുന്നു അവരല്ല ഞങ്ങളെ വേറെ കളിക്കുന്നില്ല. എനിക്കും നമ്മുടെ ആ സിനിമയുടെ ഏറ്റവും വലിയ പ്രൊമോഷൻ പരിപാടി അത് തന്നെയാണ്. അത്രയും വയറിലെ വേറൊരു സാധനം ഇല്ല. സോ നമ്മുടെ പരിചയം, ഞങ്ങൾ നേരത്തെ പരിചയക്കാരാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന സ്ഥിതിക്ക് നമുക്ക് ഫോർമുലയിൽ പരിചയപ്പെടൽ ആവശ്യമില്ല. ജാസിം റീസെന്റ് ഞാൻ ജാസിമിനെ കാണുന്ന വ്യസന സമേതം ബന്ധുമിത്രാദികളിനകത്താണ്. ജാസിമിന്റെ ഫസ്റ്റ് ഒരു ഫുൾ ലെങ്ത് റോൾ എന്ന് പറയാം അല്ലേ? അതിനു മുമ്പ് എല്ലാം ശരിക്കും കൽബ് ഒരു ഫുൾ ലെങ്ത് റോൾ ആയിരുന്നു, പക്ഷെ കുറെ കട്ട് ചെയ്ത് പോയത് പിന്നെ അത്ര അങ്ങോട്ട് രജിസ്റ്റർ ആയിട്ടില്ല. അല്ല, അവർ വർഷങ്ങളായിട്ട് അത് തന്നെയാണല്ലോ അവർ ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ മാത്രമല്ല, അത് ഫുൾ ത്രൂ ഔട്ട് ഒരു നായകൻ നായിക പരിപാടി അവരുടെ മാത്രം പോകുന്ന ഒരു ട്രാക്കാണ്. നമ്മൾ ഉണ്ടെന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. പക്ഷെ ഇതില് വ്യസന സമയത്തിൽ അങ്ങനെയല്ല. അതില് വന്നു പോകുന്ന എല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ പരിപാടികളുള്ളൊരു സിനിമയാണ്. ഒരു മരണ വീട് ചുറ്റും നടക്കുന്ന പരിപാടി. ജാസിം വർക്ക് ചെയ്യുന്നുണ്ടല്ലേ? ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അല്ല, ഇപ്പോഴല്ല, വർക്ക് ചെയ്യുന്നുണ്ട്. വർക്ക് ഫ്രം ഹോം കറന്റ് ഇപ്പൊ വർക്കിംഗ് അല്ല, അവര് ലോഗിൻ ചെയ്തിട്ട്. ഇല്ല, എനിക്ക് 5 മണി അല്ല, ഇന്ന് ശനിയാഴ്ച അല്ല, ഇന്നില്ല. അപ്പൊ ജാസിമിന് ഇപ്പൊ ഈ വ്യസന സമയത്തൊക്കെ ആവശ്യത്തിന് ഹിറ്റായി, ഇനി കുറച്ച് പരിപാടിയൊക്കെ വരുമ്പോ ജോലി ക്വിറ്റ് ചെയ്യാൻ പ്ലാൻ ഉണ്ടോ? അല്ല, എത്ര നാൾ അല്ലെങ്കിൽ ഈ അഭിനയത്തിന്റെ ഈ ജോലി ചെയ്യാനായിട്ട് പുല്ല് ഞാനിവിടെ ഒരു അഭിനേതാവാണ്, എന്റെ സ്റ്റാർ വാല്യൂ മനസ്സിലാക്കണില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. എനിക്ക് മാക്സിമം ഇത് രണ്ടും ഒരുമിച്ച് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റുമോ അത്ര നാൾ കൊണ്ടുപോകണമെന്നുണ്ട്. കാര്യം അതാണ് സേഫ്. വെറുതെ റിസ്ക് എടുക്കാനുള്ളൊരു സാഹചര്യം അല്ലാത്ത. MNC ആണോ അതോ അവിടെ ഉള്ളവർക്കൊക്കെ ജാസിം ആരാണെന്ന് അറിയാമോ? ജാസിം എന്താണെന്നും ആരാണെന്നും അറിയാം. പിന്നെ അറിയാം, ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് നടക്കുന്നത്. അറിയാം. നമ്മുടെ മാനേജർ ഭയങ്കര സപ്പോർട്ടാണ്, ശങ്കരട്ടൻ. പുള്ളിക്കാരൻ ഭയങ്കര സപ്പോർട്ടാണ്. അതുകൊണ്ടാണ് ഇത് ആക്ച്വലി നടക്കുന്നത്. കൽബിന്റെ സമയത്ത് എനിക്ക് തോന്നുന്നു ഞാൻ 3 മാസം എന്തോ ലീവ് എടുക്കേണ്ടി വന്നു, കണ്ടിന്യൂസ്. 2 മാസം ലീവ് കൊടുത്തു, പക്ഷേ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യേണ്ടി വന്നു. എന്നിട്ടും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ 5 ദിവസം 6 ദിവസമൊക്കെ എടുക്കാറുണ്ട്. പക്ഷെ ഇപ്പം ഇങ്ങനെ ഇപ്പൊ അവസാനം പറഞ്ഞു, ഇതിങ്ങനെ ഇപ്പൊ വ്യസന സമയത്ത് കഴിഞ്ഞപ്പോഴേ പുള്ളിക്ക് ഒരു പ്രതീക്ഷ, സന്തോഷമുള്ള കാര്യമാണ്. ചിലപ്പോൾ ഇനി എന്തെങ്കിലും ജാസിമിന് ചിലപ്പോൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്, ഓഫറൊക്കെ, എനിക്ക് അങ്ങനെ തോന്നുന്നു. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു സൊല്യൂഷൻ കണ്ടെത്തേണ്ടിയിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞു. കോർപ്പറേറ്റിൽ അത് പറഞ്ഞു വിടാനുള്ള എന്റെ ഫസ്റ്റ് നീക്കമായിട്ട് തോന്നുന്നുണ്ടോ ദീപക്? നിങ്ങൾ MBA ഇങ്ങനെയാണോ ആൾക്കാർ ആദ്യം പറഞ്ഞു വിടാൻ നോക്കുന്നത്? എന്നുവെച്ചാൽ നമുക്കാണെങ്കിൽ ആക്ച്വലി സത്യം പറഞ്ഞാൽ ഞാനൊരു കമ്പനി നടത്തിയിട്ടുള്ളതും കൊണ്ട് ഒരാളെ പറഞ്ഞു വിടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര പാടാണ്. ഒരാളെ പറഞ്ഞു വിട്ട് വേറൊരു നല്ല ആളെ കണ്ടുപിടിക്കണം, എന്നിട്ട് അയാളെ ട്രെയിൻ ചെയ്തിട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നണ കമ്പനിക്ക് ലാഭകരം എന്ന് പറഞ്ഞാൽ ലോങ് ലീവ് തന്നു വിടുക. പക്ഷെ അവർക്കൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അവർക്കൊരു ക്ലാരിറ്റി വേണം. ബ്രോ നിൽക്കണ സ്പേസിൽ പെട്ടെന്ന് വർക്ക് വരും, പെട്ടെന്ന് പ്രോജക്റ്റ് ആണോ. ഇപ്പൊ ബ്രോ പറയണ എനിക്കൊരു 6 മാസം ലോങ് ലീവ് വേണം എന്ന് പറഞ്ഞാൽ അവര് ഹാപ്പി ആയിട്ട് ചിലപ്പോൾ അത് തരും. അല്ല, അങ്ങനെ ആയിരിക്കും ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ അങ്ങനെ എന്തെങ്കിലും പരിപാടികൾ വന്നു കഴിഞ്ഞാലേ, വരുന്നു എനിക്കൂടെ തോന്നിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വർഷം അങ്ങനെ എന്തെങ്കിലും ഒരു ലോങ് ലീവ് എടുത്തിട്ട് ഫുള്ള് ഇതിൽ നിൽക്കാൻ. കോർപ്പറേറ്റ് ഫ്രസ്ട്രേറ്റിംഗ് ആയിട്ട് തോന്നാറില്ല? ഇല്ല, അത്ര കുഴപ്പമില്ലാത്ത പ്രൊസീജിയർ. എന്താണ് റോൾ? ഞാൻ റിക്രൂട്ടിംഗ് ആണ്. റിക്രൂട്ടിംഗ് ആണ്. ഓക്കെ. US റിക്രൂട്ടിംഗ് ആണ്. US ആക്സെന്റ് ഒക്കെ ഉണ്ടോ ബ്രോയിന്? എങ്ങനെയെങ്കിലും നടന്നു പോകും. നിങ്ങളെ കമ്പനിയിലുള്ള ആൾക്കാർ സാധാരണ ഇങ്ങനെയൊക്കെ എന്തെങ്കിലും കണ്ടന്റ് ചെയ്തിട്ട് പതുക്കെ അവരെ ചുറ്റുമുള്ള ആൾക്കാർ ഇതിനകത്തേക്ക് ഇടിച്ചു കയറി വരാറുണ്ട്, കൊളീഗ്സ്. അങ്ങനെ നിങ്ങളുടെ വീഡിയോസിൽ എന്തുകൊണ്ടാണ് ഹാപ്പൻ ചെയ്യാത്തത്?
നിങ്ങൾ മറ്റേ റീൽ വർക്കല ബെൽറ്റ് ആണല്ലോ. വർക്കല ഒരുപാടായി. റീൽ ലോകം ഭരിക്കുന്ന വർക്കല ഒരുപാട് പേരായി. മെയിൻ കന്നിയാണ് ചൂരൽ. എനിക്കൊന്ന് വർക്കല ആദ്യത്തെ ചിലപ്പോ നമ്മളായിരിക്കും. സീനിയർ ആണല്ലോ. മെറ്റയുടെ ഒരു ഓഫീസ് വർക്കല ഇടണം ഏതൊരു ഇന്റർവ്യൂല് വിപിൻ ചേട്ടനും പറഞ്ഞായിരുന്നു ഇതിന്റെ കാര്യം. വർക്കല ആറ്റിങ്ങൽ ഭാഗം ജോമോൻ, സുബിൻ, നമ്മള്, പിന്നെ ഹാഷർ, സാബർ, സെലക്സ്, ശബരി, പിന്നെ ഒരുപാട് പേരുണ്ട്. പിന്നെ പാൻ ഇന്ത്യൻ സിനിമ എന്ന് പറഞ്ഞൊരു ബാച്ച്, അങ്ങനെ കുറെ പേരുണ്ട്, ഒരുപാട് പേരായി. മീറ്റപ്പ് ശരിക്കും അവിടെ വിളിക്കണം, കാരണം അവിടെ കൂടുതൽ ആൾക്കാരുള്ളത്. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്തുകൊണ്ടാണ് ഈ വർക്കല ആ ഒരു നമ്മുടെ ആ ഒരു പിടിയില്ല, അവിടുത്തെ കാറ്റിന് ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു ഉത്തേജനം നൽകാനുള്ള. അത് പിന്നെ അത് കഴിഞ്ഞാലും കൊല്ലം, ട്രിവാൻഡ്രം കൊല്ലം തന്നെ. പിന്നെ അമീൻ ടീം ഫുള്ള് കൊല്ലം, പിന്നെ ട്രിവാൻഡ്രത്തോടെ സൂപ്പർ ഹീറോ അവരെല്ലാരും കുറെ പേര് ഒരു ട്രിവാൻഡ്രം കൊല്ലത്താണെന്ന് ഇപ്പൊ കൂടുതലുള്ളത്. തെക്കന്മാരെ കണ്ട തല്ലെന്ന് പണ്ടേ ഇപ്പൊ ലൈക്ക് അടിക്കണം എന്നാണല്ലേ തെക്കന്മാരുടെ ഇമേജ് മാറ്റി. ഇവിടെ വർക്കില് ഈ നമ്മൾ സാധാരണ ഈ സ്റ്റാൻഡപ്പ് ഒക്കെ നമ്മുടെ വീഡിയോസ് ഏതെങ്കിലും കൊളിയൊക്കെ കാണുമ്പോൾ അവർ വന്നിട്ട് നമ്മളെ സഹായിക്കാൻ വേണ്ടി കുറച്ച് കൗണ്ടറും കുറച്ച് തമാശകളും അല്ലെ പറയാം അടുത്ത റീലിൽ നിങ്ങൾ ഇത് ചെയ്യണം, അങ്ങനെ ആൾക്കാർ നിനക്ക് ചിലപ്പോ ഉപകാരപ്പെടും. എങ്ങനെയാ ഒഴിവാക്കുന്നത്? നോക്കാം, മെസ്സേജ് ആണെങ്കിൽ അതാണ്. മെസ്സേജ് ആകുമ്പോൾ നോക്കാം. നമ്മുടെ ഒരു അനിയൻ പയ്യനുണ്ട്, അപ്പൊ അവൻ ഷമീറിന് വഹിക്കും, എനിക്ക് വഹിക്കും. അപ്പൊ രണ്ടുപേരും നോക്കാം. അപ്പൊ അവനൊരു 3-4 നോക്കാൻ ഞാൻ മനസ്സിലായി, ഇതിന്റെ അർത്ഥം എനിക്കറിയാം. ഷമീറായിട്ട് എങ്ങനെ കസിനാണ് ഷമീർ, കസിനാണ്. നിങ്ങൾ ഒരുമിച്ച് വളർന്ന് ഒരുമിച്ച്. യെസ്. അതെ അതെ. എങ്ങനെയാണ് ചൂരലിന്റെ തുടക്കം? എങ്ങനെയാണ് തുടക്കം? ചൂരലല്ല ആക്ച്വലി, നമ്മള് ചൂരലിലേക്ക് ചൂരൽ റീൽസ് നിങ്ങൾ സ്കൂളൊക്കെ ഒരുമിച്ചായിരുന്നു? അല്ലല്ല, ഷമീർ എന്നേക്കാൾ 2 വയസ്സ് മൂത്തതാണ്. ഷമീറിന് വിഷമമുണ്ട്, ജാസിമിന്റെ കല്യാണം കഴിഞ്ഞ് ജാസിം ഒരു ഡാഡിയാണ്. ഷമീർ ആ പറയും, വിഷമം പറയും, പറ്റിച്ച്. അപ്പൊ ആ മൂടിലല്ല തോന്നുന്നു, ഇപ്പൊ വേറെ ട്രാക്കിലാണ്. കേട്ടുമായിരിക്കും, അറിയില്ല. ചൂരൽ റീൽസ് തുടങ്ങിയിട്ടിരിക്കുമ്പോൾ 4 വർഷം ആവുന്നോളം തോന്നുന്നു. 4 വർഷം ആവുമായിരിക്കും. നമ്മൾ ആക്ച്വലി 2016-17 തൊട്ട് ഇതേപോലെ നമ്മൾ ഓരോന്നൊക്കെ പരിപാടികൾ ട്രൈ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇൻസ്റ്റാഗ്രാമിൽ റീൽസ് തുടങ്ങിയപ്പോഴാണ് ആൾക്കാർ ട്രൈ ചെയ്ത പരിപാടികൾ. ആദ്യം എനിക്കൊന്ന് ഞാൻ MBA പഠിക്കുന്ന സമയത്ത്, എനിക്ക് 2016 ആയിരിക്കും, 15-16 ആ സമയത്ത് ഞാൻ ഈ ഡബ് സ്മാഷും ഇതൊക്കെ പരിപാടിയൊക്കെ ചെയ്യും. അപ്പോൾ അത് 1-2 ഡബ് സ്മാഷൊക്കെ ആ സമയത്ത് കുറച്ച് വൈറലായിട്ടുണ്ട്. പിന്നെ ഞാൻ ചേച്ചി മോളോട്ടൊരു പാട്ടൊക്കെ പാടി, അത് കുറച്ച് ചേച്ചിയുടെ മോളോട്ട് പാടിയത് അത് കുറച്ച് വൈറലായി. ആ സമയത്ത് ഷമീർ ഗൾഫിൽ ജോലി ചെയ്യണം, എഞ്ചിനീയറാണ്. അപ്പോൾ നമ്മളെ അല്ല, ഞാൻ MBA. അപ്പോൾ ഷമീർ അവിടെ ഗൾഫിൽ റൂമിൽ നമ്മളെ കുറച്ച് ചേട്ടന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ വെച്ച് ഷമീർ വെറുതെ വൈൻസ് ചെയ്യുമായിരുന്നു ഷമീർ ആ സമയത്ത്. എന്നിട്ട് വെറുതെ ഫാമിലി ഗ്രൂപ്പിലിടാൻ ചെറിയ കണ്ടന്റുകൾ, ചെറിയ പരിപാടികളുണ്ടല്ലോ, ഒരു 30 സെക്കൻഡുള്ള സാധനങ്ങളൊക്കെ ഷമീർ സ്വന്തം ഓൺ കണ്ടന്റ് വീഡിയോ ചെയ്തിട്ട് നമ്മൾ ഫാമിലി ഗ്രൂപ്പിൽ ഇടും. പക്ഷേ രസമായിരുന്നു കാണാൻ. അപ്പോൾ ആ സമയത്താണ് ഞാനിവിടെ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോൾ ഷമീർ എല്ലാം കൂടെ കണക്ട് ചെയ്തിട്ട് ഷമീറിന് ജോലി ചെയ്യാനും വയ്യ, അവിടുത്തെ വയ്യ, അറബി പരിപാടി വയ്യ. അങ്ങനെ അതന്നെ. അപ്പോൾ അവൻ അന്ന് ആ സമയത്ത് അവൻ വിചാരിച്ചൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാനുള്ള പ്ലാനിലാണ്. എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഞാൻ നാട്ടിൽ വന്നു, യൂട്യൂബ് ചാനൽ തുടങ്ങി, നമുക്ക് ഒരുമിച്ച് നീ കൂടെ നിൽക്കി നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞ് ഗൾഫിൽ നിന്ന് ജോലി വിട്ടു വന്നു. ആ സമയത്ത് എൻ്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു, ഒരു കുഴപ്പമില്ല. ജോലി കളഞ്ഞിട്ട് ഷമീറിന്റെ വീട്ടിൽ ഭയങ്കര സപ്പോർട്ടാണ്. എനിക്ക് സപ്പോർട്ട് കുറവൊന്നുമില്ല, പക്ഷെ ഷമീറിന്റെ വീട്ടിലെ സപ്പോർട്ട് അന്യായ സപ്പോർട്ടാണ്, അത്രയും സപ്പോർട്ടാണ്, ഒരു രക്ഷയില്ലാത്ത സപ്പോർട്ടാണ്. അപ്പോൾ ഒരു പ്രാവശ്യം വന്നു, നമ്മൾ ഇതേപോലെ ഷമീർ ഒരു കുറച്ച് 1-2 ഒരു നമ്മൾ ഇക്കാമരായിട്ട് ചെയ്ത പോലത്തെ കുറച്ച് വൈൻസ് ചെയ്യാനായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത്. അപ്പോൾ വന്ന് ഒരു 2-3 വീഡിയോ ചെയ്തപ്പോഴത്തേക്കും ഇവൻ്റെ കോൺഫിഡൻസ് അങ്ങ് കൂടി. എടാ എൻ്റെ ഇങ്ങനത്തെ കുറെ സാധനമുണ്ട്, നമ്മൾ എന്തിനിങ്ങനെ യൂട്യൂബിൽ ഒതുങ്ങണം, നമുക്ക് സിനിമ എഴുതിക്കൂടെ എന്ന് പറഞ്ഞപ്പോൾ അപ്പൊ ഷമീർ 2015-16 ആണെന്ന്, 16 ആയിരിക്കും, മാക്സിമം 17. അപ്പം അന്ന് ഷമീർ ചെറിയ സാധനം കൊണ്ടുവരുമ്പോൾ ഞാനും അതിൽ എന്തെങ്കിലുമൊക്കെ ആഡ് പറയും. അപ്പം അങ്ങനെയാണ് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതാൻ തീരുമാനിക്കും. നമ്മളൊരു സ്ക്രിപ്റ്റ് എഴുതുന്നു, ആ സ്ക്രിപ്റ്റും കൊണ്ട് കുറേ നാൾ നടന്നു. അന്ന് ആരെയൊക്കെ നമ്മൾ പോയി കണ്ടിട്ടുണ്ട്, ഡയറക്ടേഴ്സിനെയും ആക്ടേഴ്സിനെയൊക്കെ. അതൊന്നും നടന്നില്ല. എന്തായിരുന്നു വിഷയം? എന്തായിരുന്നു? അതൊരു കോമഡിയാണ്, ഒരു ട്രാവൽ പരിപാടി. ഒരു കേരളത്തിൽ നിന്ന് ഗുജറാത്തോ പഞ്ചാബോ കാറിൽ പോകുന്നൊരു സംഭവം, 4-5 പേരുള്ള പരിപാടി. പക്ഷെ അത് അത്ര സംഭവമൊന്നും അല്ലായിരുന്നു, നമുക്ക് തന്നെ പിന്നെ മനസ്സിലായി. പിന്നെ അതുകൊണ്ട് കുറച്ചുകൂടെ നടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഷമീർ ഉപ്പുമുളകില്ലേ,
ഉപ്പുമുളകിൽ എഴുതാൻ സ്ക്രിപ്റ്റ് എഴുതാൻ തീരുമാനിക്കുന്നു. അപ്പോൾ ആ സമയത്ത് ഞാൻ MBA കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിക്ക് പോകണം എന്നൊരു സ്റ്റേജായി. ജോലിക്ക് പോയില്ലെങ്കിൽ ബുദ്ധിമുട്ടാകും എന്നൊരു അവസ്ഥയായി. അപ്പോൾ ഷമീർ ആ സമയത്ത് ഉപ്പുമുളക് ജോയിൻ ചെയ്തു. അപ്പോൾ ഞാൻ നൈസായിട്ട് ഞാനങ്ങ് ബാക്ക് വലിഞ്ഞു. ഞാൻ ജോലിക്ക് കയറി, ഷമീർ അവിടെ ഇറക്കി ഉപ്പുമുളക് കയറി കുറച്ച് വർക്ക് ചെയ്തു. പിന്നെ ഉപ്പുമുളകിൽ കുറച്ച് ചെയ്തു. ഉപ്പുമുളകിൽ നമ്മൾ ആർട്ടിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നുവെച്ചാൽ ഒരു 4 സ്ക്രിപ്റ്റ് അവർ ഓൾറെഡി റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇവൻ ജസ്റ്റ് ഒരു ബാക്കപ്പ് റൈറ്ററിനെ പോലെ അവിടെ കയറി 4-5 സ്ക്രിപ്റ്റ് എഴുതിയിട്ടുള്ളൂ. ഉപ്പുമുളകിൽ അത്ര എഴുതിയിട്ടുള്ളൂ. ഉപ്പുമുളക് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ വീണ്ടും ഇതേപോലെ നമ്മുടെ ആ മറ്റേ സ്ക്രിപ്റ്റില്ലേ, ആ സ്ക്രിപ്റ്റ് സിനിമ ആക്കാൻ തീരുമാനിച്ചു സ്വന്തമായിട്ട്. അപ്പൊ ഇത്ര നാൾ സിനിമ ആയിട്ടല്ലായിരുന്ന? സ്വന്തമായിട്ട്. അങ്ങനെ വാപ്പാടെ പൈസ വാങ്ങിച്ചു. വാപ്പ പൈസയും കൊടുത്തു അവന്റെ വീട്ടിൽ. അതാണ് നമ്മൾ കുറച്ച് കൂട്ടുകാരെല്ലാം കൂടെ സിനിമ ഷൂട്ട് ചെയ്യാൻ ശ്രമിച്ചു. അത് ഷൂട്ട് ചെയ്ത് പകുതി മുക്കാലായപ്പോൾ അവന് മനസ്സിലായി ഇത് നടപടി അവരൊന്നും വെച്ചിട്ട്. അതുകൊണ്ട് ഷൂട്ടിങ് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും ചെയ്തില്ല, പോസ്റ്റ് പ്രൊഡക്ഷൻ ഒന്നും ചെയ്തില്ല. അതങ്ങനെ വെച്ചിട്ട് വീണ്ടും ഗൾഫിൽ പോയി. ഈ വാപ്പാടെ കടത്തി തീർക്കാനല്ല, വാപ്പാക്ക് പൈസ തിരിച്ചു കൊടുക്കാനല്ല, അല്ല വെറുതെ നിന്ന് മുഷിപ്പിക്കാന്ന് വെച്ച് പോയി നിന്നപ്പോഴത്തേക്ക് ഉപ്പുമുളകിന്റെ ഡയറക്ടർ അവനെ വീണ്ടും വിളിച്ചു. ഒരു അടുത്ത സാധനം തുടങ്ങുന്നുണ്ട്, ചക്കപ്പഴം തുടങ്ങുന്നുണ്ട്, അത് എഴുതാനായിട്ട് വിളിച്ചു. അങ്ങനെ അതിന് വന്നു. ചക്കപ്പഴം എനിക്ക് തോന്നുന്നു ഒറ്റയ്ക്ക് ഒരു 450-500 എപ്പിസോഡ് അവൻ, 500 ഒരു 400-ന് മേളിൽ എപ്പിസോഡ് ഷമീർ ഒറ്റയ്ക്ക് എഴുതിയത് ആദ്യത്തെ. ആ സമയത്താണ് ഈ കൊറോണ ഒക്കെ ആവുന്നു വീണ്ടും. അപ്പൊ പിന്നെ ഷമീറും ഈ പറഞ്ഞ പോലെ എഴുത്ത് രാവിലെ എണീറ്റിരുന്ന് എഴുതണം. രാവിലെ 6 മണിക്ക് എണീറ്റിരുന്ന് ജോലി, നമ്മൾ ഈ ഓഫീസിൽ പോകുന്നവർ രാവിലെ 6 മണിക്ക് എണീറ്റിരുന്ന് സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കണം. ഒരു ദിവസം ചിലപ്പോൾ 2 ദിവസം 2-2 ഷൂട്ട് ചെയ്യും. അപ്പോൾ അത് കുറച്ച് മടുത്തു തുടങ്ങി. 450 എപ്പിസോഡൊക്കെ കുറച്ച് ഒരു വീടും ഇത്ര ആൾക്കാർ വെച്ച് എഴുതുന്ന ഒരു പരിധിയില്ലേ ആ സമയത്ത്. സത്യം എനിക്കത് ആലോചിക്കുമ്പോൾ ഭ്രാന്ത് എടുക്കും. എങ്ങനെയാ രാവിലെ എണീച്ച് 6 മണിക്ക് കഴിഞ്ഞിട്ട് കുറച്ച് ആൾക്കാരുണ്ട്, ഒരു വീടുണ്ട്, നമുക്ക് മൂടില്ല മൂട് കാരണം പറ്റൂ. അവസാനം അവൻ ആ ഒരു ഇതായി പോയി, ഒരു എന്താ റോബോട്ടിനെ പോലെ പെരുമാറി തുടങ്ങി. അങ്ങനെയാണ് പിന്നെയാണ് അവൻ അങ്ങോട്ട് ചോദിച്ചു വർക്ക് ഫ്രം ഹോം ആക്കി. മറ്റേ സെറ്റ് പോയിരിക്കണമായിരുന്നു. അങ്ങനെ അവൻ വീട്ടിൽ വന്ന് എഴുതാൻ തുടങ്ങി. ആ സമയത്ത് ഞാനും ഇവിടെ ഉണ്ട്. അങ്ങനെയാണ് വീണ്ടും നമ്മൾ ചൂരല്. ഈ ഫോർമാറ്റ് എങ്ങനെയല്ലോ ഒക്കെ, അതായത് ഈ ജീവികൾ, മൃഗങ്ങൾ, ചൂരല് വീട്ടിൽ വന്നിരുന്നു. അപ്പൊ നിങ്ങൾ അടുത്ത പിന്നെ എന്ത് പരിപാടി നോക്കിയപ്പോ റീൽസ് അപ്പോഴാണ് റീൽസ്. ചൂരൽ തന്നെ നമ്മൾ ആക്ച്വലി വലിയ വീഡിയോസ് ചൂരൽ നമ്മൾ മറ്റേ സൂപ്പർ ഹീറോയിന് ഇന്റർവ്യൂ ഒക്കെ ചെയ്യണം ഒരു സാധനം. അതൊക്കെ റീൽസ് തുടങ്ങിയ ശേഷമാണ്. നമ്മൾ അതിന് 2 കൊല്ലം മുമ്പ് ചൂരൽ തുടങ്ങിയതാ. നമ്മൾ അതിനു മുമ്പ് ഒരു എഴുത്തച്ഛൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഓക്സിജൻ 2050 ഓക്സിജൻ ഒക്കെ ബില്ല് വന്ന് തുടങ്ങുന്ന പരിപാടി സാധനം ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ചൂരിൽ ആദ്യം ചെയ്ത വീഡിയോസ് അതാണ്. നമ്മൾ ആദ്യം ചൂരിൽ തുടങ്ങിയത് ഈ വലിയ വീഡിയോസ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയതാണ്. എന്നിട്ടൊരു ബ്രേക്ക് വന്നു. എനിക്ക് തോന്നുന്നു ഷമീർ 3 വട്ടം ഗൾഫിൽ പോകുന്നു ഇതിന്റെ ഇടയിൽ. എന്നിട്ടാ വന്നത്. പിന്നെ ചൂരലിൽ റീൽസ് തുടങ്ങിയപ്പോഴാണ്. അപ്പൊ റീൽസ് തുടങ്ങി. അപ്പൊ റീൽസ് പെട്ടെന്ന് അത്യാവശ്യം കയറുമല്ലോ. അങ്ങനെയാണ് അതിലങ്ങ് സെറ്റായത്. ആരായിരുന്നു ഒരു ഇൻസ്പിറേഷൻ എന്തായിരുന്നു ചാനലിൽ? ഇല്ലല്ലോ, ഷമീറിന്റെ കോൺഫിഡൻസും അവന്റെ വാപ്പാടും മടയും സപ്പോർട്ടും ദൈവത്തിന്റെ സഹായവും. സത്യം. ഇതില് പിന്നെ ടൈമിംഗ് ഉണ്ട്. ഇറങ്ങി സ്റ്റാർട്ട് ചെയ്യണ സമയത്ത് ഒരു ആ കാര്യത്തില് തലതൊട്ടപ്പന്മാരായിരിക്കും അല്ലേ ആ സമയത്ത്. വർക്കല ബെൽറ്റിന്റെ സ്ഥാപകർ വർക്കലത്ത് എനിക്ക് തോന്നുന്നു നമ്മളായിരിക്കുമെന്ന് തോന്നുന്നു. ആദ്യം ആണെന്ന് തോന്നുന്നു. ആയിരിക്കണം. വർക്കല ആയിരിക്കും. കാര്യം എനിക്ക് ഓർമ്മയുണ്ട്. കാര്യം ഹാഷിറൊക്കെ 10,000 ഫോളോവേഴ്സ് ഒക്കെ അപ്പോഴും ഞാൻ അങ്ങോട്ട് മെസ്സേജ് ഉണ്ട്. കാര്യം അപ്പോഴാണ് ഞാൻ അറിയുന്നത്. ഞാൻ നോക്കിയപ്പോൾ ഒരു ദിവസം നല്ല രസമുള്ള വീഡിയോ ഞാൻ സ്ക്രോൾ ചെയ്ത് പോയപ്പോഴത്തേക്ക് ഞാൻ ബിഞ്ച് വാച്ചായിരുന്നു. ഹാഷിറിന്റെ ഒരു കുറേ വീഡിയോസ് ഞാൻ ഒരുമിച്ചിരുന്ന് കാണുകയാണ്. അപ്പോൾ അപ്പോഴും ഞാൻ അറിയുന്നില്ല വർക്കലാണെന്ന് ഞാൻ അറിയുന്നില്ല. ഇങ്ങനെ പോയപ്പോഴത്തേക്കും ബാക്ക്ഗ്രൗണ്ട് പരിചയമുള്ള കുറേ സ്ഥലം, ഇടവ റെയിൽവേ സ്റ്റേഷൻ, ശ്രീയേറ്റിൽ വയൽ, അറിയാവുന്ന കുറേ സ്ഥലങ്ങൾ. അങ്ങനെയാണ് ഞാൻ ഹാഷിറിന് മെസ്സേജ് അയക്കുന്നത്. എനിക്കൊന്ന് അപ്പം ഹാഷിറിന് 10K ഫോളോവേഴ്സ് ഉള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ. അല്ലെങ്കിൽ മാക്സിമം 10-15 ഉള്ളൂ. അപ്പോൾ മെസ്സേജ് ബ്രോ സ്ഥലമൊക്കെ ചോദിച്ചപ്പോൾ പരിചയപ്പെട്ടു പോയി. പിന്നെ ഒരൊറ്റ പോക്കല്ലേ. പിന്നെ കണ്ണുടച്ച് തുറന്നപ്പോഴത്തേക്ക് ഹാഷിർ 1 മില്യൺ 2 മില്യൺ അടി. നിങ്ങളുടെ ഫോളോവേഴ്സിനെ ഇപ്പം നിങ്ങൾ വീഡിയോ കുറച്ചൊന്നൊരു പരാതി കാണുമല്ലോ ചൂരലിന്റെ ഫോളോവേഴ്സിന്. വീഡിയോ കുറഞ്ഞത് ആക്ച്വലി എനിക്ക് തോന്നുന്നു നമ്മൾ വീഡിയോ കുറഞ്ഞ മാത്രമല്ല നമ്മൾ എനിക്ക് തോന്നുന്നു എല്ലാ പേജിനും ഒരു പീക്ക് ടൈം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കരമായിട്ട് റീച്ച് ചെയ്യുന്ന സമയം ഉണ്ടാവുമെന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ ആ ഒരു സമയം ആണ് നമ്മൾ കൽബ്, ആ ഒരു സമയത്താണ് കൽബ് വന്നത്. ബ്രേക്കായി പോയി. അതായത് നമ്മളൊരു 350K തൊട്ട് ഒരു 450K വരെ നമ്മൾ ഒരാഴ്ച കൊണ്ടാണ് പോയത്. ആ ഒരു 100K ഒറ്റ ആഴ്ച കൊണ്ട് കയറി. അപ്പോൾ ആ സമയത്താണ് കൽബ് ഷൂട്ട് വരുന്നത്. അപ്പോൾ കൽബ് ഷൂട്ട് വന്നപ്പം നമുക്ക് അവിടുത്തെ റെസ്ട്രിക്ഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ നമുക്ക് മാനസികമായിട്ടൊരു ഈ മീശയും ദാടിയും ഇതൊക്കെ ആയിട്ട് നമുക്കതൊക്കെ വെച്ച് വീഡിയോ ചെയ്യാൻ നമുക്കൊരു മടി. നമ്മൾ ഭയങ്കരമായിട്ട് ഇതായിപ്പോയി. നമുക്ക് ചെയ്യാൻ നമ്മളായിട്ട് മടിച്ചതാണ്. അങ്ങനെ എനിക്കൊന്നൊരു 10-45 ദിവസം വീഡിയോ ഇടാൻ പറ്റിയില്ല.
പിന്നെ അവിടെ നിന്ന് കരകയറാൻ പറ്റിയില്ല. അന്ന് 450K ഉണ്ടായിരുന്നു. ഇത് കൽബറിന്റെ എത്ര വർഷമായി? 2 വർഷമായില്ലേ. അന്ന് 450K ഉണ്ടായിരുന്നു. ഇപ്പോഴും നമുക്ക് 600K ആയിട്ടുള്ളൂ. പിന്നെ 150K ഇത്ര നാളായിട്ട് 150K ഇത്ര നാളായിട്ട് കയറിയിട്ടുള്ളൂ. സമയം കൊണ്ട് 2 വർഷം കൊണ്ടാണ് അത് കയറിയത്. അതെ. ഇതെങ്ങനെയാണ് നിങ്ങൾ ഈ ജീവികളുടെ സ്ഥാനത്തോട്ട് എത്തുന്നത്? അതാണല്ലോ ചൂരലിന്റെ ഒരു സിഗ്നേച്ചർ. കുറെ പേര് അത് പിടിക്കാൻ നോക്കി. കുറച്ചൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. കുറച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി നമ്മളും അല്ല, സ്റ്റാർട്ടിങ് നമ്മളൊന്നും അല്ല. എനിക്കൊന്ന് അരുൺ പ്രദീപ് ഒക്കെ ചെയ്യുമായിരുന്നു. അരുൺ പ്രദീപ് അല്ലേ, അരുൺ പ്രദീപ് പട്ടിയും പൂച്ചയൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പക്ഷെ നമ്മൾ നമ്മൾ ഈ കോസ്റ്റ്യൂമിലൊക്കെ ചെറിയ ചെറിയ പരിപാടിയൊക്കെ ചെയ്യുമായിരുന്നു. അങ്ങനെയൊക്കെ ചെയ്തതും പിന്നെ ഷമീർ ഒറ്റയ്ക്ക് വന്നിരുന്ന ഈ പരാതി പറയുന്ന ഒരു മോഡുണ്ടല്ലോ, അതൊക്കെ അങ്ങനെയുള്ള അത്രയും ഇതായിട്ട് ഇത്രയും വെറൈറ്റി സാധനങ്ങളൊക്കെ ചെയ്തത് നമ്മളായിരിക്കും തോന്നുന്നു. അതെനിക്കൊന്നും നമ്മളൊരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട്. നമുക്കും ഒരു ഐഡിയ ഉണ്ടായിരുന്നു ഷമീർ. അപ്പം നമ്മുടെ ഫ്രണ്ട് കണ്ടാൽ നിങ്ങൾ അങ്ങനെയൊക്കെ ചെയ്തു നോക്ക്, ഈ വേറെ സാധനങ്ങളെ വെച്ച്, അതായത് സംസാരിക്കാത്ത സാധനങ്ങൾ വെച്ച് സംസാരിക്കുന്ന സാധനങ്ങൾ അങ്ങനെ ഒരു പരിപാടി പിടിച്ചു നോക്കുന്നൊക്കെ ഫ്രണ്ട്സ് ഒരു ബാദുഷ് എന്ന് പറഞ്ഞ ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഷമീറിനോട് പറഞ്ഞപ്പോൾ ഷമീർ പറഞ്ഞാൽ എനിക്കും അങ്ങനെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു, എന്നാൽ പിന്നെ നോക്കാമെന്ന് വിചാരിച്ചാണ് ആദ്യം നമ്മൾ ചെയ്തത് കാക്കയും തത്തമ്മയും. അതാണ് ചെയ്തത്. അപ്പോൾ അതിൽ ഈ പറഞ്ഞ കോസ്റ്റ്യൂമൊക്കെ കുറച്ച് പരിപാടിയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. മറ്റേ കറുത്ത മാസ്ക്, തത്തമ്മയ്ക്ക് ചുമന്ന മാസ്ക്, അങ്ങനെയൊക്കെ ഒരു പരിപാടിയൊക്കെ ചെയ്ത് അത് അത്യാവശ്യം റീച്ചായി. കുറേ ആൾക്കാരൊക്കെ സെലിബ്രിറ്റീസൊക്കെ കുറേ പേര് ഷെയർ ചെയ്തു. അങ്ങനെയൊക്കെ കൊള്ളാം. അങ്ങനെ അതിൻ്റെ തന്നെ ഒരു സെക്കൻഡ് പാർട്ട് ഇറക്കി, കാക്കയും തത്തയും ഒന്നുകൂടെ ഇറക്കി. പിന്നെ കുറെ ഉപ്പൻ, കുയില്, മൈന. എനിക്ക് മറ്റേ വാപ്പയും മോനും തമ്മിലുള്ള നമ്മൾ അങ്ങനത്തെ ആയിരുന്നു നമ്മുടെ ശരിക്കും നമ്മളെ ആദ്യത്തെ ഉദ്ദേശം അതായിരുന്നു. എനിക്ക് അതിലൊരു സാധനം ഉണ്ടല്ലോ, നിങ്ങൾ മറ്റേ ഇത് നമ്പർ പ്ലേറ്റ് ബാക്കി പിടിച്ചോണ്ട് പോയപ്പോ ക്യാമറ, അതായത് ഇവര് നമ്പർ പ്ലേറ്റിൽ എന്തോ മാറ്റണം എന്ന് വിചാരിച്ചിട്ട് നമ്പർ പ്ലേറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരിന്റെ സ്റ്റിക്കർ ഒട്ടിക്കാൻ വേണ്ടി നമ്പർ പ്ലേറ്റ് കൊണ്ടുപോകുന്നതാണ്. എന്നിട്ട് അവരിങ്ങനെ തിരിച്ച് വരെയായിരുന്നു, തിരിച്ചറിയാൻ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് വരെയായിരുന്നു. അപ്പൊ ക്യാമറ ബുക്ക് ചെയ്തിട്ട് ഹെൽമെറ്റ് ഇല്ലാന്ന്. എനിക്ക് പേഴ്സണലി എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള വീഡിയോ ആണ്. പക്ഷെ അതൊന്നും അങ്ങനെ ഭയങ്കര അടിപൊളി എനിക്ക് ഇഷ്ടമുള്ള അങ്ങനത്തെ കുറെ സാധനം റീച്ച് ആവാതെ കിടക്കുന്നത്. എന്താണ് അങ്ങനത്തെ വേറെ ഒരു ഇത് ഭയങ്കര ഹിറ്റ് തന്നെയല്ലായിരുന്നു. ഒട്ടോപക്ഷിയൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. എനിക്ക് അങ്ങനത്തെ ആനിമേറ്റഡ് പോലത്തെ സാധനം വന്നു, അതിന്റെ വോയിസ് വെച്ചിട്ട്. ഈ ഞാനും ഷമീർ നമ്മൾ ജസ്റ്റ് ഒരു സിംഗിൾ ഷോട്ടായിട്ട് ചെയ്യുന്ന കുറേ സാധനങ്ങളുണ്ട്. നമ്മൾ ഇരുന്ന് ഒറ്റ ഇതിൽ സംസാരിക്കുന്നത്. എനിക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങൾ എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അതിൽ ഏതൊക്കെയോ ഇപ്പം ഏതൊക്കെയാണെന്ന് ഓർമ്മയില്ല. അങ്ങനെ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ ചെയ്യുന്ന സാധനമേ നമ്മൾ രണ്ടുപേരും ഇരുന്ന് ക്യാമറയും വെച്ച് നമ്മൾ സംസാരിക്കും. അതും സ്ക്രിപ്റ്റ് കാണും എങ്കിലും അതിൻ്റെ ഇടയ്ക്ക് വലിയ കട്ടൊന്നും വരാതെ അങ്ങനെ ഒരുമിച്ച് ഒറ്റ ഫ്രെയിം 2 ഷോട്ട് ചെയ്യുന്നത്. അപ്പം അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെ വലിയ റീച്ച് ആവാതെ പോയിട്ടുണ്ട്. അപ്പം എനിക്കത് വിഷമമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനങ്ങൾ അതൊക്കെ. ഇപ്പം രണ്ടുപേരും വർക്കിലുണ്ടോ? നിങ്ങൾ രണ്ടുപേരും വർക്കിലുണ്ടോ? ഇല്ല, ഷമീർ ഇപ്പോൾ ഇന്ന് എറണാകുളത്തുണ്ടെന്ന് അറിയാം. തൊടുപുഴ ഒരു ഷൂട്ട്, പടത്തിന്റെ ഷൂട്ട് നാദർ ഷേഖ് ഡയറക്ട് ചെയ്യുന്ന മാജിക് മഷ്റൂം എന്ന് പറഞ്ഞൊരു സിനിമയുടെ ഷൂട്ടിലാണ്. അപ്പോൾ നിങ്ങൾ അല്ലല്ല സ്ക്രിപ്റ്റ് ഷമീർ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അത് ഈ പടത്തിന്റെ ആളല്ലല്ലോ, മാജിക് മഷ്റൂമിന്റെ അല്ലല്ല അത് വേറെ പുതിയ റൈറ്ററാണ്. ഷമീർ പക്ഷേ സ്ക്രിപ്റ്റ് എഴുതുന്നുണ്ട്. അത് ഓൾമോസ്റ്റ് പരിപാടിയൊക്കെ ആയിട്ടിരിക്കുകയാണ്. മിക്കവാറും വേറെ പ്രശ്നമൊന്നുമില്ലെങ്കിൽ അടുത്ത വർഷം ഷൂട്ട് തുടങ്ങും, പടം വരും. അടിപൊളി. ഞാൻ ഷമീറിന്റെ ആക്ടിങ്ങിനേക്കാളും എനിക്ക് കാണാൻ ആഗ്രഹം ഷമീർ എഴുതുന്ന ഒരു സിനിമ തിയേറ്ററിൽ കാണുമെന്ന് എനിക്ക് ഭയങ്കരമായിട്ടുള്ള ആഗ്രഹമുണ്ട്. ഈ ചൂരൽ, എനിക്ക് തോന്നുന്നു ചൂരൽ ഒരു ഭയങ്കര ഒരു ഫാമിലി, ഒരു ഭയങ്കര വൈഡ് ക്രൗഡിൽ റീച്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പം വരുന്നവര് ആ ഫ്രണ്ട്സിന്റെ ഒരു സാധനമാണല്ലോ ബാക്കിയുള്ളവരിൽ വർക്കാവുന്നത്. പക്ഷെ ചൂരൽ കുറച്ചുകൂടെ പിള്ളേരെ കുറെ കാണുന്ന ഒരു സാധനമല്ലേ, പിള്ളേർക്ക് കണ്ടാലും റിലേറ്റബിൾ അല്ലേ? കൊച്ചു കുഞ്ഞുങ്ങളല്ലേ ഉദ്ദേശിക്കുന്നത്? കൊച്ചു പിള്ളേര്. മറ്റേത് പിള്ളേരെ കാണുന്നത് ടീനേജ്, അവരുടെ വൈബാണ് മിക്കവാറും സെല്ല് ചെയ്യുന്നത്. അതെ, എനിക്ക് അറിയില്ല. ഇപ്പൊ എന്റെ അമ്മയൊക്കെ ചൂരല് കാണും. അതാ ഞാൻ പറഞ്ഞത്, എനിക്ക് പിള്ളേരല്ലെന്ന് തോന്നുന്നു കാണുന്നത്. കുഞ്ഞുങ്ങളും തള്ളമാരും ഫാമിലി ക്രൗഡാണ്. ഫാമിലി ക്രൗഡ്. പിന്നെ അതുപോലെ തന്നെ ഈ കുറച്ച് കോർപ്പറേറ്റ് ക്രൗഡുകളുണ്ട്. അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട്. ഉണ്ട്. അത് നമുക്ക് ഞെട്ടലായിരുന്നു. കാര്യം അങ്ങനെയുള്ള കുറെ ആൾക്കാരെ, ഈ IT കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന കുറെ ആളുകൾ, അങ്ങനെ പിന്നെ മീഡിയസിൽ വർക്ക് ചെയ്യുന്ന കുറെ ആൾക്കാർ, അങ്ങനെയുള്ളവരാണ് ഞങ്ങൾ. അവിടെ ഇപ്പോഴും ആരും വന്നിട്ടില്ല. ബാക്കി നമ്മൾ ഈ പറയുന്ന ആൾക്കാരെല്ലാം ഈ ഒരു പിള്ളേര് കൂടിയുള്ള ഒരു സാധനം, യൂത്ത് വൈബാണ്. ഞങ്ങൾക്ക് അത് കുറവാണ്. എനിക്കൊന്നൊരു 18 to 28 അല്ലെങ്കിൽ ആ ഏജിലുള്ളവർ ഞങ്ങൾക്ക് കുറവാണെന്ന് തോന്നുന്നു. കുറവെന്നല്ല, കമ്പാരിറ്റീവ്ലി നമുക്ക് ബാക്കിയുള്ളവരാണ് കൂടുതലും തോന്നുന്നു.
ഫേമിന്റെ പീക്ക് കൂടി കുറഞ്ഞ പോലെ ഇപ്പൊ ജോൺ ജോയിനൊക്കെ പണ്ടെന്ന് പറഞ്ഞ പനമ്പള്ളി പാർക്കിൽ കൂടെ നടന്ന എല്ലാവരും തിരിച്ചറിയായിരുന്നു. ഇപ്പൊ ആൾക്കാർ ശശമാണോ എന്നാണ് ചോദിക്കുന്നത്. ബ്രോ ഷെസമല്ലേ ചോദിച്ചു പോയല്ല, പരിചയത്തിൽ വന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് തിരിച്ചറിയേണ്ട ഒരു നിമിഷമുണ്ട്. അപ്പൊ ഞാനും വർത്താനം പറഞ്ഞു തുടങ്ങുമ്പോ മനസ്സിലാണ് ഫോൺ ഏതാന്നൊക്കെ ചോദിക്കുമ്പോ. അപ്പൊ അതുപോലെ ഒരു നിങ്ങളിപ്പോ പീക്കിലാണോ? അല്ല ഇപ്പൊ വീണ്ടും കുറച്ച് ബെറ്റർ ആയി വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഭയങ്കര ശോകമായി. അതായത് നമ്മള് നേരത്തെ സമയത്ത് നമ്മള് അത്യാവശ്യം നല്ല നമ്മളൊരു ഇന്ത്യയുടെ മീറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ ചൂരിൽ വരെ മറ്റേ ടൊവിനോ ഒക്കെ വന്നിരിക്കണുണ്ട്. അതാണ് നമ്മളെ ഫസ്റ്റ് പരിപാടി കേട്ടോ. നമുക്ക് അങ്ങനെ ഒരു പബ്ലിക്കില് നമ്മളെ ഞെട്ടിപ്പോയ പരിപാടി അതാണ്. ശരിയാണ്, അതാണ് നമ്മൾ ആദ്യമായിട്ട് നമ്മള് നമുക്കൊരു അങ്ങനെയാണ് നമ്മൾ വണ്ടർവേൾഡുമായിട്ട് കണക്ട് ആയി ഇന്ന് ഈ സെറ്റപ്പിലോട്ട് എത്തുന്നത്. നമ്മുടെ ആ ഒരു ഇന്ത്യക്ക് വരുന്നത് നമ്മൾ തന്നെ ഞെട്ടിപ്പോയ പരിപാടിയാണ്. കാര്യം അതിനു മുമ്പ് നമ്മൾ എവിടെയെങ്കിലും പോകുമ്പോൾ ലുലുലൊക്കെ പോകുമ്പോഴത്തേക്ക് ആൾക്കാർ 1-2 പേര് സംസാരിക്കും, സെൽഫി എടുക്കും, പോകും എന്നല്ലാതെ ഇത് ഇന്ത്യക്ക് നമ്മൾ ഞെട്ടിപ്പോയി. കാര്യം അന്ന് നമ്മളോട് 2 കൂട്ടുകാരുണ്ട്, ഉമ്മാര് ബന്ധം കിട്ടിയത് നമ്മള്. ഞാൻ ഞെട്ടിപ്പോയി. ഞാനിങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുമ്പോ പെട്ടെന്ന് നമുക്ക് അങ്ങനത്തെ ഭയങ്കര അടിപൊളിയായിരുന്നു. അതായത് നമ്മളിങ്ങനെ നിൽക്കുമ്പോഴേ ആൾക്കാർ വരുന്നു പോകുന്നു നമുക്കിത് എന്താ പരിപാടി. അന്ന് രാത്രി അതെനിക്ക് തോന്നുന്നതിന്റെ കാരണം എന്ന് വെച്ചാല് നമ്മൾ അത്യാവശ്യം റീച്ച് ആയ സമയത്ത് തന്നെ ഈ സിത്താര ചേച്ചി, ജോബേട്ടൻ, ഇവരൊക്കെ നമ്മുടെ ഫോളോവേഴ്സാണ്. ഇവരൊക്കെ നമ്മുടെ ഇതിൽ സ്ഥിരം കമന്റ് ചെയ്യുന്നവരാണ്. ഇവരൊക്കെ നമ്മുടെ സാധനങ്ങൾ ചിലപ്പോൾ റീഷെയർ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരുടെയൊക്കെ തന്നെ ഫോളോവേഴ്സ് ആണല്ലോ അന്ന് അവിടെ നിൽക്കുന്നത്. അപ്പൊ ഇവരൊക്കെ ഉറപ്പായിട്ടും ചിലപ്പോൾ നമ്മളെയും ആ വരുന്ന ക്രൗഡിൽ ഒരു മെജോറിറ്റി ആൾക്കാർ, സൂരജ് ഏട്ടൻ, സൂര്യ സന്തോഷ്, ഇവരൊക്കെ നമ്മളെ ഫോളോ ചെയ്യുന്ന ആൾക്കാർ. ഇവരൊക്കെ അന്ന് അവിടെ പെർഫോം ചെയ്ത മിക്ക ആൾക്കാരും ചൂരൽ ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം അവരെ ഫോളോ ചെയ്യുന്നവർക്ക് സ്വാഭാവികമായിട്ട് നമ്മൾ ചിലപ്പോൾ അതുകൊണ്ടായിരിക്കാം മേ ബി. അയ്യോ അത് ഭയങ്കര എക്സ്പീരിയൻസ്. പക്ഷെ എനിക്ക് തോന്നുന്നു അതുപോലത്തെ ഒരു സാധനം നമുക്ക് അതിന് ശേഷം ഉണ്ടായിട്ടില്ല കേട്ടോ. അന്ന് ഭയങ്കര അടിപൊളിയായിരുന്നു. നമ്മൾ അന്തപ്പെട്ടു, നമ്മൾ ചോദിച്ചു ഇനി ഇങ്ങനെ ആയിരിക്കും. ആ ഒരു ദിവസമാണ് കരിയറിന്റെ പീക്ക്. കൂളിംഗ് ഗ്ലാസ് മേടിക്കണമല്ലോ. പിന്നെ ഇടയ്ക്ക് ഈ പറഞ്ഞ ലുലുലൊക്കെ പോകുമ്പോഴത്തേക്ക് അത്യാവശ്യം ആൾക്കാരൊക്കെ വരും, ഫോട്ടോ ഒക്കെ എടുക്കും, പോകും. പക്ഷെ പിന്നെ ഏതോ ഒരു സുപ്രഭാതത്തിൽ അതൊക്കെ നിന്ന് ഈ ഇപ്പോഴത്തെ ഇതിന് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. എപ്പോഴും നമ്മളെ ഇങ്ങനെ നിൽക്കണം. പിന്നെ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എന്ത് മൈൻഡ് ചെയ്യാതെ അപ്പൊ നമ്മളെക്കാളും വിഷമം കൂടെ ഉള്ള ഫ്രണ്ട്സിനാണ്. നമ്മളിപ്പോ സ്ഥിരം ടൂറൊക്കെ പോകുന്ന ടീമുണ്ട്. അപ്പൊ ഇപ്പൊ വീണ്ടും ഒന്ന് കുറച്ചുകൂടെ ഒന്ന് വിക്സ്ക്രീനിലൂടെ വന്നപ്പോ അങ്ങനെ ആൾക്കാർ തിരിച്ചത്. എനിക്കൊന്ന് പിന്നെ പ്രേമലു കഴിഞ്ഞപ്പോ ഷമീറിന് പ്രേമലു വെച്ച് അറിഞ്ഞ ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. ചൂരൽ കാണാതെ തന്നെ പ്രേമലു കണ്ടിട്ട് ഉള്ള അങ്ങനെ തിരിച്ചറിയുന്നുണ്ട്. ആ ഒരു ഇത് കിട്ടുന്നുണ്ട്. ഞങ്ങളിപ്പോ പോഡ്കാസ്റ്റിന്റെ പേര് പറഞ്ഞ് ചിലർ പോയിരുന്നല്ലടാ. ഏറ്റവും ഒരു വിയേർഡ് എൻകൗണ്ടർ എന്തായിരിക്കും? വിയേർഡ് ഫാൻ ഇന്ററാക്ഷൻ. നിങ്ങളല്ലേ ആ മൈല് ചോദിക്കും. പിന്നെ ചിലര് എനിക്കൊന്ന് നമ്മളെ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് എല്ലാരും ആൾക്കാരൊരു നമ്മുടെ സ്വന്തം ആൾക്കാരെ പോലെ കാണുന്നത്. അതായത് സിനിമ അതെ അതെ അങ്ങനെ ഒരു ഇതിലാണ് കാണുന്നത്. അപ്പൊ അത് ചിലപ്പോൾ കൺഫ്യൂഷൻ ആയി പോകും. ചിലർ വന്നിട്ട് സംസാരിക്കുമ്പോഴത്തേക്ക് നമുക്ക് ഡൗട്ട് ആയി പോകും, നമുക്ക് അറിയാവുന്ന ആളാണോ. അതായത് ഒരു ദിവസം ഞാൻ ലുലുവിൽ എന്തോ വന്നപ്പോഴത്തേക്കും ഒരാൾ വന്നിട്ട് എന്നെ ബാക്കിൽ ഇങ്ങനെ പിടിച്ച് എങ്ങനെ പിടിച്ചങ്ങ് തിരിച്ച്. ഞാൻ ഫുഡ് ഓർഡർ ചെയ്യാൻ നിൽക്കുകയാണ് കേട്ടോ. എന്നെ അങ്ങനെ പിടിച്ചങ്ങ് തിരിച്ച്. അപ്പൊ ഞാൻ ഇവിടെ നിൽക്കായിരുന്നല്ലേ സംസാരിച്ചിട്ട്. അപ്പൊ ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് എന്റെ അറിയാവുന്ന ആരാണെന്ന് വിചാരിക്കുന്നത്. പുള്ളി അത്രയും കാര്യമായിട്ട് സംസാരിച്ച് കേട്ടോ. അവസാനമാണ് വീഡിയോസ് ഒക്കെ അടിപൊളിയാണ് കേട്ടോ. മനസ്സിലായി. ഓക്കെ വീഡിയോ ആൾക്കാർ വീഡിയോ കോളൊക്കെ ചെയ്യൂലേ വേറെ ഉള്ളവരെ മീറ്റ് ചെയ്യുമ്പോ, ഞാൻ ആരെയാണ് കണ്ടത്. അല്ല എനിക്ക് ഇത് എല്ലാവർക്കും നമ്മളെ കാര്യം മാത്രമല്ല എല്ലാ ക്രിയേറ്റേഴ്സിനെ ആൾക്കാർ അങ്ങനെയാ കാണുന്നത്. ഈ സ്ക്രീനിൽ കാണുന്നത് നമ്മുടെ ആളെന്ന രീതിയിലാണ് കാണുന്നത്. അത് നല്ല പരിപാടിയാ. ഏറ്റവും സന്തോഷം തോന്നിയ ഫാൻ ഇന്ററാക്ഷൻ എന്താണ്? അതായത് ഇതന്നെ ആ ബില്ല് കൂടെ ചേട്ടാ കൂടുന്ന സന്തോഷം തോന്നിയത് ഞെട്ടിപ്പിച്ച് കളഞ്ഞത്. ഓ ഞാൻ ചെയ്യുന്ന ഒരു വർക്കിന് ഇത്ര ഇമ്പാക്റ്റ് ഉണ്ടോ അങ്ങനെ. അത് നമ്മളൊരു എനിക്ക് തോന്നുന്നു ചെന്നൈയിൽ എന്തോ ഒരു സ്കൂൾ പ്രിൻസിപ്പാളാണോ അവിടുത്തെ HOD ആണോ അറിയില്ല, സാറ് ഇടയ്ക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ആ സ്കൂളിൽ പക്ഷേ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല, ആക്സിഡൻ്റ് ആണോ എനിക്ക് തോന്നുന്ന ഓർമ്മ ശരിയാണെങ്കിൽ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു പയ്യൻ മരിച്ചുപോയി. എന്തോ ആക്സിഡൻ്റ് എന്തോ ആയിട്ട് അവൻ മരിച്ചു. അപ്പോൾ എല്ലാവരും സ്കൂളിൽ മൊത്തത്തിൽ കുറച്ച് ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കുകയായിരുന്നു. അപ്പം നമ്മുടെ
ഏതോ ഒരു വീഡിയോ കണ്ടപ്പോഴാണ് പുള്ളി ഒന്ന് പെട്ടെന്ന് അത് വിട്ടിട്ട് പുള്ളി ഒന്ന് റിലാക്സ് ആയി ചിരിച്ചത്. അപ്പൊ പിന്നെ അടുത്ത ദിവസം പുള്ളി നമ്മുടെ കുറച്ച് വീഡിയോസ് കൊണ്ടുപോയി അവിടെ ക്ലാസ്സിലിട്ട് പിള്ളേരെ കാണിച്ചെന്നും അപ്പൊ പിള്ളേരൊക്കെ ഒന്ന് ചീറായി എന്ന് പറഞ്ഞാൽ അത് ഭയങ്കര, നമ്മളതൊന്നും പ്രതീക്ഷിക്കുന്ന പരിപാടിയല്ലല്ലോ. അപ്പൊ പുള്ളി വിളിച്ചപ്പോഴും പുള്ളി ഭയങ്കര ഇമോഷണലായിട്ട് നമ്മൾ സംസാരിച്ചത്. അത് കുറച്ചൊരു അങ്ങനെ നമ്മൾ ചെയ്ത് നമ്മളിങ്ങനെ ഒരു ഇത് നമുക്കറിയില്ല അന്ന്. പക്ഷെ പിന്നെ മനസ്സിലായി അങ്ങനത്തെ കുറെ പരിപാടിയുണ്ട്. അതായത് കുറെ ആൾക്കാർ ഇതേപോലെ മെസ്സേജ് അയക്കും, നമ്മൾ ഭയങ്കര മോശം സിറ്റുവേഷനിൽ ഇരുന്നപ്പോൾ നിങ്ങളുടെ വീഡിയോസ് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ മെസ്സേജ് ഉണ്ട്. അത് നമ്മൾ ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്, നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത കാര്യമാണ്. നമുക്കും അങ്ങനെ വരാറുണ്ട്. നിങ്ങളുടെ വീഡിയോ 4 തെറി പറഞ്ഞിട്ട് നമുക്ക് ഇവനെയൊക്കെ 2 പറയുമ്പോൾ ഞങ്ങൾക്ക് ഒരു സമാധാനം. ഉണ്ട്. ഞാൻ വീട്ടിൽ പോയി പല പ്രശ്നങ്ങൾക്കകത്ത് വന്ന് നിൽക്കുമ്പോൾ ഇവനെ പോലുള്ള 2 തെറി പറയുമ്പോഴാണ് നമുക്കൊരു സമാധാനം കിട്ടുന്നത്. നിങ്ങൾ എഴുതി ചെയ്യുന്നതുകൊണ്ട് നിങ്ങളുടെ പല തമാശകൾക്കും ഭയങ്കര റിപ്പീറ്റ് വാല്യൂ ഉണ്ട്. ഞാനും അങ്ങനെ ഓർത്ത് ചിരിച്ചിട്ടുള്ള കുറേ, നമ്മുടെ ഈ നമ്പർ പ്ലേറ്റിൻ്റെ കാര്യമൊക്കെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. മറ്റേ കഴിഞ്ഞ ദിവസം ഷമീർ മറ്റേ ഒരു പക്ഷി വന്ന് മീനിനെ തിന്നണ ഒരു സാധനമല്ലേ, അതൊക്കെ എന്താണ് പ്രോസസ്സ്? അതായത് എഴുതുമോ ഷമീർ? ഷമീർ നിങ്ങൾ രണ്ടുപേരും കൂടിയിട്ട് ഫുള്ള് എല്ലാം ഷമീർ എഴുതും. ഞാൻ ഈ ഷൂട്ടിംഗ് സമയത്ത് എന്തെങ്കിലും സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ ആദ്യമൊക്കെ ചെയ്യുന്ന സമയത്ത് ഷമീർ ഇതേപോലെ എനിക്ക് വോയിസ് നോട്ടായിട്ട് അയക്കും. അപ്പൊ കേൾക്കുമ്പോഴത്തേക്ക് ഞാൻ എന്തെങ്കിലും സജഷൻ തോന്നുന്ന പറയും, ചിലത് ഒന്നും പറയില്ലെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയും. പക്ഷെ പിന്നെ ഞാൻ അത് നിർത്തി. കാര്യം വെറുതെ അത് സമയം കളയുന്ന പരിപാടിയാണ്. വെറുതെ ഇവ എഴുതുന്ന സാധനം ഓക്കെയാണ്. കാര്യം എനിക്കൊന്ന് ഏതൊക്കെ 1-2 സാധനം എന്താണ് ഞാൻ അവരത് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെ സാധനങ്ങൾ എനിക്ക് പേഴ്സണലി അത്ര വലിയ കാര്യമില്ലല്ലോ എന്നൊക്കെ തോന്നിയിട്ടുള്ള സാധനമുണ്ട്. പക്ഷെ അതൊക്കെ വർക്കാണ്, റീച്ചാണ്. അപ്പൊ ഞാൻ വെച്ചു ഓക്കെ, പിന്നെ വെറുതെ എന്തിനാ ഞാൻ ഇതിൽ കൈയിട്ട് വെറുതെ ഞാൻ പൾസ് അറിയാം. അതുകൊണ്ട് ചില സാധനങ്ങൾ ഇപ്പൊ ചിലത് അവനും തന്നെ അറിയാം, ചിലത് ഷമീറിന് തന്നെ പേഴ്സണലി ചിലപ്പം അത്ര അവന് ഇഷ്ടപ്പെട്ടായിരിക്കില്ല ചെയ്യുന്നത്, പക്ഷെ ആൾക്കാർക്ക് ഇഷ്ടപ്പെടും എന്നൊരു പ്രതീക്ഷയിൽ ചെയ്യുന്ന സാധനങ്ങളുണ്ട്. നമ്മൾ വർക്ക് ചെയ്യുന്നതാണ്. ഷമീർ വോയിസ് നോട്ടായിട്ട് വാട്സാപ്പിൽ അയക്കും. അത് ഞാൻ കേട്ടിട്ട് നോക്കി വെച്ചിട്ട് അവൻ്റെ വീട്ടിൽ പോകും. ഷൂട്ടിംഗ് സമയത്ത് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് മാറ്റങ്ങളൊക്കെ വരും. ഒരാൾ ഇൻട്രോവേർട്ട് മറ്റേ ആൾ എക്സ്ട്രോവേർട്ട് അങ്ങനെയാണോ? അവൻ ഷമീർ കുറച്ച് ഇൻട്രോവേർട്ട് ആണെന്ന് വെച്ചാൽ സ്വയം പ്രഖ്യാപിത ഇൻട്രോവേർട്ട്. അവൻ ഒന്ന് ബാക്ക് വലി നിൽക്കുമെങ്കിൽ, പക്ഷെ ഒന്ന് ഇതായിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര പ്രശ്നമാണ്. നിങ്ങൾ മറ്റേ സ്കൂളിൽ നിന്ന് അങ്ങനെ വിളിച്ച് ഇങ്ങനെ ഇൻസിഡന്റ് പറയുന്നതല്ല, നിങ്ങളെ ഇൻവൈറ്റ് ചെയ്ത് പ്രോഗ്രാംസ് നിങ്ങൾ പോകാറുണ്ടോ? പ്രോഗ്രാംസിന് ഗസ്റ്റായിട്ട് കുറവാണ്, എങ്കിലും പോയിട്ടുണ്ട്. കോളേജിലും ഇനോഗ്രേഷൻ പരിപാടിക്കൊക്കെ കുറച്ചേ പോയിട്ടുള്ളൂ. പക്ഷെ നമ്മൾ അങ്ങനെ വിളിച്ചത് ജോബേട്ടനില്ലേ, ജോബ് ക്രിയേറ്റ് സിംഗർ, പുള്ളിക്കാരൻ നമ്മളെ വീട്ടിൽ വിളിച്ച് വീട്ടിൽ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. പുള്ളി ഇതിനൊക്കെ നമ്മൾ ഇഷ്ടപ്പെട്ടിട്ട്, നമ്മളെ പരിപാടിയൊക്കെ ഇഷ്ടപ്പെട്ട് വെറുതെ നമുക്കൊന്ന് മീറ്റ് ചെയ്യാം, ഫ്രീ ആകുമ്പോൾ ഇറങ്ങുമെന്ന് പറഞ്ഞ് നമ്മൾ വീട്ടിൽ പോയി ജോബേട്ടൻ്റെ സ്റ്റുഡിയോയിൽ ഇരുന്ന് കുറേ നേരം എന്ന് വെച്ചാൽ ഒരു 3-4 മണിക്കൂർ നമ്മൾ ജോബേട്ടൻ്റെ കൂടെ സ്റ്റുഡിയോ ഇരുന്ന് പുള്ളി ലൈവായിട്ടിരുന്ന് പുള്ളിയുടെ പാട്ട് പുള്ളി നമ്മളോട് പാടി. അന്ന് ഭാവം റിലീസായിട്ടില്ല. ഭാവം നമുക്ക് പുള്ളി പാടിത്തന്നു, കാണിച്ചൊക്കെ തന്നു. രാത്രി അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ചിട്ടൊക്കെയാണ് ഇറങ്ങിയത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കാര്യം പുള്ളിക്ക് അതിൻ്റെ കാര്യമില്ലല്ലോ, ഇപ്പം നമ്മൾ വെറുതെ വിളിച്ച് സംസാരിച്ചതിൻ്റെ പക്ഷെ പുള്ളിക്ക് അത്രയും ആ ഒരു തോന്നിയുണ്ട്. അത് നമ്മൾ പുള്ളിയുടെ ഭയങ്കര ഫാൻസുമാണ്. ഷമീർ നമ്മൾ മറ്റേ പുള്ളിയുടെ പഴയ സൂപ്പർ സ്റ്റാർ അറിയാവോ, അവരുടെ ടീമിലെ പ്രോഗ്രാം, അതിലാണ് ജോബേട്ടനൊക്കെ വരുന്നത്. അപ്പം അന്ന് തൊട്ടേ പുള്ളിയെ ഫോളോ ചെയ്യുന്നതാണ്. അപ്പം അതൊക്കെ ഭയങ്കര സന്തോഷമുള്ള പരിപാടിയായിരുന്നു. നിങ്ങൾ ലൈവ് ഷോസ് ചെയ്യാറുണ്ട്? ഷോസ് ആയിട്ട് ചെയ്യാറുണ്ട്? കണ്ടന്റ് മാത്രം. നമ്മൾ ഇതിനൊരു ദിവസം പോയിട്ടുണ്ട്. നിങ്ങളുടെ മറ്റേ ബമ്പർച്ചിൽ ഒരു പ്രാവശ്യം പോയിട്ട് അല്ല അവര് ഇതേപോലെ വിളിക്കും. അവരെനിക്കൊന്ന് വിളിക്കാറുണ്ട്. അപ്പൊ എനിക്ക് വീണ്ടും കുഴപ്പമില്ല, ഷമീറിന് തീരെ പറ്റില്ലെന്ന് വെച്ചാൽ കാര്യം സ്റ്റേജിൽ പോയി ഭയങ്കര മടിയാണ്. അപ്പം എനിക്ക് വീണ്ടും കുഴപ്പമില്ല, എനിക്കും ബുദ്ധിമുട്ടാണ്. എങ്കിലും ചിലപ്പോൾ അത് കയറി ക്ലിക്കായാലും ഏതെങ്കിലും സാധനം അടിക്കുമെന്ന് വെച്ച് ഞാൻ പോകുന്നൊക്കെ വിചാരിച്ചു. പക്ഷേ ചെന്നപ്പോഴത്തേക്കും അങ്ങോട്ട് ശരിയാവുന്നില്ല. കാര്യം അവര് ട്രാക്ക് നമ്മുടെ രണ്ട് വ്യത്യാസം. അത് മോശമൊന്നുമല്ല ഞാൻ പറയുന്നത്, അത് വേറൊരു പരിപാടിയാണ്, നമ്മുടെ വേറൊരു പരിപാടിയാണ്, ഭയങ്കര ഡിഫറെന്റ് ആണ്. അപ്പൊ ഇത് രണ്ടും കൂടെ നമ്മൾ രണ്ടുപേർക്കും സാറ്റിസ്ഫൈ ആവുന്ന രീതിയിൽ സാധനം ചെയ്യാൻ പറ്റുന്നില്ല എന്ന് മനസ്സിലായപ്പോഴത്തേക്ക് നമ്മൾ അവിടെ യൂട്യൂബർ വന്ന് വർക്കായ ഒരാളേ ഉള്ളൂ, കാർത്തിക് സൂര്യ. അവിടെ കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആർക്കും വന്നിട്ടില്ല. അമീനും ടീമും വന്നിട്ടുണ്ട്. അവര് വന്നല്ലേ? മോനു വൈൻസ് ഓഫ് മോനു. അതാരാണ്? മോനുല്ലേ മറ്റേ ബാഹുബലിയൊക്കെ ചെയ്തത്, അനീറ്റയോടെ ചെയ്തത്. 1-2 ചെയ്തിട്ടില്ല. അവിടെ എനിക്ക് കണ്ടന്റ് ക്രിയേറ്റേഴ്സ് ആരും സ്ഥിരം ചെയ്ത് വർക്കായിട്ടേ ഇല്ല അവിടെ. അവൻ അത് കാരണം അങ്ങനെ ഇല്ല. എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അതുകൊണ്ടൊരു ബൂസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നിയിട്ടില്ല. അത് ഞാൻ കണ്ടിട്ടില്ല. അമീനും ടീം വന്നിട്ടുണ്ട്. പിന്നെ ഇവര് വന്നിട്ടുണ്ട്, പെരിങ്ങാടൂർ സിറ്റി. അവര് 1-2 സാധനങ്ങൾ ഒരെണ്ണം അടിപൊളിയായിരുന്നു തോന്നുന്നു. ബമ്പർ അടിച്ചിട്ടുണ്ട്. അത് അടിപൊളിയായിരുന്നു. അമ്മ അടിപൊളിയായിരുന്നു. അവരുടെ ഫസ്റ്റ് എപ്പിസോഡ് അടിപൊളിയായിരുന്നു. അത് ബമ്പർ അടിക്കാൻ.
പിന്നെ അരുൺ ജയേന്ദ്രൻ വന്നിട്ടുണ്ട്, കുറെ പേര് വന്നിട്ടുണ്ട്. ഇൻവൈറ്റ് ചെയ്യുമ്പോൾ എല്ലാവർക്കും ടി വി രസമായതുകൊണ്ട് എല്ലാവരും വരും. ശരത് ജോയ് അങ്ങനെ കുറെ പേര് സ്റ്റാൻഡപ്പ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, നിങ്ങളുടെ ഫസ്റ്റ് പടം കൽബായിരുന്നു? ഇല്ല, ഞാൻ പണ്ട് പറയാൻ പറ്റാത്ത ദ ഗ്രേറ്റ് ഫാദർ മമ്മൂട്ടിയുടെ അതിലൊരു ചെറിയ സീൻ ചെയ്തിട്ടുണ്ട്. ഏത് സീനത്? ആ കോർപ്പറേറ്റ് ഓഫീസിനകത്തായിരുന്നു? കോളേജ് ഹോസ്റ്റലിൽ ഇടിയുള്ള അരി ഇടിക്കാൻ വരുന്ന സീനുള്ള അതാണോ? ആ, എന്നെ കൊണ്ടുപോകാൻ വരുന്നത്. ഓ അതായിരുന്നല്ലേ, ഇപ്പൊ മനസ്സിലായി. മറ്റേ തുണ്ട് കാണുന്നവരെ പിടിക്കാൻ. പക്ഷെ നമ്മൾ ഫേസ് ഒന്നും റെക്കഗ്നൈസ് ആവുന്ന ഇതില്ല. അതാ ഫസ്റ്റ് പടം. ഓഡിഷൻ മമ്മൂട്ടിയുടെ കൂടെ ആയിരുന്നു ഫസ്റ്റ് പടം. പിന്നെയാണ് ഞാൻ കരിയോഗ്രാഫർ താഴ്ന്നു ഇറങ്ങി. കുറെ ഓഡിഷൻ കൊടുത്തിട്ടുണ്ട് പണ്ട്. അല്ല, അതാണ് ഞാൻ ആദ്യമായിട്ട് കൊടുത്ത ഓഡിഷൻ. അതിന് കിട്ടി. പിന്നെ 3-4 ഓഡിഷന് പോയി. പിന്നെ എവിടെയൊന്നും വിടി വന്നിട്ടില്ല, അതിന് മാത്രമേ കിട്ടിയുള്ളൂ. പക്ഷെ അത് നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. അതിവിടെ എറണാകുളത്തായിരുന്നു എൻ്റെ ഓഡിഷൻ. അത് ഞാൻ പറഞ്ഞ നേരത്തെ ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, അപ്പൊ അതിന് തൊട്ട് മുമ്പാണ് 1-2 ഡബ് സ്മാഷ് ഒക്കെ അത്യാവശ്യം ഒന്ന് വൈറലായത്. അപ്പൊ അപ്പോഴാ ആ ഒരു തിളപ്പില് ഓഡീഷൻ കയറി അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞ് പോയി. അങ്ങനെ ചെയ്ത്. അത് ഒറ്റ ദിവസം ഷൂട്ടായിരുന്നു? അല്ല, എത്ര ദിവസം ഷൂട്ടുണ്ടായിരുന്നു. കാര്യം ഫൈറ്റ് അല്ലേ, ആ ഫൈറ്റ്. അതാണ് ഞാൻ അതെല്ലാവരും കേൾക്കുമ്പോൾ ചേട്ടി എനിക്ക് ഒന്ന് 7 ദിവസം 5-6 ദിവസം ഷൂട്ടുണ്ടായിരുന്നു ആ ഒരു ഫൈറ്റ് എടുക്കാൻ. ആ ഫൈറ്റ് മാത്രം 4 ദിവസം, ഫൈറ്റ് മാത്രം 4 ദിവസം എടുത്തു. പിന്നെ നമ്മുടെ ഡയലോഗിന് വേറൊരു ദിവസം, അത് 5 ദിവസം. പിന്നെ ഇതെല്ലാം കഴിഞ്ഞിട്ട് വേറൊരു ദിവസമാണ് മറ്റേ എന്നെ ഒരു കോർണർ കൂടെ പിടിച്ചോണ്ട് പോകും. അത് വേറൊരു സ്ഥലത്താണ്. അപ്പൊ അതിന് പിന്നെ വീണ്ടും അതിനായിട്ട് പോയിട്ട് അങ്ങനെ എല്ലാം കൂടെ 6-7 ദിവസത്തെ ഷൂട്ടാണ്. അതിന് പേയ്മെന്റ് കിട്ടിയ മമ്മൂട്ടി 5 ദിവസം പേയ്മെന്റ് കിട്ടി. അന്ന് മറ്റേ നോട്ടിന് വെച്ച സമയമായിരുന്നു. അപ്പൊ ഡബിങ്ങിന് പോയപ്പോഴത്തേക്കും പഴയ 100-500 നോട്ട് അത് പിന്നെ പോയി മാറേണ്ടി വന്നു. അല്ലല്ല, ആ ഒരു സമയമായിരുന്നു. ഡബിങ്ങിനും വേണ്ടി വന്ന ചെറിയൊരു ഡയലോഗ് ഇനി കാണുമ്പോൾ നമുക്ക് ഓർക്കാം, എന്നിട്ട് നമുക്ക് വെട്ടിയിറക്കാം. ആ ഡയലോഗ് ആക്ച്വലി ഞാൻ സത്യം പറഞ്ഞാൽ ചോദിച്ചു വാങ്ങിച്ചെന്ന് വെച്ചാൽ, ആദ്യം സ്ക്രിപ്റ്റ് വന്നപ്പോഴത്തേക്കും നമ്മൾ ആദ്യം ഒരു എന്താണ് പറയുന്നത്, എല്ലാവരും കൂടെ റിഹേഴ്സലൊക്കെ ചെയ്തൊരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് സ്ക്രിപ്റ്റ് വന്നു. അപ്പോൾ അതിലെനിക്ക് 2-3 ഡയലോഗുണ്ട്, അത്യാവശ്യം തിരക്കില്ലാത്ത ഡയലോഗ്. ആ കൂട്ടത്തിലുള്ളതിൽ നല്ല ഡയലോഗുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ പോയി അതൊക്കെ മനസ്സിലാക്കി പല രീതിയിലൊക്കെ പറഞ്ഞൊക്കെ നോക്കി. അപ്പം ഭയങ്കര എക്സൈറ്റ്മെന്റില്ലേ പറഞ്ഞൊക്കെ നോക്കി. മെത്തേഡ് ആക്ടിങ് അതൊരു 7 ദിവസം മുമ്പാണ് ആ സാധനം തന്നത്. നമ്മൾ ആദ്യം ഓഡീഷനിൽ പോയി സ്ക്രീനിങ് പോലെയൊക്കെ പരിപാടി കഴിഞ്ഞിട്ട് ഈ സാധനം തന്നു. അതൊക്കെ പഠിച്ചിട്ടാണ് ഞാൻ ചെല്ലുന്നത്. അപ്പോൾ ഷൂട്ടിന് വന്നപ്പോഴത്തേക്കും ഇത് ഫുള്ള് മാറി, ഷഫിളായി. ഒരു ഡയലോഗ് ഇല്ല. അപ്പോൾ എനിക്കാണെങ്കിൽ ഭയങ്കര വിഷമം. ഒരു ഡയലോഗും ഇല്ല, വെറുതെ നിൽക്കുന്നു. അപ്പോഴത്തേക്ക് ഞാൻ ഹനീഫ് അദീനുള്ള ഡയറക്ടർ. അപ്പോൾ ഞാൻ പുള്ളിയെടുത്ത് പറഞ്ഞപ്പോൾ എനിക്കന്ന് എക്സാം ഒക്കെ നടക്കുന്ന സമയമാണ്, MBA എക്സാം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. എനിക്ക് ഡയലോഗ് ഇല്ലേക്കാ. എടാ അത് കുഴപ്പമില്ലടാ, ഇത് നിന്റെ ആദ്യത്തെ പടമല്ലേ, എൻ്റെ ആദ്യത്തെ പടമാണ്. പറഞ്ഞപ്പോൾ എടാ ഇത് ഒരുപാട് ലിമിറ്റേഷൻസ് ഒക്കെ ഉണ്ട്, നമുക്കത് പറ്റില്ല, നീ അത് കുഴപ്പമില്ല, അത് ഇനിയും വരൂടാന്നൊക്കെ പറഞ്ഞു. അപ്പം എനിക്ക് എൻ്റെ എക്സാമിൻ്റെ ഇടയിൽ നിന്നൊക്കെ കേൾക്കാൻ ഞാൻ വന്നത്. അപ്പോൾ എന്ത് എക്സാം? ഞാൻ MBA. എന്താണ് എനിക്ക് അതിൻ്റെ കാര്യമുണ്ടോ? ഇതിനുവേണ്ടി എക്സാം ഒക്കെ മാറ്റിക്കൊണ്ട് കാര്യമുണ്ടോ? ഇല്ല, എക്സാം മാറ്റി വെച്ചില്ല, നാളെ മറ്റന്നാളൊക്കെ എക്സാം ആണ്, ഞാൻ അത്ര ചെയ്തിട്ട് ശരി ഓക്കെ നോക്കാന്ന് പറഞ്ഞിട്ട് പുള്ളി അപ്പം ഇരുന്ന് എഴുതി കയറ്റിയ ഡയലോഗാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് പാവം വേറൊരാൾ ഡയലോഗ് പോവുകയും ചെയ്തു. അത് ഈ അനീഫിക്കയുടെ ഫ്രണ്ടാണ്. പുള്ളിയുടെ സെറ്റ് ഡയലോഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് പടത്തിൽ അത് കട്ടായി പോയി. കാര്യം എനിക്കൊരു എക്സ്ട്രാ ഡയലോഗ് ഏറ്റവും ചെയ്ത് വേറൊരാൾ ഡയലോഗ് പോവുകയും ചെയ്തു. പാവം ഡയലോഗ് ചോദിച്ചപ്പോൾ തന്നതേ. പിന്നെ ഈ സാധനം ഞാൻ ചോദിച്ചു വാങ്ങിച്ചതാണ്, അതായത് ഈ പിടിച്ചോണ്ട് പോകുന്നത്. അത് അവർ ചോദിച്ചു, ഇതിൽ ഒരുത്തിന് പിടിച്ചോണ്ട് പോകണം, ആരാവെന്ന് ചോദിച്ചു. ഞാൻ അപ്പോഴേ കൈവയ്ക്കാൻ. കാര്യം ഇപ്പം ആ കൂട്ടത്തിൽ ഇരിക്കുന്ന ഒരാളെന്ന് പറയുന്നേക്കാളും എളുപ്പമാണ് എന്നെ പിടിച്ചോണ്ട് എന്നെയാണ് പിടിച്ചോണ്ട് പോകുന്നത് പറയാൻ എളുപ്പമുള്ളൂ. അപ്പൊ അതിനുവേണ്ടി ഞാൻ നൈസായിട്ട് ഞാൻ കയറി കിട്ടിയത്. ആ സീൻ അത്രയും റിസ്കി ആയിട്ട് ഏറ്റെടുത്തു. അതാണ് ഈ പ്രൊഫഷണൽസ് എന്ന് പറയുന്നത്. ലൂപ്പിന് ഉപയോഗിച്ചില്ലേ? അത് തിയേറ്ററിൽ കണ്ടപ്പോ എന്ത് തോന്നി? അയ്യോ, അത് ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് അതേപോലെ ഞാൻ ചെറിയൊരു സീനാണെങ്കിലും എൻ്റെ എല്ലാ കൂട്ടുകാരെയും വിളിച്ചോണ്ടൊക്കെ പോയി. നമ്മുടെ വർക്കിൽ നമ്മൾ സ്ഥിരം പോയി കാണുന്ന തിയേറ്ററിൽ കുറെ കൂട്ടുകാരുണ്ടായിരുന്നു. എനിക്കൊന്ന് 10-15 വരെ ഞാൻ വിളിച്ചുകൊണ്ട് പോയി ടിക്കറ്റ് ഒക്കെ എടുത്ത് കൊടുത്ത് ഇരുത്തിയാണ് കണ്ടത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. 16-17 ആ സമയം മമ്മൂക്കയുടെ തിരിച്ചൊരു ജാസ്മിൻ അത് എന്നിട്ട് ആരും തിരിച്ചറിഞ്ഞ്
നാട്ടിലുള്ളവരൊക്കെ തിരിച്ചു തന്നെ അറിയാവുന്നവര് പറഞ്ഞിട്ടുണ്ടായിരിക്കുമല്ലേ കണ്ടു. നമ്മളിത് വിട്ടുമ്പോ കയറ്റി അല്ല ഞാൻ പറഞ്ഞ അന്ന് ഞാൻ കുറച്ച് ഡബ് സ്മാഷ് ഒക്കെ ചെയ്യുന്ന അപ്പൊ അത് കണ്ട് ഫോളോ ചെയ്ത കുറെ ആൾക്കാരുണ്ട് ആ സമയത്ത് ചെറിയ ചെറിയ ആൾക്കാർ. അപ്പൊ അവരൊക്കെ കയറിയല്ലോ അങ്ങനെയൊക്കെ മെസ്സേജ് അയക്കുമായിരുന്നു. അയ്യോ അപ്പൊ തൊട്ടേ ഫോളോ ചെയ്യുന്ന കുറെ ആൾക്കാർ എപ്പോഴുണ്ട്. അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പൊ ഈ ഇടയ്ക്ക് പേര് ഞാൻ മറന്നുപോയി, ആതിര എന്നാണെന്ന് തോന്നുന്നു. അത് പണ്ട് ആ സമയത്ത് ഫോളോ ചെയ്യുന്നതാ. അപ്പൊ ആ കൊച്ചി വെസ്റ്റൻ സമയത്ത് കണ്ടിട്ട് ഭയങ്കരമായിട്ട് മെസ്സേജ് അയച്ചു, ചേട്ടാ അന്ന് 10 വർഷമായി. അതിന്റെ കോവിഡ് വന്നു, വെള്ളപ്പൊക്കം, കോവിഡ്, എന്തൊക്കെ മാരികളെ ഒഴിവാക്കി ചേട്ടനെ ഞങ്ങൾ എത്തിച്ചു. അവര് നമ്മളെ അങ്ങനെ കാണുന്നത്, നമ്മളെ എവിടെയെങ്കിലും ഒക്കെ എത്തിക്കണം എന്നൊക്കെ അവരുടെ ഉത്തരവാദിത്തം പോലെയുള്ള നമുക്ക് ആക്ച്വലി എനിക്കൊക്കെ പേഴ്സണലി ചൂരിൽ കാണുമ്പോൾ നിങ്ങൾ നന്നായിരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. ചിലപ്പോൾ അന്ന് ഇന്ത്യക്കൊക്കെ കണ്ടതിന്റെ ഇമ്പാക്റ്റ് ആയിരിക്കും. അപ്പൊ നിങ്ങൾ ഈ സ്ട്രഗിള് ക്ലിക്കായോ ഇല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി ക്ലിക്ക് ആയില്ലേ, നിങ്ങൾ എത്തിയില്ലേ, നിങ്ങൾ എത്തേണ്ടടുത്ത് എത്തിയില്ലേ, അങ്ങനെ തോന്നുന്നില്ല. ഞാൻ എത്തിയെന്ന് തോന്നുന്നു, എത്തിക്കൊണ്ടിരിക്കുന്നു. സിനിമ പണ്ടേ മോഹം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു. അതെനിക്ക് തോന്നുന്നു ഷമീറിന് പിന്നെയാണ് വന്നത്. എനിക്കത് ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്കൊന്ന് 8ാം ക്ലാസ് 9ാം ക്ലാസ് തൊട്ട് അഭിനയമൊന്നല്ല, സിനിമയിൽ എന്തെങ്കിലും എന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. സിനിമയിലൊരു ഇഷ്ടമുണ്ട്, എന്തെങ്കിലും അങ്ങനെ ഒരു പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്കും ഞാനും നമ്മൾ 1-2 ഫ്രണ്ട്സ് നമ്മളിവിടെ ചങ്ങനാശ്ശേരിൻ്റെ ഒരു കോളേജുണ്ട്, സെൻറ്റ് ജോസഫോ ഒരു കോളേജുണ്ട് അവിടെ, ഈ മാസ് കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ അത് പഠിക്കാനുള്ള തീരുമാനത്തിലൊക്കെ ആയിരുന്നു നമ്മൾ. സെൻറ്റ് ജോസഫ് കോളേജ് ഓഫ് അല്ലേ? അപ്പോൾ അവിടെ പോയി മാസ് കമ്മ്യൂണിക്കേഷൻ, BA മാസ് കമ്മ്യൂണിക്കേഷൻ പഠിക്കാൻ തീരുമാനിച്ചു. ഞാനും 2 കൂട്ടുകാരും തീരുമാനിച്ചു. പിന്നെ ഭാഗ്യത്തിന് അമ്മ 2 പ്ലസ് തോറ്റ്, ഞാൻ മാത്രമേ പാസ്സായുള്ളൂ. അമ്മ 2 തോറ്റ്. പിന്നെ ഒറ്റയ്ക്ക് പോകാൻ മടി. പക്ഷെ അത് നന്നായി. അതിലൊരുത്തം ബാങ്ക് മാനേജറായി, വേറെ സ്വന്തമായിട്ട് ബിസിനസ് തുടങ്ങി. നമ്മളിപ്പോൾ ചൂരൽ പരിപാടിയൊക്കെ അന്ന് പഠിക്കാൻ പോയത് ചിലപ്പോൾ വേറെ വഴിയായി പോയത്. അത് പ്ലാൻ ചെയ്യാതെ എത്തുന്നതിനാ നല്ലത്. സത്യം. അത് പിന്നെ ഞാൻ ഈ പറഞ്ഞ കണക്ക് അന്നോട്ട് കിട്ടുന്ന പരിപാടി ഓഡീഷൻ അല്ല, ഈ ഡബ് സ്മാഷ് ചെയ്യുക, പിന്നെ കോളേജ് കയറി സ്റ്റേജിൽ എല്ലാ സ്റ്റേജിലും ചുമ്മാ കയറി എന്തെങ്കിലുമൊക്കെ പറ്റുന്നത് കാണിക്കുക, പിന്നെ ഷോർട്ട് ഫിലിം അങ്ങനത്തെ പരിപാടി. സ്വന്തമായിട്ടല്ല, ഈ ആരെങ്കിലുമൊക്കെ വിളിക്കും, അങ്ങനെയൊക്കെ പോയി അഭിനയിക്കും. പക്ഷേ എനിക്കൊന്ന് ഷമീറിൻ്റെ കൂടെ ചേർന്ന് ചെയ്ത പരിപാടികളാണ് ഒന്ന് രക്ഷപ്പെട്ടത്. ഈ കൽബിലേക്ക് കഴിഞ്ഞിട്ട് കൽബിന്റെ നടുക്ക് വേറെ സിനിമകൾ ഒന്നും ഇല്ല. ഒന്ന് ഓർത്തു ചിലപ്പോ ഒന്നുമില്ല. എനിക്കൊന്ന് കൽബിന്റെ സമയത്തല്ല, സാജിദ് മറ്റേ മോഹൻലാൽ എന്ന് പറഞ്ഞ പടമില്ലേ, അപ്പൊ അത് എടുത്ത സമയത്ത് മറ്റേ കേരളത്തിലുള്ള എല്ലാ ജില്ലയിലുള്ള മോഹൻലാൽ ഫാൻസിന് അവസരം എന്നൊക്കെ പറഞ്ഞൊക്കെ സാധനമൊക്കെ വരുമായിരുന്നു. അപ്പൊ അതിന്റെ ഓഡീഷനൊക്കെ ഞാൻ കുറെ ശ്രമിച്ചു. അപ്പോൾ ഒരു വഴി സാജിദൊക്കെ ഞാൻ കണക്ട് ചെയ്യുകയും ചെയ്തു, വേറെ അറിയാവുന്ന ഒരാൾ വഴി സാജിദൊക്കെ കണക്ട് ചെയ്ത് ഞാൻ എൻ്റെ ഡബ് സ്മാഷൊക്കെ അയച്ചു കൊടുത്തു. സാജിദൊക്കെ മെസ്സേജ് ഒക്കെ അയച്ചു, നോക്കാൻ ബ്രോ എന്നൊക്കെ പറഞ്ഞ് മെസ്സേജ് അയച്ച്. പിന്നെ അനക്കൊന്നും ഉണ്ടായില്ല. പിന്നെയാണ് സാജിദൊക്കെ കൽബിൽ വിളിച്ചപ്പോൾ എങ്ങനെ പറഞ്ഞു, ഇത് പണ്ട് ഇതേപോലെ ആദ്യം പിന്നെ ഓർമ്മ വന്നില്ല. പിന്നെ പറഞ്ഞപ്പോൾ ആടാ എനിക്കിപ്പോൾ നിന്നെ മനസ്സിലായി ആടാ അത് കൊള്ളാടാ, നല്ല കാര്യമില്ലേ, അന്ന് ചെയ്യാൻ പറ്റില്ല, ഇപ്പം ഞാനായിട്ട് നിങ്ങൾ അങ്ങോട്ട് വിളിച്ചില്ലേ എന്നൊക്കെ പറഞ്ഞു. ഓഡിഷൻ ഡയറക്റ്റ് വിളിക്കാൻ ഈ റോളിന് വേണ്ടി വിളിക്കുന്ന മോഡായിരുന്നോ? കൽബ് എനിക്കൊന്ന് ആക്ച്വലി ആദ്യം ഷമീറിനെ മാത്രമാണ് വിളിച്ചതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കൽബിൽ. പിന്നെയാണ് അതിൽ പിന്നെ എത്ര ക്യാരക്ടേഴ്സ് ആഡ് ചെയ്താലും കുഴപ്പമില്ലല്ലോ, അങ്ങനെ ആഡ് ചെയ്തതാണ്, അങ്ങനെ ആഡ് ചെയ്ത ക്യാരക്ടറാണ്. അതെങ്ങനെ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസ് കൽബിന് വരുന്നത്? കൽബിന്റെ സമയത്ത് ബ്രോ ഒരു റിസ്ക് എടുത്തില്ല, കാരണം 3 മാസം ലീവ് എടുത്ത്. അപ്പൊ തോന്നില്ല ചിലപ്പോൾ 3 മാസം കഴിഞ്ഞ് ഞാൻ തിരിച്ചു പോകുമ്പോ ജോലി ഇല്ലെങ്കിലോ അങ്ങനത്തെ റിസ്ക് അല്ലേ കാര്യം? ഞാൻ പറയാം, അപ്പോൾ അതിനു മുമ്പ് ചൂരലിൽ കണ്ടിട്ട് നമ്മുടെ മാനേജർ ശങ്കരേട്ടൻ അത്യാവശ്യം നല്ല സപ്പോർട്ടാണ്. അപ്പോൾ ആദ്യമായിട്ടൊരു സിനിമ കിട്ടും എന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരനെ സപ്പോർട്ടായിരുന്നു. കുഴപ്പമില്ല, പ്രശ്നമല്ല, എടുത്തോന്ന് പറഞ്ഞിട്ടാണ് 2 മാസമാണ് ലീവ് എടുത്തതെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് നമുക്ക് ആദ്യം 55 ദിവസം ഷൂട്ടാണ് പറഞ്ഞിരുന്നത് കൽബ്. പക്ഷേ അത് ഭയങ്കരമായിട്ട് നീണ്ടുപോയി, ഇടയ്ക്ക് ചെറിയ ചെറിയ ബ്രേക്കുകൾ വന്നു. എങ്കിലും ഷൂട്ട് ഡേയ്സ് തന്നെ 90 ദിവസം ഷൂട്ട് ചെയ്തിട്ടുണ്ട് പടം. പിന്നെ സ്റ്റാർട്ട് ടു എൻഡ് ഡേറ്റ് നോക്കുകയാണെങ്കിൽ 110 ദിവസം കൊണ്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് 2 മാസം എന്നുള്ള ലീവ് പിന്നെ ഒരു 15 ദിവസം കൊണ്ട് എടുക്കേണ്ടി വന്നു. കുറച്ച് റിസ്ക് ആയിരുന്നു, പക്ഷേ കുഴപ്പമില്ല. പിന്നെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. കാര്യം ഇപ്പോൾ നമ്മൾ ആ സ്ക്രീനിൽ അങ്ങനെ ഒരുപാടൊന്നും ഇല്ല, അല്ലെങ്കിൽ അധികം രജിസ്റ്റർ ആയിട്ടില്ലെങ്കിലും ഒരു സിനിമയിൽ വരുമ്പോൾ ചെയ്യേണ്ട പല കാര്യങ്ങളും അവിടെ ചെയ്യേണ്ടി വന്നു. കാര്യം നമുക്ക് ഫൈറ്റ് ഉണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, ഇതൊന്നും സിനിമയിൽ അവസാനം വന്നില്ല. നമ്മുടെ ഫൈറ്റ് ഒന്നും അങ്ങനെ ഷൂട്ടിങ്ങിൽ മുമ്പേ നമ്മുടെ ഫൈറ്റൊക്കെ നിന്നുപോയി. കാര്യം ഈ ബ്രേക്ക് വന്നപ്പോഴേ ഇടയ്ക്ക് വെച്ച് പിന്നെ രജിത്തിനൊരു ചെറിയൊരു കാലൊന്ന് പ്രശ്നമായി.
അപ്പോൾ ആ സമയത്ത് അത് എനിക്ക് ഷൂട്ട് തുടങ്ങി 3-ാമത്തെ ദിവസം എന്തോണ്. അപ്പോൾ അന്ന് നമുക്ക് എല്ലാവർക്കും ഡൂപ്പും എല്ലാവർക്കും ഇൻഡിവിജ്വൽ ബ്ലോക്ക് ഫൈറ്റും പരിപാടിയൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെയൊക്കെ റിഹേഴ്സലൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതും ഭയങ്കരമായിട്ട് നടന്നിട്ടില്ലെങ്കിലും ഫൈറ്റൊക്കെ ചെയ്യാനുള്ള ചെറിയ ചെറിയ പരിപാടികൾ, പിന്നെ ഒരു പാട്ട് ഡാൻസ് ഉണ്ടായിരുന്നു, ഡാൻസ് റിഹേഴ്സൽ. പക്ഷെ അതും അവസാനം കട്ട് ചെയ്ത് പോയി. അപ്പം അങ്ങനെ ഒരു സിനിമയിൽ വരുമ്പോൾ എടുക്കേണ്ട പണികളൊക്കെ ഓൾമോസ്റ്റ് കുറേ എടുത്തിട്ടുണ്ട്. പിന്നെ ഇത്രയും ദിവസം സെറ്റ് ചെയ്യുന്നില്ലേ, അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് ആൾക്കാരോട് ഡീൽ ചെയ്യുന്നത്, സംസാരിക്കുന്നത്, അങ്ങനെയൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. മൂവി മേക്ക് ചെയ്യാനുള്ള എക്സ്പീരിയൻസ് കിട്ടിയോ അതിൽ നിന്ന്? അങ്ങനെ ചോദിച്ചാൽ മൂവി മേക്കിംഗ് ഓൾറെഡി ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ചെറിയ ബഡ്ജറ്റ് ഉണ്ട്. അതല്ല, ശരിക്കും അത് ഭയങ്കര എക്സ്പീരിയൻസ് തന്നെയായിരുന്നു നമുക്ക്. ആ ഒരു ഷമീറിന്റെ വാപ്പ പൈസ ചിലവാക്കിയിട്ടാണെങ്കിലും അതൊരു ക്രാഷ് കോഴ്സ് എന്നൊക്കെയാണ് നമ്മൾ പിന്നെ കണ്ടത്. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. കൽബിൽ വന്നപ്പം അത് കൽബ് വേറൊരു ടൈപ്പ് പടമാണല്ലോ. എന്ന് വെച്ചാൽ നമ്മളെ ഇപ്പം ഞാനും ഷമീർ ഭയങ്കര വലുതാണ്. ഇപ്പം ഞാനും ഷമീറൊക്കെ നമ്മൾ എന്താണ് നമ്മളെ ടൈപ്പ് ഇത് കുറച്ചുകൂടി ഭയങ്കര കൊമേഴ്ഷ്യൽ, കുറച്ചുകൂടി കളർഫുൾ പടം, അങ്ങനത്തെ പരിപാടിയാണ്. അപ്പോൾ അതിൻ്റെ മേക്കിംഗ് വേറെ തന്നെ പരിപാടിയാണല്ലേ. അപ്പോൾ നമ്മൾ മറ്റേത് സ്വന്തമായിട്ട് ചെയ്തതാണെങ്കിലും ഇപ്പോൾ എനിക്കൊന്ന് ഷമീർ പിന്നീട് സ്ക്രിപ്റ്റുകളാണെങ്കിലും ഒക്കെ ചിലപ്പോൾ കുറച്ചുകൂടി എന്താണ് ഭയങ്കര റോ എന്നല്ല എങ്കിലും കുറച്ചുകൂടി ഇത്ര സിനിമാറ്റിക് ആവാൻ ചാൻസ് ഇല്ലായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. അറിയില്ല. അപ്പോൾ ഇത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ എടുക്കുമ്പോൾ കുറേ കളർഫുൾ പരിപാടികൾ, അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു. പുള്ളിക്കാരന്റെ വാപ്പ ഇപ്പൊ ഹാപ്പി ആയിരിക്കുമല്ലേ? ആള് സിനിമയുടെ പണ്ടേ ഹാപ്പിയാണ്. പുള്ളി പണ്ടേ ഹാപ്പിയാണ്. പടം നിന്ന് പോയ സമയത്ത് അവർക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. ഇല്ല, അങ്ങനെ അവര് ചോദിച്ചിട്ടല്ല ഷമീർ ഗൾഫിൽ പോയി. ഷമീർ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ അവൻ സ്വന്തമായിട്ടാണ് തിരിച്ച്. ഷമീറിന്റെ വാപ്പയുടെ ജോലി അല്ല, പുള്ളി സൗദിയിൽ എക്സ് ഗൾഫാണ്. ഇപ്പൊ ഷമീർ ഇപ്പം എനിക്ക് സിനിമയിലൊക്കെ ചൂരിലൊക്കെ ഒന്ന് സെറ്റായി പ്രേമലും ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണെന്ന് തോന്നുന്നു ഷമീർ വാപ്പടുത്ത് പറഞ്ഞു ഇനി പോണ്ട. എനിക്കൊന്നൊരു ചൂരൽ തുടങ്ങിയ ശേഷമാണ് വാപ്പ വർക്കിംഗ് നിർത്തിയത്. ചൂരൽ തുടങ്ങി എനിക്കൊന്ന് സിനിമയിൽ അഭിനയിച്ച് തുടങ്ങിയില്ല അവൻ. ചൂരൽ തുടങ്ങി 2 വർഷമൊക്കെ ആയപ്പോഴത്തേക്കും ആണെന്ന് തോന്നുന്നു വാപ്പ അടുത്ത് നിർത്തി വന്നോളം പറഞ്ഞു. ഞാൻ കൽബ്, ഗ്രേറ്റ് ഫാദർ കൂട്ടണോ? ഗ്രേറ്റ് ഫാദർ, കൽബ്, പിന്നെ റിലീസായത് ആഭ്യന്തര കുറ്റവാളി. അതിൽ ചെറിയൊരു സീൻ. അത് ആക്ച്വലി ഞാൻ ഷമീറും ചെയ്യായിരുന്നു കേട്ടോ. ഷമീർ വേറൊരു ഷൂട്ടിങ്ങിൽ ബിസി ആയിപ്പോയി. ഷമീറിന്റെ ഡേറ്റ് ക്ലാഷ് ആയതുകൊണ്ട് ചെയ്യാൻ പറ്റിയില്ല. ഈ ആഭ്യന്തര കുറ്റവാളി ആക്ച്വലി നല്ല പരിപാടിയായിരുന്നു. അതായത് ആഭ്യന്തര കുറ്റവാളിയുടെ ഒരു കാസ്റ്റിംഗ് കോള് നമ്മളാണ് ചെയ്തത്, നമ്മളെ പേജിലാണ് ചെയ്തത്. പുതിയ നായികയെ തേടുന്നുള്ള സാധനം നമ്മളാണ് ചെയ്തത്. അപ്പോൾ 2 ബ്രോക്കേഴ്സായിട്ട് അവരെന്നെ ഐഡിയ പറഞ്ഞു ഇങ്ങനെ ഒരു സാധനം ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ നമ്മൾ തന്നെയാണ് ചെയ്തത്. ഷമീറാണ്. അപ്പം നമ്മളടുത്ത് അന്ന് റീൽസ് ചെയ്തപ്പോഴേ പറഞ്ഞു ഈ 2 ക്യാരക്ടേഴ്സ് ഇതുപോലെ പടത്തിൽ 1-2 സീൻ വരും അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് ഷമീർ ബബ്ബ എന്ന് പറഞ്ഞൊരു പടം, നമ്മുടെ ധ്യാൻ ശ്രീനിവാസൻ, വിനീത് ശ്രീനിവാസൻ, ആ പടത്തിൽ ഷമീർ ഒരു സാധനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഷൂട്ടിലായിപ്പോയി. അങ്ങനെ ഷമീർ വരാൻ പറ്റിയില്ല. അങ്ങനെയാണ് അങ്ങനെ ആയത്. അപ്പോൾ പറഞ്ഞത് ആഭ്യന്തര കുറ്റവാളി. പിന്നെ അത് ശേഷം ഓടും കുതിര ചാടും കുതിര, ഫാസിൽ അൽത്താഫ് സലീം പുള്ളിക്കാരുടെ അതിൻ്റെ ഷൂട്ട് ഡബ്ബിങ്ങും നടന്നുകൊണ്ടിരിക്കുന്നു. അതിലും ഇതേപോലെ ചെറിയൊരു സീൻ, ഒറ്റൊരു സീൻ, ജസ്റ്റ് വന്നു പോകുന്ന സീൻ ചെയ്തു. പിന്നെ ചെയ്തതൊക്കെ അതാണ്. ഒന്ന് എന്ന് വെച്ചാൽ നല്ല വലിയ സിനിമകളാണെങ്കിലും എൻ്റെ ചെറിയ പരിപാടിയാണെങ്കിലും എനിക്കൊന്ന് ആസിഫ് ഖാക്ക് അറിയായിരുന്നു. ഫാദ് ഖാക്ക് എനിക്ക് ഡൗട്ടാണ്. പുള്ളി എനിക്കൊന്ന് സോഷ്യൽ മീഡിയ അങ്ങനെ അധികം. പക്ഷേ പ്രേമലും അവരല്ലേ പ്രൊഡ്യൂസ് ചെയ്തത്, ഭവൻ സ്റ്റുഡിയോസ് ആണല്ലോ. അപ്പം ഷമീറിനെ അങ്ങനെ അറിയാം. അപ്പം അങ്ങനെയാണ് എന്നെ അൽത്താഫ് ബ്രോ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. നമ്മുടെ പ്രേമലു ഷമീറിൻ്റെ കൂടെ വീഡിയോസ് ചെയ്യുന്ന ആൾ അങ്ങനെയാണ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ആസിഫ് ഖാക്ക് അറിയാം. കാര്യം നമ്മൾ ഈ വീഡിയോ ചെയ്തതും അവർ അത്യാവശ്യം ആ സാധനം റീച്ചായി കാസ്റ്റിംഗ് ചെയ്തത്. അല്ലാതെ എനിക്കൊന്ന് ഏതൊക്കെയോ വീഡിയോസ് ലൈക്കൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. പിന്നെ വ്യസന സമേതം, പിന്നെ നമ്മുടെ ഉർവശി ചേച്ചി, ഭാവന, പ്രിയാപ്പി, വരട്, ശ്രീനാഥ് ബാസി, അതിനൊക്കെ അങ്ങനെ കുറച്ച് ആൾക്കാരുള്ളൊരു പടം. അതും കുറച്ച് നാളായി ഷൂട്ട് കഴിഞ്ഞിട്ട്. പക്ഷെ അതിപ്പോൾ വീണ്ടും അത് ഓണായിട്ടുണ്ട്. അത് മിക്കവാറും ചിലപ്പം ഒരു 1-2 മാസത്തിൽ ഇറങ്ങാൻ സാധ്യതയുണ്ട്. അത് തിരക്കിടില്ലാത്ത പരിപാടിയാണ്. അതിലും ഈ പറഞ്ഞ പോലെ ഉർവശി ചേച്ചിയായിട്ടൊരു കോമ്പിനേഷൻ സീനുണ്ട്. ടൈറ്റിൽ അനൗൺസ് ചെയ്തിട്ടില്ല അവർ ഇതുവരെ. അപ്പോൾ എനിക്ക് ഇത് ചെറിയ ചെറിയ സാധനങ്ങളാണെങ്കിലും ഉർവശി ചേച്ചിയായിട്ട് കോമ്പിനേഷൻ ചെയ്തു, ആസിഫൊക്കെയായിട്ട് കോമ്പിനേഷൻ ചെയ്തു, ഫാദർക്കായിട്ട് ചെയ്തു. അങ്ങനെ ഒരു പിന്നെ കൽബില് സിദ്ദീഖൊക്കെ ആയിട്ട് കുറച്ചങ്ങനെ വെസ്റ്റേൺ സമയത്തിൽ ഭവിച്ചേട്ടനായിട്ട് കുറച്ച് സീനിയർ ആക്ടേഴ്സിൻ്റെ അടുത്ത് ആകെ ഇത്ര സിനിമ ചെയ്തോളെങ്കിലും എല്ലാത്തിലും കുറച്ച് എന്തെങ്കിലുമൊക്കെ എന്താ പരിപാടി, ഒരു എക്സ്പീരിയൻസ് സാധനം കിട്ടി. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. എനിക്കൊന്ന് കൽബിൽ സിദ്ദീഖായിട്ട് അങ്ങനെ ഡയറക്റ്റ് എനിക്ക് വലിയ കോൺവെർസേഷൻ ഒന്നും ഇല്ലെന്ന് തോന്നുന്നെങ്കിലും സ്ക്രീൻ ഷെയറിങ് പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ബ്രോയിന്റെ പേഴ്സണൽ ലൈഫ് ഒരു കുട്ടിയില്ലേ? ഉണ്ട് 3 വയസ്സാവാറായി.
ഫാമിലി സപ്പോർട്ട് അല്ലേ? പിന്നെ സപ്പോർട്ടാണ്. ആള് വർക്കിംഗ് വൈഫാണ്. വൈഫ് ടീച്ചറാണ്. ലവ് മാരേജ് അല്ല അറേഞ്ച് മാരേജ്. പക്ഷെ നേരത്തെ അറിയാം. അതായത് എൻ്റെ കോളേജിൽ ഞാൻ MBA പഠിക്കുമ്പോൾ ഇവള് 3rd ഇയർ പഠിക്കുകയാണ്, ഡിഗ്രി 3rd ഇയർ പഠിക്കുകയാണ്. അപ്പം അന്ന് അറിയാം നമ്മൾ ഒരുമിച്ച് ഈ കലോത്സവം ഗ്രൂപ്പ് സോങ് പരിപാടി അതിനൊക്കെ പോകുമായിരുന്നു. അപ്പോൾ വൈഫിൻ്റെ ഉമ്മാക്കും അനിയത്തിക്കൊക്കെ എന്നെ അറിയാം. അപ്പോൾ ഇത് പിന്നെ അന്ന് നമ്മൾ നല്ല കമ്പനിയായിരുന്നു. പിന്നെ ഞാൻ MBA കഴിഞ്ഞ് പാസ്ഔട്ടായി പോയി, ഇവള് വേറെ കോളേജിൽ പഠിക്കാൻ പോയി. പിന്നെ വലിയ കോൺടാക്റ്റ് ഒന്നുമില്ല. പണ്ട് അപ്പം മെസ്സേജ് അയക്കുമായിരുന്നു, പിന്നെ കോൺടാക്റ്റ് ഒന്നുമില്ല. പക്ഷേ പിന്നെ ഇത് കറങ്ങി തിരിഞ്ഞ് ഇതൊരു പ്രപ്പോസലായിട്ട് ഇങ്ങനെ വന്നപ്പോൾ ഞാൻ ആലോചിച്ചപ്പം അന്ന് ആക്ച്വലി ഞാനും ഈ കല്യാണം ഒന്നും അങ്ങനെ വേണ്ട. സിനിമയായിരുന്നു അല്ല സിനിമയല്ല, ഷമീറിന്റെ ഇപ്പോഴത്തെ പാത്തിലായിരുന്നു അല്ല സിനിമയല്ല, അല്ല വേറെ എനിക്ക് കല്യാണം വേണ്ടാന്നൊരു തീരുമാനത്തിൽ അങ്ങനത്തെ ഒരു പരിപാടി നിൽക്കായിരുന്നു. അപ്പോഴാണ് ഈ ഒരു സംഭവം വരുന്നത്. അപ്പോൾ ഞാൻ ആലോചിച്ചപ്പം ഓക്കെ ഇത് കാര്യം നമ്മൾ അത്ര കമ്പനിയായിരുന്നു, അപ്പം അറിയാവുന്ന ഒരാൾ. അപ്പോൾ അവളും കുറച്ച് അത്ര താല്പര്യമൊന്നും ഇല്ലാത്ത സമയത്ത് നിന്നിട്ടാണ് ഇങ്ങനൊരു സാധനം വരുന്നത്. അപ്പം ആലോചിച്ചപ്പോൾ ഓക്കെ ഇതിപ്പോൾ എന്തായാലും തമ്മിലറിയാവുന്ന ആൾക്കാർ ചിലപ്പം ഇതിപ്പോൾ വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു 3-4 വർഷം കഴിഞ്ഞിട്ട് അഥവാ കല്യാണം കഴിക്കാൻ തോന്നുമ്പം ചിലപ്പോൾ ആരെങ്കിലുമൊക്കെ ആയിരിക്കും വരുന്നത്. അപ്പോൾ അതിനേക്കാളും ബെറ്റർ ഇതായിരിക്കും എന്ന് തോന്നിയിട്ട് അങ്ങനെ ഡിസൈഡ് ചെയ്തതാണ്. കുഞ്ഞെങ്ങനെ ചുരുൾ വീഡിയോ കാണുന്ന പ്രായത്തിലായോ? ഇല്ല ആയിട്ടില്ല. ഇല്ല. അല്ല അവൻ ആദ്യമായിട്ട് തിയേറ്ററിൽ കൊണ്ട് കാണിച്ചേട്ടോ. വ്യസന സമയത്താണ് ആദ്യം TV കൊണ്ട് കാണിച്ചത്. അവന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അവൻ TV നമ്മളിപ്പോൾ വല്ലപ്പോഴൊക്കെ TV ഇട്ട് കൊടുക്കുമ്പോഴത്തേക്കും എന്തെങ്കിലും ഇഷ്ടമില്ലാത്ത പാട്ടോ അല്ലെങ്കിൽ വരുമ്പോഴത്തേക്കും റിമോട്ട് ഒന്ന് നോക്കും, ചാനൽ മാറ്റാൻ. തിയേറ്ററിൽ പോയിരുന്നിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴത്തേക്കും റിമോട്ട് ഇയാൾ അവിടെ കയറിയിരിക്കണം. ബ്രോയിനിപ്പോൾ വേറൊരു ഇപ്പോൾ കോർപ്പറേറ്റിൽ ബ്രോയിനൊരു അംബീഷൻ ഉണ്ട്, അതായത് കുറച്ചുകൂടെ വളർന്നു. ഇല്ല അതൊരു സസ്റ്റൈനബിൾ സാധനം ഇല്ല എനിക്ക് അങ്ങനത്തെ എയിമൊന്നുമില്ല. അത് അങ്ങനെ കൊണ്ടുപോവുക. ബ്രോയിന് കുറച്ചുകൂടെ ഒരു ഇപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടാണല്ലോ ബ്രോയിന് കുറേ കാര്യം മാനേജ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ ബ്രോയിന് ഒന്നെങ്കിൽ കൊച്ചിയിലോട്ട് വിളിക്കുകയോ അല്ലെങ്കിൽ ബാംഗ്ലൂരിലോട്ട് ഒരു കുറച്ചുകൂടെ ഒരു പാക്കേജ് ഉള്ള ജോലിയൊക്കെ വിളിക്കുകയാണെങ്കിൽ ബ്രോ മാറാൻ തയ്യാറായി? ഇല്ല. അല്ല ഇത് തന്നെ ഇപ്പൊ എനിക്ക് അത് നമ്മളെ പുള്ളിക്കാരൻ്റെ മാനേജറിൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇതിപ്പോ ഇൻ കേസ് വർക്ക് ഫ്രം ഹോം മാറ്റി ഓഫീസിലൂടെ ആക്കി കഴിഞ്ഞാൽ ജാസ്തിൻ ചിലപ്പോൾ റിസൈൻ ചെയ്യുമായിരിക്കും അല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ റിസൈൻ ചെയ്യൂല എങ്കിലും അവൻ ക്രിയേറ്റീവ് പീപ്പിളിനെ ഹയർ ചെയ്യുന്നുണ്ട് അവന്റെ കോർപ്പറേറ്റ് കമ്പനിക്ക് വേണ്ടി. അതിന് അവൻ ചോദിച്ചെന്ന് തോന്നുന്നു. ബാംഗ്ലൂർ അവന്റെ ഹബ്ബ്. ഞങ്ങളുടെ കൂട്ടത്തിൽ പണിയുള്ളവന് മാത്രമാണ് ആണല്ലേ. ഇത് റിമോട്ടല്ല, എനിക്ക് ഓഫീസിൽ പോകണം. പക്ഷെ എനിക്ക് അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ടൊന്നുമില്ല, ഇടയ്ക്കിടയ്ക്ക് പോയാൽ മതി. അങ്ങനെ ഇടയ്ക്ക് അവൻ തിരിച്ചു വിടുമ്പോൾ ഞങ്ങൾ കണ്ടന്റ് ചെയ്യും, ഷോ ചെയ്യും. അവൻ അവിടെയും ഷോ ചെയ്യുന്നുണ്ട് ബാംഗ്ലൂർ. അങ്ങനെയാണ് ഇത് പോകുന്നത് ഇപ്പം. അല്ല ബ്രോയിനപ്പം ഇത് ഈ വീട്ടിൽ നിൽക്കാൻ ഇഷ്ടമാണോ? അല്ല അങ്ങനെ കൊച്ചിയിലോട്ട് മാറണം അങ്ങനെയൊന്നുമില്ല. ഇല്ല അങ്ങനെ ഇടയ്ക്ക് വെച്ചൊരു ചെറിയ പ്ലാൻ ഉണ്ടായിരുന്നു. അപ്പം ഷമീർ ഇടയ്ക്ക് വെച്ച് കുറച്ചാൾ ഷമീർ എറണാകുളത്തായിരുന്നു. അപ്പോൾ ഷമീർ ഒന്ന് എറണാകുളത്ത് നിന്ന് സെറ്റായി ഒരു 6 മാസമൊക്കെ കഴിഞ്ഞിട്ട് ഞാനും വന്നാലോ എന്നൊക്കെ വിചാരിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു ആവശ്യം പിന്നെ വന്നില്ല. ശരിക്കും അങ്ങനെ ഫാമിലി ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഷിഫ്റ്റ് ചെയ്യലൊന്നും എളുപ്പമല്ലല്ലോ. അതെ കൊണ്ടാ പിന്നെ മടിച്ചത്. പക്ഷെ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഷമീർ എന്നെ തിരിച്ചു വിട്ടു. ഷമീർ ഇപ്പം കാര്യം ഷമീർ നോക്കുമ്പോൾ അതായത് ഇപ്പോൾ ഒരു വർക്ക് വന്നു കഴിഞ്ഞാൽ എന്തായാലും ഇവിടെ അക്കോമഡേഷനൊക്കെ അവനെ തരും. അപ്പോൾ വെറുതെ ആണ് ഇവിടെ വന്നിരിക്കുന്നത്, വെറുതെ ഒരു എക്സ്പെൻസ് ആണ്. എനിക്കൊന്ന് 1 വർഷം 1.5 വർഷം ആ ഫ്ലാറ്റിൽ നിന്നിട്ടുണ്ട്. അതിൽ അവനേക്കാൾ കൂടുതൽ ഞാൻ നിന്നിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് ഫുള്ള് അവൻ ഓട്ടത്തിലും പരിപാടിയിലൊക്കെ ആയിരുന്നു. അവൻ എനിക്കൊന്ന് ആകെ എല്ലാ ദിവസവും കണക്ക് കൂട്ടിയാൽ ചിലപ്പോൾ ഒരു 1.5 മാസം അവൻ നിന്നിട്ടുള്ളൂ ഫ്ലാറ്റിൽ. ഞാൻ അതിനേക്കാൾ കൂടുതൽ ഞാൻ നിന്നിട്ടുണ്ട്. അങ്ങനെ അവന് മനസ്സിലായത് ശരിയാവില്ലെന്ന് മനസ്സിലായി വിട്ടു. നമ്മൾ എത്ര സമയമാകില്ലേ? 52 മിനിറ്റ്. നമുക്ക് വൈൻഡപ്പ് സെക്ഷനിലേക്ക് ഒരു സെറ്റ് ചെയ്തു. ഒരു സെറ്റ് ചോദ്യങ്ങൾ ചോദിക്കാം. സിനിമയിൽ ബ്രോയിനാണെങ്കിൽ പറഞ്ഞല്ലോ സ്കൂളിൽ പഠിച്ചപ്പോൾ തൊട്ട് സിനിമയെ കാരണം എന്നുള്ളൊരു ആഗ്രഹം. അപ്പോൾ ഏത് സിനിമയായിരിക്കും ചിലപ്പോൾ ബ്രോയിൻ അങ്ങനത്തെ ഒരു ഇഷ്ടപ്പെട്ട നടനാരായിരിക്കും? ആ ലൈനിലോട്ട് പോവുകയാണ്. അങ്ങനെ ഒരു സിനിമ അതിന്റെ ഒരു കളറും ബ്രോയിനെ ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമ അങ്ങനെ ഏത് സിനിമ ഉണ്ട്? അതായത് ഈ സിനിമ നിന്നെ ഇൻഫ്ലുവൻസ് ചെയ്ത സിനിമ കിന്നാരത്തുമ്പികൾ തെറ്റ് ചെയ്യാത്തതായി ആരില്ലെന്ന് എനിക്ക് മനസ്സിലായത്. ഏറ്റവും ഇഷ്ടമുള്ള ഏറ്റവും കൂടുതൽ പ്രാവശ്യം കണ്ടിട്ടുള്ള സിനിമ ഏതാണ്? റിപ്പീറ്റ് കാണുന്ന സിനിമ എനിക്ക് തോന്നുന്നു മണിച്ചിത്രത്താഴായിരിക്കും ചിലപ്പോൾ ഏറ്റവും കൂടുതൽ. ആനന്ദമന്മഥനും പറഞ്ഞത് മണിച്ചിത്രത്താഴ. പിന്നെ പക്ഷെ മണിച്ചിത്രത്താഴ് എനിക്ക് ഏറ്റവും പേടിയുള്ള ഹൊറർ
എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു എക്സ്പീരിയൻസ് കിട്ടിയത്, ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിട്ടുള്ള സിനിമ മണിച്ചിത്രത്താഴാണ്. പക്ഷെ റീ റിലീസ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടപ്പോഴേ എനിക്കൊരു പുതിയ പടം കണ്ട എക്സ്പീരിയൻസ് കിട്ടി. ഞാൻ ഞെട്ടിപ്പോയി. അതായത് അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഞാൻ തള്ളയല്ല കേട്ടാ. ഞാൻ സിനിമ കണ്ടു തുടങ്ങിയപ്പോഴേ സത്യം ഞാൻ മറന്നുപോയി. സത്യം എനിക്ക് ഭയങ്കര സന്തോഷമായി. ഞാൻ ഓരോ സീൻ കാണുമ്പോഴത്തേക്കും ഞാൻ എക്സൈറ്റ് ആയിട്ടാണ് കണ്ടോണ്ടിരുന്നത്. അത് എങ്ങനെ സംഭവിച്ചെന്ന് എനിക്ക് ഇപ്പോഴും പിടിയില്ല. എനിക്ക് ഭയങ്കര സന്തോഷമായി. കാര്യം എനിക്ക് മണിച്ചിത്താഴ് ഇഷ്ടമുള്ള സമയത്തുള്ള വിഷമമാണ്. അതായത് നമുക്കറിയാലോ ശോഭനയാണ് ഇത്, നമുക്കറിയാം, അല്ല നമുക്ക് എല്ലാവർക്കും അറിയാം. ഇത് അറിയാതെ കണ്ടൊരു സെറ്റ് ഓഫ് ആൾക്കാർ കാണും. ഇത് എന്താണെന്ന് അറിയാതെ ശോഭനയാണ് ഈ നാഗവല്ലി എന്നുള്ള സാധനം റിവീൽ ആവുന്ന ഒരു സാധനം. അപ്പൊ ആ എക്സ്പീരിയൻസ് നമുക്ക് കിട്ടിയിട്ടില്ല. അല്ല നമുക്ക് അറിയാം, അങ്ങനെ കണ്ടിട്ടുണ്ട് ആ പടം, അങ്ങനെയാണ് കണ്ടത്. അതായത് ശോഭനയാണെന്ന് അറിയാതെയാണ് കാണുന്നത്. എനിക്കറിഞ്ഞൂടാ, എന്റെ ഓർമ്മ വെച്ച കാലം തൊട്ട് ശോഭന നാഗവല്ലി എന്നിട്ടാണ് ബാക്കിയൊക്കെ ഓർമ്മ ഉള്ളത്. പക്ഷെ എനിക്ക് തിയേറ്ററിൽ കണ്ടപ്പോഴത്തേക്കും എനിക്ക് അതുവരെ കട്ടായി പോയി. ഞാൻ ഭയങ്കര പുതിയൊരു പടം കാണുന്നതൊക്കെ ഇരുന്ന് കാണാൻ പറ്റി. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. ഭയങ്കര സന്തോഷം പരിപാടി. ഞാൻ റീ റിലീസ് മിക്ക പടങ്ങളും പോയി കണ്ടു. ദേവദൂതം കണ്ടു, സ്ഫടികം കണ്ടു, ചോട്ടാ മുംബൈ കണ്ടു. അതിനു മുമ്പ് നരസിംഹത്തിന്റെ ഒരു സ്പെഷ്യൽ ഷോ ഉണ്ടായിരുന്നു, അത് കണ്ടു. റെഗുലർലി ഇറങ്ങുന്ന സിനിമകളൊക്കെ കാണാറുണ്ട്, തിയേറ്ററിൽ പോയി മാക്സിമം പറ്റുന്നത് കാണാറുണ്ട്. ഇപ്പൊ അവസാനം ഇറങ്ങിയ ഒരു സെറ്റ് ഓഫ് കുറേ പടങ്ങൾ കാണാൻ പറ്റും. അതൊക്കെ പോയിട്ട് വന്നപ്പോഴാണ് കണ്ടത്. ആലപ്പുഴ ജിങ്കാന, പടക്കളം, അതൊക്കെ തിയേറ്റർ മിസ്സായി പോയി. എല്ലാം മരണമാസം എല്ലാം പോയി കഴിഞ്ഞ 3-4 ദിവസത്തിലാണ് കണ്ടത്, കണ്ടു തീർത്തു. അപ്പോൾ ഇറങ്ങിയിരിക്കും തുടരും മാത്രമേ കാണാൻ പറ്റുള്ളൂ. ബാക്കിയൊക്കെ വ്യസന സമയത്ത് എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ്? നല്ല പടമാണ്, എല്ലാവരും പിന്നെ അടിപൊളി പടമല്ലേ. അത് പറയണ്ടല്ലോ, ഇപ്പൊ എല്ലാവർക്കും അറിയാം, നമ്മളത് പ്രൊമോട്ട് ചെയ്യേണ്ട കാര്യമില്ലല്ലേ. അത്യാവശ്യം തിരക്കിട്ടില്ലാതെ നന്നായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്, നല്ല റെസ്പോൺസ് വരുന്നുണ്ട്. നമുക്കൊരു കൺഫ്യൂഷൻ ആയിരുന്നു ആക്ച്വലി. ഇത് ഈ ട്രിവാൻഡ്രം സ്ലാങ് ആയതുകൊണ്ടും ഇത് മരണ വീട്ടിൽ നടക്കുന്ന പരിപാടിയാണല്ലോ. അപ്പോൾ ആ ഒരു കൾച്ചറൊക്കെ എത്ര ആൾക്കാർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ട്രിവാൻഡ്രം, കൊല്ലം, ആലപ്പുഴ, എറണാകുളം വരെ ഓക്കെ, അതിനുശേഷം അങ്ങോട്ട് ആൾക്കാർക്ക് ഇത് കണക്ട് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. എനിക്കൊന്ന് കണ്ണൂർ, കോഴിക്കോട് എന്നൊക്കെ ആൾക്കാർ വിളിക്കുമ്പോഴൊക്കെ നല്ല റെസ്പോൺസാണ്. നമുക്ക് ഡൗട്ടായിരുന്നു ഇത്രയും നേരം 2 മണിക്കൂർ ട്രിവാൻഡ്രം സ്ലാങ്, അതും ഒരു പക്കാ റോ ആയിട്ടുള്ള ട്രിവാൻഡ്രം സ്ലാങ് ആൾക്കാർക്ക് കേട്ടിരിക്കാൻ പറ്റുമോ എന്നൊക്കെ ഡൗട്ട് ഉണ്ടായിരുന്നു. കുഴപ്പമില്ല, അത്യാവശ്യം നല്ല മിഡിൽ ക്ലാസ്സിന് എല്ലാവർക്കും എനിക്കൊന്നത് ഏരിയ വൈസ് അല്ലാതെ റിലേറ്റ് ചെയ്യുന്ന സാധനം തന്നെയാണ്. പക്ഷെ അപ്പർ ക്ലാസ്സിന് എനിക്ക് തോന്നുന്നില്ല അത് ഇങ്ങനെ ആൾക്കാർക്ക് അടക്കിനൊക്കെ ഇത്ര പ്രശ്നമുണ്ട്. വേറെ ക്രെമറ്റോറിയം അങ്ങനെയൊക്കെ കിടക്കുന്നിടത്ത് അത് മാത്രമേ സാധാരണക്കാരനല്ല. എനിക്ക് പേഴ്സണലി മെസ്സേജ് ചെയ്യുന്ന എല്ലാവർക്കും ഞാൻ ചോദിക്കും എങ്ങനെ ഉണ്ടായിരുന്നു, ഇപ്പോൾ കൊള്ളാന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ചുകൂടെ കുത്തി ചോദിക്കും ഓഡിയൻസ് റെസ്പോൺസ് എങ്ങനെ ഉണ്ടായിരുന്നു, ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എനിക്ക് മെസ്സേജ് അയച്ചാൽ ഒരു 95% ആൾക്കാർക്കും നന്നായിട്ട് വർക്ക് ആയിട്ടുണ്ട്. ബാക്കി 5% ഈ പറഞ്ഞതാണ്, അവർക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. കാര്യം ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു ഡൗട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. ഒരു മരണ വീട്ടിൽ വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇത്രയും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുമോ എന്നറിയാത്ത ഒരു സെക്ഷൻ ഓഫ് ആൾക്കാരുണ്ട്. അവർക്ക് ചിലപ്പോൾ പാടായിരിക്കും, ബാക്കി എല്ലാവർക്കും മിക്കവാറും ഡാർക്ക് ഹ്യൂമർ പരിപാടി. അഭിനയം എക്സ്പീരിയൻസും ടീമിലുണ്ടായിരുന്ന എക്സ്പീരിയൻസും ഭയങ്കര എക്സ്പീരിയൻസ്. കാര്യം ഫസ്റ്റ് ഫ്രെയിം ബൈച്ചേട്ടൻ്റെ കൂടെ കോമ്പിനേഷൻ സീൻ, അത് ഞാനും ബൈച്ചേട്ടനും കൂടെ ഒരു ചെറിയ ഉടക്ക് സീൻ, അതാണ് ഫസ്റ്റ് വെക്കുന്നത്. അപ്പോൾ അത് ഭയങ്കര ടെൻഷനായിരുന്നു. പക്ഷേ ബൈച്ചേട്ടൻ അത് അത്യാവശ്യം എന്താണ് പുള്ളി ഒന്ന് സംസാരിച്ച് സീന് മുമ്പ് ജസ്റ്റ് ഒന്ന് റിഹേഴ്സലൊക്കെ പോലെയൊക്കെ ചെയ്തിട്ടൊക്കെയാണ് ചെയ്തത്. അപ്പോൾ അത് എക്സ്പീരിയൻസ്. പിന്നെ അസീസ് ഖാൻ, ഓബിയണ്ണനൊക്കെ എല്ലാവരും സെറ്റിൽ ഭയങ്കര കൂളാണ്. അപ്പം ഇവര് ജോമോൻ, സിജു, സുബിൻ ഇവരെയൊക്കെ നേരത്തെ അറിയാമെങ്കിലും എൻ്റെ കോമ്പിനേഷൻ മൊത്തവും ഇവരുമായിട്ടാണ്. എനിക്ക് ജോമോനുമായിട്ട് ചെറിയ കോമ്പിനേഷൻ ഉണ്ട്, ബാക്കി ഫുൾ എനിക്ക് ഈ സീനിയേഴ്സായിട്ടാണ് കോമ്പിനേഷൻ. അപ്പോൾ അതിൻ്റെ ടെൻഷൻ ഉണ്ടായിരുന്നെങ്കിലും അത് അവർ എന്നെ പെട്ടെന്ന് കൂളാക്കി. പിന്നെ ബൈച്ചേട്ടനൊക്കെ പറഞ്ഞു തരും കേട്ടോ, ഓരോ കാര്യങ്ങളൊക്കെ നമുക്ക് ടിപ്സൊക്കെ പറഞ്ഞു തരും. ഇപ്പോൾ പുള്ളി ഇല്ലാത്ത സീനാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്ന കണ്ടിട്ട് വിളിച്ചിട്ട് ചെറിയ കറക്ഷൻസ് ഒക്കെ പറഞ്ഞു തരും. അതൊക്കെ പിന്നെ ഇപ്പം ഈ പറഞ്ഞ അസീസ്ക്കയുടെ ഇപ്പോഴത്തെ ഒരു ഗ്രാഫ് അറിയാമല്ലോ, പുള്ളി വൻ പരിപാടിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അത്രയും ക്യാരക്ടർ പിടിച്ച് അത് പുള്ളി സിമ്പിളായിട്ട് ചെയ്യുന്നതല്ല, നല്ല പണിയെടുക്കുന്നുണ്ട്. അസീസ്ക്ക നല്ല പണിയെടുത്താണ് ഇത് ചെയ്യുന്നത്. കാര്യം ഓരോ സീനിന് മുമ്പും നമ്മളെക്കാളൊക്കെ ടെൻഷനാണ് അസീസ്ക്കാക്ക് ഒരു സീൻ നന്നാക്കാനായിട്ട്. പുള്ളി ഒരു ഡയലോഗ് ഇങ്ങനെ ഒരു 100 വട്ടം പറയും, ഒരു ഡയലോഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ പറഞ്ഞു പോകും. അപ്പോൾ ഞാൻ പുള്ളിയോട് സംസാരിച്ച സീനാണ്. ഞാൻ വെറുതെ എങ്ങനെ ഇരിക്കുന്നു, ഞാൻ ഇങ്ങനെ വെറുതെ ഇരിക്കുകയാണ്. ഞാൻ ഡയലോഗ് പഠിച്ചിട്ട് ഞാൻ വെറുതെ ഇരിക്കുകയാണ്. അപ്പോൾ അസീസ്ക്ക് ഭയങ്കര ടെൻഷൻ നടക്കുന്നു. ഞാൻ പക്ഷേ ഇതിപ്പോൾ ഞാൻ ടെൻഷൻ കാണിക്കട്ടെ ഇനിയിപ്പം. അപ്പോൾ അസീസ്ക്ക് വന്നിട്ട് എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിക്കുകയാണ്, ഡയലോഗ് പറഞ്ഞിട്ടേ ഇത് കൊള്ളാമോടാ, ഇത് ഓക്കെയാണ്, ഇത് ശരിയായ. അസീസ്ക്ക് എൻ്റെ അടുത്ത് ചോദിക്കുന്നത്. അപ്പോൾ നമ്മനാ ഇത് കൊള്ളാലോ. അപ്പോൾ അസീസ്ക്ക് വീണ്ടും ഇതാണോ നല്ലത്, അല്ലേ അതിന് മുമ്പ് പറഞ്ഞ അതായിരുന്നു നല്ലത്, അതാണല്ലേ, ഓക്കെ. പിന്നെ പുള്ളി അത് റിപ്പീറ്റ് ചെയ്ത് അങ്ങനെയൊക്കെ പുള്ളി നല്ല പണിയെടുത്താണ് ചെയ്തത്. അത് കണക്ക് തന്നെ അനശ്വരി, ഇവർ രണ്ടുപേരും ഭയങ്കര പണിയെടുക്കുന്നുണ്ട്.
ബാക്കിയുള്ള മിക്കവരും കുറച്ച് ജോളിയായിട്ടൊക്കെ നിന്ന് സമയത്ത് പോയി ചെയ്യുന്നു. ചെറിയതൊക്കെ ഉള്ളു ഇവർ, ചെറിയ പ്രിപ്പറേഷനൊക്കെ ഉള്ളു. ഇവർ നല്ല സെറ്റിൽ ത്രൂ ഔട്ട് മാക്സിമം സമയം ക്യാരക്ടറൊക്കെ പിടിച്ച് അവർ മൂഡ് പോകാതിരിക്കാൻ അങ്ങനെയൊക്കെ ചെയ്യുന്നു. അതിന്റെ സാധനം സ്ക്രീനിൽ കാണാനുണ്ട്. യെസ്. നിന്റെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും കുറെ സാധനങ്ങൾ നീ സ്ഥിരം ചെയ്യുന്ന കുറച്ച് സാധനങ്ങളുണ്ട്, അതിലേതോ മിസ്സായി? കല്യാണം കഴിഞ്ഞു പോയി അല്ലെങ്കിൽ പ്രണയ ജീവിതത്തിനെ പറ്റി ചോദിച്ചാൽ ലവ് മാരേജ് ആയിരിക്കും അത് ഒരു സാധനം. അതും ഇല്ല. ശരി, അല്ലടാ, സിനിമ ക്വസ്റ്റ്യൻസ് നീ എന്തൊക്കെ ചോദിക്കാതെ അതെല്ലാം ചോദിച്ചായിരുന്നു? ഇല്ല ചോദിച്ചോ? ജാസിം ബ്രോ സിനിമാക്കാരനാണ്, ചോദിച്ചോ? അല്ല, നിങ്ങൾക്ക് ശരിക്കും സിനിമ എന്ന് പറഞ്ഞൊരു ആഗ്രഹമില്ലെന്നോ? നമുക്ക് മാത്രം ആഗ്രഹം ഉണ്ടായിട്ട് കാര്യമില്ല. അല്ല, ശരിക്കും ആഗ്രഹമുണ്ട്. നമ്മളെ ആരും വിളിക്കൂല. ഉണ്ടോ? ശരിക്കും ഉണ്ടല്ലേ? ഞങ്ങളുള്ള സിനിമാക്കാരാണല്ലോ. ആണല്ലേ? അല്ല, കാര്യം ഞാൻ ഇന്നലെ പറഞ്ഞില്ലേ, മാഹി മച്ചാനോട് സംസാരിച്ചു. മാഹി മച്ചാനൊക്കെ ഭയങ്കര ആഗ്രഹമാണ്. എനിക്കറിയില്ലായിരുന്നു. ആർക്കാണ് ആഗ്രഹം ഇല്ലാത്തത്? ഒരു 6 പേരുണ്ട് നമ്മുടെ നാടിന്റെ തൊട്ടപ്പുറത്തുള്ള, ബാക്കി എല്ലാവർക്കും. പിന്നെ ഇത് പോയാൽ കിട്ടത്തില്ല. ഇതിന്റെ പുറകെ നടന്ന ഇത്ര മെനക്കേടുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര വർക്കല്ലേ? എന്നാലോചിച്ച് എത്ര വർഷം കൊണ്ട് ഇത് ഈ പറഞ്ഞ നിങ്ങൾ ബ്രോ പറഞ്ഞില്ലേ, നമുക്ക് ആഗ്രഹമുണ്ട് പക്ഷെ ബാക്കി അവർക്ക് ആഗ്രഹമില്ലെന്ന്. ഇത് ഇപ്പൊ നമ്മൾ റീൽസ് ഒക്കെ ചെയ്യുന്നത് നമുക്കും ഇങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് അറിയാത്ത പല ആൾക്കാരുണ്ട്. ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ആഗ്രഹം എന്ന് പറയുമ്പോൾ എനിക്ക് അതിശയം എന്ന് വെച്ചാൽ നിങ്ങൾ വേറൊരു പരിപാടിയല്ലേ ചെയ്യുന്നത്, സ്വന്തമായിട്ടൊരു സാധനം ചെയ്യുന്നു, നിങ്ങൾ നിങ്ങളുടെ ക്യാരക്ടറായിട്ടാണല്ലോ ചെയ്യുന്നത്, അല്ലാതെ ഫിക്ഷൻ ഒന്നും അല്ലല്ലോ. ആക്ടിങ് ക്യാരക്ടർ പിടിച്ചിട്ടുള്ള ഒരു സാധനമല്ല. അപ്പം അതാണ്. അപ്പൊ അങ്ങനെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് ഞെട്ടലതാണ്. ഇപ്പൊ മാഹി മച്ചനായാലും പ്രാങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ ആർജെ ആണ്, അപ്പൊ പുള്ളിക്കാരൻ ഇതൊരു ആഗ്രഹം എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഞെട്ടലായി പോയി. അപ്പൊ നമ്മൾ ഈ റീൽസ് ഇതൊക്കെ ചെയ്താൽ നമ്മളിങ്ങനെ ചെയ്തിട്ട് നമ്മളെ പോലും ആൾക്കാർക്ക് മനസ്സിലാവുന്നില്ല ആഗ്രഹം ഉണ്ടെന്ന്. നമ്മൾ കൽബിന്റെ ഡബിങ് സമയത്ത് വന്നപ്പോഴത്തേക്കും നമ്മുടെ കലിയുടെ ഒക്കെ റൈറ്റർ രാജേഷ് ഏട്ടൻ, പുള്ളിയുടെ അടുത്തൊരു പടത്തിന്റെ ഈ ടൈറ്റിൽ ചെയ്യുന്ന സമയത്ത് എന്തോ ഒരു കണ്ടന്റ് വേണമെന്ന് പറഞ്ഞ് നമ്മളെ കോൺടാക്ട് ചെയ്തായിരുന്നു. നമ്മൾ ഷമീറിനാണ് കോൺടാക്ട് ചെയ്തത്. അപ്പോൾ നമ്മൾ പുള്ളിയെ മീറ്റ് ചെയ്യാൻ പോയി. നമ്മൾ കൽബിന്റെ ഡബിങ് കഴിഞ്ഞിട്ടാണ് പുള്ളിയെ മീറ്റ് ചെയ്യാൻ പോയത്. അപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്കും പുള്ളി ചോദിച്ചു, നിങ്ങളെന്താ അവിടെ എന്തെങ്കിലും കാര്യമായിട്ട് വന്നാണോ എന്ന് ചോദിച്ചു. അപ്പോൾ നമ്മൾ പറഞ്ഞ ഒരു പടത്തിന്റെ ഡബിങ്ങാ എന്ത് പടത്തിന്റെ? അല്ല, നമ്മളൊരു പടത്തിൽ അഭിനയിച്ചായിരുന്നു. നിങ്ങൾ അഭിനയിക്കോ? പിന്നെ ഞങ്ങൾ ഇത്ര നാൾ എന്താ നമ്മള് അഭിനയിക്കണമല്ലോ. നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നല്ലേ? ഉണ്ടായിരുന്നു. നമ്മൾ അറിയുന്നില്ലല്ലോ. അടുത്ത പരിപാടി വിട്ട് നമുക്ക് പിടിക്കാം, എന്തെങ്കിലും പരിപാടി നോക്കാം. അങ്ങനെ ഉണ്ടല്ലേ? പിന്നെ അതുപോലെ ഇതിനേക്കാളും വിറ്റാണ് സുബിൻ ഡാർസിന്റെ കാര്യം. സുബിന് ഒരു സിനിമയുടെ പ്രൊമോഷൻ വിളിച്ചിട്ടാ, കൊളാബറേഷന് സുബിനെ വിളിച്ച്. അപ്പോൾ സുബിനെ വിളിച്ചപ്പോഴത്തേക്കും ഏത് പടമായിരുന്നു ഞാൻ മറന്നുപോയി, ഏതൊരു പടത്തിന് പ്രൊമോഷന് സുബിനെ വിളിച്ച്. അപ്പോൾ ഷൂട്ടിങ് കഴിയുമ്പോഴത്തേക്കും സുബിൻ റേറ്റ് പറഞ്ഞു. അപ്പോൾ റേറ്റ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇത്രയും ബഡ്ജറ്റ് ഇല്ല സുബിനെ, കുറച്ചുകൂടെ ഒന്ന് പിടിച്ച് ചെയ്യാൻ പറ്റുമോ നോക്ക്, നമ്മൾ ചെറിയൊരു പടമല്ലേ എന്നൊക്കെ പറഞ്ഞു. അത്ര ചെറിയ പടമല്ല, അത്യാവശ്യം തിരക്കുള്ള പടമാണ്. സുബിന് നമ്മളെ ഇതാണ് ആകെ ഉള്ള ഇൻകം ഇതാണ്, അപ്പം അതിലിട്ട് കട്ട് ചെയ്താൽ പിന്നെ എനിക്ക് ബുദ്ധിമുട്ടാകും, അതുകൊണ്ടാണ് വേറെ ഒന്നുമില്ല. അപ്പോൾ വീണ്ടും റേറ്റ് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ പ്രൊഡ്യൂസറോ റൈറ്ററോ ഡയറക്ടറോ പ്രൊഡ്യൂസറോ സംസാരിക്കുന്നത് കേട്ടാ, ഉള്ളവരാണ്. ഇല്ല, നമ്മൾ ഇനി ഒരു 4-5 പടം ബാക്ക് ടു ബാക്ക് വരുന്നുണ്ട്, എല്ലാത്തിനും കൂടെ പ്രൊമോഷൻ തരാം. നമ്മളൊരു ചാൻസ്. അപ്പോൾ സുബിൻ എൻ്റെ അടുത്ത് പറയാൻ അയാള് അടുത്ത 4-5 പടമുണ്ട്, അതിന്റെ ഒക്കെ പ്രൊമോഷൻ തരുന്ന എന്നാ ഒരു വേഷം. അപ്പൊ നിനക്ക് ചോദിച്ചിട്ടായിരുന്നോ? ഞാൻ ചോദിച്ചു. ഞാൻ പറഞ്ഞു, ചേട്ടാ ഈ പ്രൊമോഷൻ തരുന്നേക്കാളും ഇതിലൊരു വേഷം അഭിനയിക്കാൻ താല്പര്യമുണ്ടോ? പിന്നെ എനിക്ക് വട്ട ഈ ഫോണിന്റെ പണ്ടൊക്കെ കിടന്നത് കാണിക്കാൻ എനിക്ക് വട്ട, ഇതിന് വേണ്ടിയില്ല ചേട്ടാ നമ്മളതൊക്കെ ചെയ്യുന്നത്. അയ്യോ, അതറിഞ്ഞില്ലല്ലോ, നോക്കട്ടെ നമുക്ക് അടുത്ത പരിപാടി പിടിക്കാന്ന്. അങ്ങനെ ആൾക്കാര് വേറൊരു രീതിയിലേക്ക് നമ്മളെ കാണുന്നത്, ആ നിലയ്ക്ക് നമ്മളെ ചിന്തിക്കുമല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. മിക്കവാറും എല്ലാ ഈ പറഞ്ഞ കണ്ടന്റ് ക്രിയേറ്റേഴ്സ്, ഇൻഫ്ലുവൻസേഴ്സ്, അവർക്കൊക്കെ നല്ലൊരു ബാക്കപ്പ് ഉള്ളതുകൊണ്ട്, നമ്പേഴ്സ് ഓഫ് ഫോളോവേഴ്സ് ഉള്ളതുകൊണ്ട് അവരെ സിനിമയ്ക്കകത്ത് വിളിച്ചപ്പോൾ ഓട്ടോമാറ്റിക് ഫ്രീ പ്രൊമോഷൻ പോലെയാണ്. അങ്ങനെ അതൊരു ട്രെൻഡായിട്ട് തന്നെ ഇപ്പൊ മാറിയിട്ടുണ്ടല്ലോ. ഇപ്പൊ എല്ലാ പടത്തിലും ഏതെങ്കിലും കാണുന്ന രീതിയാണ്. പിന്നെ ശരിക്കും അവരുടെ വരുമാനത്തിന്റെ കേസിൽ നോക്കുമ്പോൾ അവർക്ക് അഭിനയിക്കാൻ പോകുമ്പോൾ നഷ്ടമാണ്. പൈസ ഏറ്റവും കുറവ് വരുന്നു ആയിരിക്കും ഇപ്പോഴത്തെ ലെവലിൽ. കുറച്ചുകൂടെ സ്റ്റാർ വാല്യൂ ആയി കഴിഞ്ഞാൽ അത് മാറും. പക്ഷെ ഇപ്പൊ എനിക്ക് തോന്നുന്നില്ല, സുബിന പ്രൊമോഷൻ പിടിച്ചാൽ കിട്ടുന്ന റേറ്റ് ചിലപ്പോൾ സിനിമ കിട്ടുന്നുണ്ടാവില്ല. ആൻഡ് ഫ്രീ ആയിട്ട് പ്രൊമോഷൻ ചിലപ്പോ ഇവരും വിചാരിക്കുന്നത് നിങ്ങൾ ഇനി അഭിനയിക്കാൻ പോകണ്ടോ. എന്താന്ന് വെച്ചാൽ അവരുടെ ധാരണ നിങ്ങൾ നല്ല പൈസ ഉണ്ടാക്കി ഒരു സെറ്റിൽ ആയിട്ടുള്ള ഒരു പരിപാടി പോലെ കാണണേ. അതായത് ഇത്രയും ഒരു ഫാൻ ബേസും ഇതൊക്കെ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. ഇനി എന്തിനാ നിങ്ങൾ ആ സ്ക്രീനിൽ പോണേ, ഈ സ്ക്രീനിൽ തന്നെയല്ലേ നിങ്ങൾ നിൽക്കണല്ലോ എന്നുള്ളൊരു അങ്ങനെയാവും അവര് ചിന്തിക്കുന്നുണ്ടാവുക. അല്ല, ശരിക്കും നമ്മള് ചൂരല് കുറച്ചൊന്ന് ഹിറ്റായ സമയത്തെ നമ്മൾ പിന്നെ ഈ സിനിമകളുടെ ആഗ്രഹം വിട്ടായിരുന്നു. അത് വേറെ കാര്യം. നമുക്ക് നമുക്ക് ആഗ്രഹം വിട്ടെന്ന് സമയമില്ലല്ലോ. നമ്മള് സിനിമ എന്നുള്ളൊരു പിന്നെ നമ്മൾ ചിന്തിക്കുന്നില്ലായിരുന്നു. നമ്മൾ ഓക്കെ ഇത് കൊള്ളാരും, ഇതിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. സിനിമയിൽ നിന്ന് കിട്ടുന്നേക്കാളും ചിലപ്പോൾ റീച്ച് ആയിരിക്കും ആയിരിക്കാം. നമ്മൾ അതൊക്കെ വിട്ടായിരുന്നു ആ സമയത്ത്. പിന്നെ സിനിമ
പ്രൊമോഷൻസ് കൊളാബറേഷൻസ് വിളിച്ചു തുടങ്ങിയപ്പോഴത്തേക്കും വീണ്ടും ഈ സിനിമാക്കാരുമായിട്ടൊന്ന് അസോസിയേറ്റ് തുടങ്ങിയപ്പോഴാണ് വീണ്ടും ഒന്ന് ആഗ്രഹങ്ങളൊക്കെ വീണ്ടും വരുന്നത്. കാര്യം നമ്മൾ അത്യാവശ്യം നമ്മൾ ആദ്യം വിളിക്കുന്നത് രാജു സാറാണ്, മറ്റേ സോളമൻ അത് ചെയ്തു. പിന്നെ സൗബിനിക്കായിട്ട് ചെയ്തു, മഞ്ജു ചേച്ചിയായിട്ട് ചെയ്തു, ബേസിൽ പ്രോ ആയിട്ട് ചെയ്തു. അങ്ങനെ കുറേ ആൾക്കാരുമായിട്ട് നമ്മൾ കൊളാബറേഷൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ ചെല്ലുമ്പോൾ സുരാജ് ഏട്ടൻ അത് നടന്നില്ല, സുരാജിനോട് ചെയ്യാൻ പോയി. പക്ഷെ അത് പിന്നെ അവസാനം തൻവിയും നിരഞ്ജനായിട്ട് ചെയ്യേണ്ടി വന്നു, എങ്കിലും ചന്ദ്രിക്കും. അങ്ങനെ കുറേ സിനിമ അവരെ പ്രൊമോ അപ്പോഴും വീണ്ടും ഓക്കെ കുഴപ്പമില്ല, ഒരു ചാൻസ് ചോദിച്ചിട്ടില്ല. ഇല്ല ആരുടെ ചോദിച്ചിട്ടില്ല. അല്ല ഇപ്പൊ ശരിക്കും കുറച്ചും കൂടി ഈസി ആയിട്ടുള്ള സംഭവം അല്ല ഇപ്പൊ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞാൻ ചോദിക്കത്തില്ലായിരുന്നു, പക്ഷെ ഇനിയിപ്പോ ചോദിച്ചു തുടങ്ങണമെന്ന് തോന്നുന്നു. ചോദിക്കാൻ മമ്മൂട്ടി ചോദിക്കുന്നു, നമ്മൾ നിങ്ങൾ ചോദിക്കുന്ന പേടിക്കുന്നു. നമ്മുടെ കേസ് ഇതൊന്നുമല്ല കേട്ടോ, നമ്മളിവർക്ക് അറിയത്ത് പോലും ഇല്ല, നമുക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ല എന്നുള്ളതല്ല, നമ്മളിവർക്ക് അറിയത്തില്ല, പിന്നല്ലേ ചോദിക്കുന്ന കാര്യം വരുന്നത്. ഞാൻ കുറച്ചാൾ പിന്നാലെ നടന്ന അപ്പം ഞങ്ങളുടെ അടുത്ത് സിനിമാക്കാരൻ അവനാണ്, ട്രാൻസിലുണ്ട്, അങ്ങനെ മറ്റേ കണ്ടുപിടിക്കാൻ പറ്റില്ല. ആദ്യം ദുൽഖറിനോട് അഭിനയിച്ചിട്ടുണ്ട്, അപ്പൊ അതിനോട് അഭിനയിച്ചിട്ടുണ്ട്, പക്ഷെ പടത്തിൽ പറയുമായിരുന്നു ചാർലി ട്രാൻസ് വലിയ വലിയ പടങ്ങളിലേ ഉള്ളൂ. ട്രാൻസ് ബാക്കിയെല്ലാം ഇൻഡിപെൻഡന്റ് പ്രോജക്ട്സ് ആണ്. പിന്നെ ഇത് പൈസ മാത്രമല്ലോ സിനിമയിൽ കലയോട് ഇതുണ്ട്, അങ്ങനെ കുറച്ച് ആർട്ട് പടങ്ങളും ചെയ്തിട്ടുണ്ട്. ലീഡ് റോൾസ് പിന്നെ പരസ്യങ്ങൾ, പിന്നെ ഇപ്പൊ സ്റ്റാൻഡപ്പ് കോമഡിയാ പാഷൻ, അതുകൊണ്ട് സിനിമ വിട്ടു. പക്ഷെ ഇതിന് വേറൊരു സംഭവം ഉണ്ട് കേട്ടോ, ലൈവ് പെർഫോം ചെയ്യുന്നതിന്റെ ഒരു കിക്ക് വേറെ ഉണ്ട്. നമുക്ക് അങ്ങനെ ഷോസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ചെയ്യും. ആക്ച്വലി നിങ്ങളെ സമ്മതിക്കണം കേട്ടോ, നമ്മളിപ്പോ ഈ ഇതിന്റെ പരിപാടിയായിട്ട് കോളേജിനൊക്കെ പോകുമ്പോഴത്തേക്ക് അയ്യോ വിജയിക്കുന്ന പരിപാടി നമുക്ക് ഹാൻഡിൽ അറിയാം, പരാജയപ്പെടുന്ന പരിപാടികളാണ്. കോളേജ് ചെയ്യാൻ എളുപ്പമല്ലേ, കോളേജ് പിള്ളേർ ഓൾറെഡി ഹാപ്പി അല്ലേ. അത് എല്ലായിടത്തും ഒന്നും നല്ല ബ്രോ, നമ്മള് പെട്ടുപോയി ഏതൊക്കെ കോളേജിൽ പോയി. അയ്യോ നിങ്ങളോട് ടീമായിട്ടിരുന്ന് കഴിഞ്ഞാൽ വേറെ വൈബാ. ചിലപ്പോ അത് ഏത് കോളേജാണെന്ന് അറിയില്ല, എനിക്ക് നമ്മുടെ ക്ലാസ്മേറ്റ്സ് ഒക്കെ ഷൂട്ട് ചെയ്ത കോളേജാണെന്ന് തോന്നുന്നു. സെയിം അല്ല, കോട്ടയം ഭാഗത്ത് എവിടെയാണോ കോളേജ്, CSM കോളേജിൽ പോയി. CSM കോളേജിൽ പോയപ്പോൾ അവിടെ എനിക്കൊന്ന് അന്ന് നമ്മൾ ഉച്ച കഴിഞ്ഞാൽ പോയത്. അപ്പോൾ ഓൾറെഡി കുറച്ച് എനിക്കൊന്ന് ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞുള്ള സമയമാണ്. അപ്പോൾ ഓഡിറ്റോറിയം ഉണ്ട്, നമ്മൾ ഓഡിറ്റോറിയത്തിൽ കയറി, സ്റ്റേജ് കാലി എന്ന് പറഞ്ഞാൽ നമ്മൾ പോയി ഇരുന്ന് ഫ്രണ്ടോട് നോക്കുമ്പോഴത്തേക്കും നമ്മളൊരു 10 പേരുണ്ട്, അത്ര ആൾക്കാർ താഴെ ഇല്ല. എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഇങ്ങനെ അങ്ങോട്ടോട്ട് നോക്കി ഇങ്ങനെയൊക്കെ ഇരിക്കാൻ നമ്മൾ ഒരു പിടിയില്ല. അവസാനം ആങ്കറിൽ നിന്നൊരു പെൺകുട്ടി വന്നിട്ട് കിടന്ന് വിളിക്കാണ് ആ പിള്ളേരെ, പ്ലീസ് വരണം, ഇവര് വെയിറ്റ് ചെയ്യാണ്. അന്ന് അനശ്വരില്ല, ചിലപ്പോൾ അനശ്വരം ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടി ആൾക്കാർ വന്നേനെന്ന് തോന്നുന്നു. ഇത് കിടന്ന് വിളിക്കുന്നു, വിളി പ്ലീസ് ഒന്ന് വരണം 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 എന്നൊക്കെ പറഞ്ഞ് ആൾക്കാർ വന്നിട്ടേ വെളിയിലൊക്കെ ഇങ്ങനെയൊക്കെ നോക്കിയിട്ടൊക്കെ തിരിച്ചു വന്ന് നോക്കി അങ്ങനെയൊക്കെ പോകും. പക്ഷെ അവസാനം കളറായി, കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആൾക്കാർ വന്ന് പിന്നെ അങ്ങ് ട്രാക്കായി. ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഏറ്റവും ബെസ്റ്റ് തിയേറ്റർ എക്സ്പീരിയൻസ് ഒരു മാസ് മസാല പരിപാടിയാണെങ്കിൽ പേട്ട ഭയങ്കര ഞാൻ ഭയങ്കര വർക്ക് തിയേറ്റർ തന്നെ കണ്ടു, അത്യാവശ്യം ഹൗസ്ഫുള്ളായിരുന്നു. കാര്യം പേട്ടയിൽ ഓരോ സീനും അടിപൊളിയല്ലേ, ഓരോ എനിക്കൊന്ന് ഇൻ്റർവെല്ലിൽ വരെ എല്ലാ സീനും പുള്ളിക്കാരൻ്റെ ഇൻട്രോഡക്ഷൻ പോലെയാണ് സാധനം, അതെല്ലാം അടിപൊളി മ്യൂസിക് എല്ലാം ഭയങ്കര, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സാധനമാണ് പേട്ട. ഞാൻ ആക്ച്വലി ഭയങ്കര രജനീകാന്ത് ഫാനൊന്നും അല്ലായിരുന്നു, എനിക്ക് അത്ര ഇഷ്ടമൊന്നും അല്ലായിരുന്നു പണ്ട്. കബാലിയുടെ ട്രെയിലർ കണ്ടിട്ടാണ് ആദ്യമായിട്ടാണ് ഞാൻ കബാലിയാണ് രജനി കാണുന്നത്. കബാലി കുഴപ്പമില്ല, ഓക്കെ, ഭയങ്കരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷെ പിന്നെ ആ ഒരു എങ്കിലും പുള്ളിയുടെ ഒരു ഓറ ഉണ്ടല്ലോ, അത് അപ്പോഴാണ് മനസ്സിലാവും, ഓക്കെ ഇത് വിചാരിച്ച ആളല്ല, എന്തോ പരിപാടി ഉണ്ടെന്ന് കബാലി കണ്ടപ്പോഴാണ് മനസ്സിലായത്. പിന്നെ പുള്ളിയുടെ കുറച്ച് പടങ്ങൾ തിയേറ്ററിൽ പോയി കണ്ടത്, അങ്ങനെ പേട്ട പോയി കണ്ടത്, പേട്ടയുടെ ട്രെയിലർ കണ്ടപ്പോഴേ എനിക്കൊരു സാധനം കിട്ടിയതാണ്. പക്ഷെ പേട്ട അയ്യോ അടിപൊളി പടമാണ്. എനിക്ക് അതുപോലെ കാർത്തിക് സുബ്രാജിന്റെ മഹാൻ തിയേറ്ററിൽ കാണാൻ പറ്റാത്തത് ഭയങ്കര വിഷമമായിരുന്നു. അത് OTT റിലീസായിരുന്നു തോന്നുന്നു, അല്ലേ? OTT അല്ലേ? അതേപോലെ ഞാൻ രാത്രി ഇങ്ങനെ ചുമ്മാ കണ്ടു തുടങ്ങിയതാ, ജസ്റ്റ് ഒന്ന് ഒരു വെളുപ്പിന് ഞാൻ 3 മണിക്കാണ് പ്ലേ ചെയ്യുന്നത്, ജസ്റ്റ് നോക്കാന്ന് വെച്ച് കണ്ടു തുടങ്ങിയിട്ട് 6 മണി വരെ ഇരുന്ന് ഉറങ്ങാതെ ഇരുന്ന് കണ്ട് തീർത്ത പടമായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട പടം മഹാൻ. പക്ഷെ അത് തിയേറ്ററിൽ കാണാൻ പറ്റിയില്ല. ഈ മാസ് മസാല അല്ലെങ്കിൽ ഒരു പടം ഭയങ്കര തിയേറ്റർ എക്സ്പീരിയൻസ് ആയിട്ട് ഫീൽ ചെയ്തതാ? ഭയങ്കര ബ്രോ കരയാറുണ്ട്? ഓ പിന്നെ അയ്യോ ബ്രോയിനെ കരയിപ്പിച്ച് കളഞ്ഞു, കരഞ്ഞ് അവസാനം ലൈറ്റ് ഓടിച്ചപ്പോൾ നടക്കി കരച്ചിൽ നിർത്താൻ പറ്റാത്ത. അത് ഇപ്പൊ റീസെന്റ് എനിക്ക് തോന്നുന്നു വാഴയുടെ ക്ലൈമാക്സ് അവസാനത്തെ പരിപാടികൾ ഞാൻ കരഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് അങ്ങനെ പറയുന്നില്ല, എന്ന് വെച്ചാൽ അത് വേറൊരു മൂടാണല്ലോ, കൊമേഴ്ഷ്യലി വന്നിട്ട് കരഞ്ഞോണ പടമാണല്ലോ. പക്ഷെ ഞാനും ഷമീറും തിയേറ്ററിൽ ഇരുന്ന് ഭയങ്കരമായിട്ട് കരഞ്ഞൊരു സിനിമയാണ്
അല്ല അത് സിനിമയുടെ സെന്റിമെന്റ് സീൻസ് കൊണ്ട് മാത്രമല്ല. അപ്പൊ കൽബ്. അല്ല, അതായത് സുഡാനി ഫ്രം നൈജീരിയ അല്ലേ, സുഡാനി ഫ്രം നൈജീരിയ നമുക്ക് ഭയങ്കര ഫേവറേറ്റ് പടമാണ്. അപ്പോൾ അതിൽ കുറേ അവസാനത്തെ ലാസ്റ്റ് കുറച്ച് ഇമോഷൻ സീനുണ്ട്, മറ്റേ വാച്ച് കൊടുക്കുന്നതായാലും അങ്ങനത്തെ കുറേ സാധനങ്ങളുണ്ട്. അത് കാണുമ്പോഴുള്ള വിഷമത്തിലുപരി ഇതെന്ത് സിനിമയാണ്, ഇത്രയും നല്ലൊരു സാധനം ഇങ്ങനെ അത് ഭയങ്കരമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഞാനും ഷെമീറും ഇങ്ങനെ കഴിഞ്ഞു. അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. സുഡാനി ഫ്രം നൈജീരിയ അത് വേറൊരു മൂടി കരഞ്ഞതാണ്. ഒരു അണ്ടർ റേറ്റഡ് പടം ഏതാണ്? അതായത് ആൾക്കാർ അത്ര ബ്രോയിന് ഭയങ്കര ഇഷ്ടപ്പെട്ടു, പക്ഷെ ആൾക്കാർ അത്ര കാണാത്തത് മൂത്തോൻ എനിക്ക് OTT വരാത്തോണ്ടാണ് അത് അത്ര ഒരു OTT വന്നു. ഏതോ എനിക്ക് തോന്നുന്നു ഉണ്ടോ, ഞാൻ പറഞ്ഞുതരാം. സൺ നെക്സ്റ്റിലോ എനിക്ക് തോന്നുന്നു ജിയോ സിനിമയിലായിരുന്നു, ഇപ്പൊ ജിയോ ഹോട്ട്സ്റ്റാർ ആയിരുന്നു. ഏതോ അങ്ങനെ അധികം ഹോട്ട്സ്റ്റാർ, പ്രൈം, സോണി ലിവ് അങ്ങനെ ഒന്നുമല്ല, മെയിൻ സ്ട്രീം അല്ലാത്ത എനിക്ക് തോന്നുന്നു സൺ നെക്സ്റ്റിലാണെന്ന് തോന്നുന്നു കേട്ടോ. ഉണ്ട്, മൂത്തോൻ ഉണ്ട്. എനിക്ക് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട റോഷൻ മാത്യുവും നിവിൻ പോളിയും തമ്മിലുള്ള ലവ് ട്രാക്ക് ലക്ഷദ്വീപിലുള്ള ഭയങ്കര ബ്യൂട്ടിഫുള്ളി ഷോട്ട് ആൻഡ് അടിപൊളി പടമാണ്. ഞാൻ തിയേറ്ററിൽ പോയി വിഷമായി പോയി. എനിക്കൊന്ന് പടം ഇറങ്ങി 2ാമത്തെ ദിവസം തിയേറ്ററിൽ പോകുന്നത്. തിയേറ്ററിൽ പോയപ്പോൾ 5-6 പേരേ ഉള്ളൂ, നമ്മൾ ഉൾപ്പെടെ. അപ്പോൾ എൻ്റെ കൂടെ വന്ന് നമുക്ക് എല്ലാവർക്കും വർക്കായി. പക്ഷേ തിയേറ്ററിലെ പടം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു, ഭയങ്കര ഇഷ്ടമുള്ള പടമാണ്, അടിപൊളി പടമായിരുന്നു. പക്ഷേ ഇപ്പോഴും അത് കാണാത്ത കുറേ പേരുണ്ടെന്ന് തോന്നുന്നു. ഞാൻ കണ്ടിട്ടില്ല. അതിൽ പുള്ളിയും വേറൊരു പരിപാടിയാണ്, നിവിൻ പോളിയുടെ ആക്ടിങ്ങും നമ്മൾ വേറെ ഒരു പടത്തിലും കാണാത്തൊരു സാധനമാണ്. പുള്ളി അടിപൊളിയാണ്, നല്ല പരിപാടിയാണ്. അടുത്ത് കണ്ടതിൽ ഏതാണ് ഒരു അണ്ടർ റേറ്റഡ് ആയിട്ട് തോന്നിയ OTT-ലായാലോ? അടുത്ത കണ്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പടം ഏതാണ്? അല്ല, ഞാൻ പറഞ്ഞത് ഇപ്പോൾ അടുത്ത് തിയേറ്ററിൽ ഇപ്പോൾ കുറേ നാളിൻ്റെ ഇടയിൽ തുടരും മാത്രമേ തിയേറ്ററിൽ കണ്ടോളൂ. തുടരും ഇഷ്ടപ്പെട്ടു, ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു, ഭയങ്കര ഹാപ്പിയാണ്. കുറേ നാളിന് ശേഷം ലാലേട്ടൻ അങ്ങനെ കാണാൻ പറ്റില്ല, ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ എനിക്ക് ആലപ്പുഴ ജിങ്ങനെ ഇഷ്ടപ്പെട്ടു. പിന്നെ പടക്കൾ ഇതൊക്കെ ഇന്നലെ മിനിങ്ങാന്നൊക്കെ ഉണ്ട്, അതൊക്കെ ഇഷ്ടപ്പെട്ട എല്ലാം വർക്കാണ്. എനിക്ക് കാലിത്തറ പുള്ളിക്കടെ എല്ലാ പടവും എനിക്ക് ഇഷ്ടമാണ്, എല്ലാ പടങ്ങളും. ആൻഡ്വാക്കരിക്കും വെള്ളം, ഉണ്ട, ലവ് എന്ന് പറഞ്ഞൊരു പടമുണ്ട്, ലവ് അടിപൊളി പടമാണ്. പിന്നെ തല്ലുമാല, എല്ലാ പടവും പുള്ളിക്കാരൻ്റെ എല്ലാ പടവും എനിക്ക് വർക്കാണ്. ബ്രോയിന് ഏതെങ്കിലും പടം കണ്ടിട്ടുണ്ടല്ലോ ഇതിനെന്തിനാണ് ഇത്ര ഹൈപ്പ്? അല്ല, സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചില പടങ്ങൾ നമ്മൾ കേട്ട് ഭയങ്കര എക്സ്പെക്ടേഷനിൽ പോയിട്ട് നമുക്ക് ചിലപ്പോൾ അത്ര ഇല്ലല്ലോ. സേഫായിട്ടൊരു പേര് ഞാൻ പറഞ്ഞുതരാം. സേഫായിട്ടൊരു പേര് പറഞ്ഞുതരാം, ആരെ എതിർത്ത് പറയാത്തത് കൊത്ത. ഇല്ല, അങ്ങനെ ഉണ്ട് ഭയങ്കര ഹിറ്റ് പടം, പക്ഷെ ബ്രോയിന് ഇങ്ങനെ ഇതിലെന്താണ് ആവറേജ് പടം പറ്റേ? ഇല്ല ഞാൻ പറയാം. ഇല്ല, അങ്ങനെ ഉണ്ട്, പടങ്ങളുണ്ട് ബ്രോ. പക്ഷേ വെറുതെ എന്തിനാ നമ്മൾ പിന്നെ ചിലപ്പോ അവരുടെ കൂടെ വർഷങ്ങൾക്ക് ശേഷം പറയാൻ പറ്റട്ടെ അതിന്റെ ഉത്തരവല്ലേ? അതെ, കുറെ വർഷങ്ങൾ കഴിയുമ്പോ പറയാൻ പറ്റട്ടെ. അതിൻ്റെ ഇടയിൽ ഒരു അടി നമ്മളിങ്ങനെ എന്തെങ്കിലും സൈഡിലൂടെ കയറ്റി നമുക്കെന്തായാലും നഷ്ടപ്പെടാനുള്ള ബ്രോയിനെ സിനിമയൊക്കെ ജാസി മാലിച്ച് വേണ്ട, മമ്മൂട്ടിയൊക്കെ നാളെയും കാണുള്ളൂ, ഞാനത് പറയുന്നില്ല. അപ്പൊ ഏകദേശം എല്ലാ ക്രിഞ്ച് ചോദ്യങ്ങളും കഴിഞ്ഞില്ലേ? ബ്രോയിനാണെങ്കിൽ ശരിക്കും അഭിനയിക്കാൻ ഒരു റോള് കണ്ടിട്ട് ഈ റോൾ അല്ല, ഞാൻ ഒരു കാര്യം പ്രിപ്പറേഷൻ എങ്ങനെയാണ് ഒരു നടൻ എന്ന രീതിയിൽ? പ്രോസസ് എന്താണ് താങ്കളുടെ പ്രക്രിയ? അങ്ങനെ പ്രോസസ് ഒക്കെ അങ്ങനെ അതിനുള്ള സെറ്റപ്പ് ഒന്നും ആയിട്ടില്ലല്ലോ, വേറൊരു ക്യാരക്ടറായിട്ടൊന്നും ചെയ്യില്ലല്ലോ. ഇപ്പൊ ഇതിലിപ്പം വ്യസന സമയത്താണെങ്കിൽ പോലും കംഫർട്ട് സോൺ എന്ന് വെച്ചാൽ ട്രിവാൻഡ്രം സ്ലാങ് ആണ്, ഏകദേശം നമ്മുടെ സ്ലാങ് തന്നെയാണ്. കുറച്ച് മാറ്റമുണ്ട്. ട്രിവാൻഡ്രം ആണെങ്കിൽ നമ്മൾ സ്ഥിരം സംസാരിക്കുന്ന സ്ലാങ് കുറച്ച് മാറ്റമുണ്ട്. അത് ചിലപ്പം കേൾക്കുന്നവർക്ക് മനസ്സിലാവുന്ന അറിയില്ല. ഡയറക്ടർ കുറച്ച് സ്ട്രിക്റ്റ് ആയിരുന്നു, കുറച്ച് ചില കാര്യങ്ങൾ അത് അങ്ങനെ തന്നെ പറയണം, ആ വാക്ക് വേണം എന്നൊക്കെ ഉള്ളത്. അപ്പം അങ്ങനെ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഇതിലുണ്ടായിരുന്നു. ബാക്കി നമ്മൾ നോർമലി ഉള്ളൊരു ബിഹേവിങ് പോലത്തെ പരിപാടിയാണല്ലോ. അപ്പം പിന്നെ ഇപ്പൊ ഈ ചെയ്യുന്ന പരിപാടി കാരണം ക്യാമറ എന്ന സാധനത്തിനെ പറ്റിയിട്ടുള്ള ഇതൊക്കെ അങ്ങനെ പ്രശ്നമില്ല, അതില്ല. ആദ്യം ഇത്ര ആൾക്കാരുടെ ഫ്രണ്ടിൽ, കാരണം മൊബൈലിൽ അഭിനയിക്കുന്ന പോലെ അല്ലല്ലോ, അങ്ങനെ അതൊക്കെ പോയില്ലേ? അത് ഇല്ലെന്ന് തോന്നുന്നു. അത് ആ പ്രശ്നം മാറി കിട്ടിയിട്ടുണ്ടാവും, മാറിയാൻ തോന്നുന്നു, കുഴപ്പമില്ല. ഇപ്പൊ ഈ അനശ്വരയൊക്കെ പറഞ്ഞില്ല, അവര് കുറച്ചുകൂടെ പ്രോസസ് ഉള്ള. അതെ. എൻ്റെ അടുത്ത് ഫസ്റ്റ് ഡയറക്ടർ നമ്മൾ ഫസ്റ്റ് വന്ന് 2-ാം ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞത് അനശ്വരയെ കണ്ട് കുറച്ച് കാര്യങ്ങൾ പഠിക്കണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ കണ്ടിന്യൂറ്റി മെയിൻറ്റെയിൻ ചെയ്തത്. അനശ്വര ഇപ്പം
ഇപ്പോൾ ഒരു ടേക്കിൽ അനശ്വര ഡയലോഗ് പറയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു വാക്ക് പറയുന്ന സമയത്തായിരിക്കും ചിലപ്പോൾ കൈ ഒരു ആക്ഷൻ വരുന്നത്. അത് എല്ലാ ടേക്കിലും അതുപോലെ തന്നെ ആയിരിക്കും. അപ്പം അങ്ങനെ ആക്ഷൻ കണ്ടിന്യൂറ്റി പിടിക്കുന്നത് അനശ്വരയെ കണ്ട് പഠിച്ചാൽ നല്ലതായിരിക്കും. കാര്യം അത് എഡിറ്റിങ്ങിൽ ഭയങ്കരമായിട്ട് ഉപയോഗിക്കും. ചിലപ്പം ഓരോ സാധനത്തിൽ ഓരോ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ നിന്റെ നല്ല സാധനം ചിലപ്പോൾ കട്ടായി പോകും, മാറുമ്പോൾ കട്ടായി പോകും. അപ്പോൾ ഇത് ആക്ഷൻ കണ്ടിന്യൂറ്റി പിടിച്ചു കഴിഞ്ഞാൽ ബെസ്റ്റ് സാധനം തന്നെ. കറക്റ്റ് അങ്ങനെ നീക്കാൻ പറ്റണം. അല്ല, പുള്ളിക്കാരുടെ അങ്ങനെയുള്ള കാര്യങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യപ്പെടുന്നില്ലെന്ന് തോന്നില്ല. ഒരു സൈഡ് ഓഫ് ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആക്ട്രസ് ആണ് അനശ്വര. എനിക്ക് തോന്നുന്നത് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ഉപദ്രവിക്കുന്ന ആൾക്കാരല്ലേ. അത് തന്നെ പ്രേക്ഷകരാ, ഇൻഡസ്ട്രിയെ ഒപ്പം തന്നെയാണല്ലോ പ്രേക്ഷകർ. പ്രേക്ഷകർ പക്ഷെ ഒരു സെറ്റ് ഓഫ് ആൾക്കാർ എനിക്ക് തോന്നുന്നു അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ടല്ലോ. അതെ, കയറ്റി വെക്കുന്നല്ല. ഒരാളെ കുറെ ആൾക്കാർ ഭയങ്കരമായിട്ട് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും കുറച്ച് ആൾക്കാർക്ക് നെഗറ്റീവ് പറയാൻ തോന്നും. ഒരു ന്യൂട്രൽ ആയിട്ട് പോയി കഴിഞ്ഞാൽ കുഴപ്പമില്ല. അത് ഈ പറയുന്ന ആൾക്കാർക്ക് വ്യത്യസ്തരാവണം എന്നുള്ളൊരു ചിന്ത ആയിരിക്കാം. ഇപ്പൊ ഈ എനിക്കൊന്ന് അനശ്വരയുടെ ഇപ്പൊ പൈങ്കിളിയുടെ കാര്യമൊക്കെ ആൾക്കാരെ പറയല്ലോ. പക്ഷെ പൈങ്കിളി ആ പടത്തിന്റെ മീറ്റർ അതാണ്. അത് അതിലെല്ലാവരും അങ്ങനെയാണല്ലോ. കുറച്ച് അത് അവർ തന്നെ എനിക്കൊന്ന് ഇന്റർവ്യൂ വന്നിരുന്നിട്ട് പറഞ്ഞിട്ടുണ്ട് 100 രൂപയ്ക്ക് 1000 രൂപയുടെ അഭിനയമാണ് ചെയ്തത്. അപ്പൊ ആ പടത്തിന്റെ മീറ്റർ അതാണ്. അത് ചിലർക്ക് വർക്കായി കാണും, ചിലർക്ക് വർക്കായിട്ടില്ല. നമ്മള് വർക്കായ ആൾക്കാരാണ് ആണല്ലേ, നമ്മൾ വർക്കായെന്ന് പറഞ്ഞാൽ നമ്മളെ ആൾക്കാർ ഇപ്പൊ ചെയ്ത് വിളിക്കും ആണല്ലേ. ഞാൻ കുറെ പടം മിസ്സായി. പൈങ്കിളി എനിക്ക് മിസ്സായി, ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ പൈങ്കിളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട കുറെ ഫ്രണ്ട്സ് എനിക്കുണ്ട്. 1-2 പേരുണ്ട് വെച്ചാൽ 1-2 പേർക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതെന്താ ആൾക്കാർ ഇഷ്ടപ്പെടാത്തത്? ആ പടം അങ്ങനെ ഇല്ലേ, അത് അങ്ങനെയല്ലേ കാണേണ്ടത്, അത് അങ്ങനെ കണ്ടാൽ ഇഷ്ടപ്പെടില്ലേ? ഞങ്ങളത് ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ റീല് വൈറലായിട്ട് ഓടിയിട്ട് ആൾക്കാർ നമ്മൾ വേറെ സിനിമയെ പറ്റി പറഞ്ഞാൽ നിനക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടില്ലേ, നീ മിണ്ടരുതെന്നാണ് പറഞ്ഞത്. നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് വേറെ സിനിമയെ പറ്റി പറയാൻ പാടില്ലെന്നുള്ള മോഡില്ല. അവരുടെയൊക്കെ പ്രോസസ്സ് കണ്ടിട്ട് ഇനി മാറ്റണം എന്ന് തോന്നുന്നുണ്ടോ? അതോ ബ്രോ പറഞ്ഞില്ലേ, ബ്രോയിന് നാളെ മറ്റന്നാളെ ഒരു വലിയ കഥാപാത്രം കിട്ടുവാണെങ്കിൽ ബ്രോ ആണെങ്കിൽ അല്ല, പക്ഷെ മാറ്റേണ്ടി വരും. കാര്യം നമ്മൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്ന ആൾക്കാർ കണ്ടോണ്ടിരിക്കൂലെന്ന് തോന്നുന്നു. അറിയില്ല, ഇതുവരെ എനിക്ക് വേറെ ഒന്നും വന്നിട്ടില്ല. വ്യസന സമയത്ത് കഴിഞ്ഞിട്ട് ഞാൻ വെറുതെ നിൽക്കുകയാണ്, വേറെ പടങ്ങളൊന്നും വന്നിട്ടില്ല. അപ്പൊ വരികയാണെങ്കിൽ ആഷിഖും അമലൊക്കെ ഇത് കാണുമ്പം നമ്മുടെ പയ്യന അല്ല, നമുക്ക് അഭിനയിക്കാൻ അറിയാൻ ഇവരറിയുന്നില്ലല്ലോ. ആഷിഖ് അമലെ ഞങ്ങൾക്കും താല്പര്യമുണ്ട്, ജാസിമിനും താല്പര്യമുണ്ട്. ഞാനൊരു വേറൊരു ചോദിക്കട്ടെ. അതായത് എനിക്ക് തോന്നുന്നു നിങ്ങളുടെ ചൂരലിൽ നിങ്ങൾ രണ്ടുപേരും ഭയങ്കര ലൈക്കബിളാണ്. ചൂരലിന് തന്നെ ഒരു ഭയങ്കര ലൈക്കബിലിറ്റി ഉണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഹേറ്റ് കിട്ടാറുണ്ടോ കമന്റിൽ? കുറവാണ്. കമ്പാരിറ്റീവ്ലി കുറവ്. നമ്മുടെ അത്ര അത്രയൊന്നുമില്ല. അല്ല, നമുക്ക് എനിക്കൊന്നും അങ്ങനെ ഒരു കണ്ടന്റ് പോലും പാളി പോയിട്ടില്ല. പാളിപ്പോ വർക്കാവാതിരിക്കില്ല, ആൾക്കാർ തിരിച്ചടിക്കുന്ന സാധനം വന്നിട്ടേ ഇല്ല. ഈ മൊണ്ണകൾ ആരാണ്, അല്ലെങ്കിൽ ഇവർക്ക് വേറെ പണിയില്ലേ? അങ്ങനെ വന്നിട്ട് എനിക്ക് നമുക്ക് ആകെ വരുന്ന നെഗറ്റീവ് ഈ കൊളാബറേഷൻസ് പ്രൊമോഷൻസ് ചെയ്യുമ്പോഴത്തേക്കും വരും. പക്ഷെ അത് എനിക്ക് സത്യം ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. ആൾക്കാർ എന്താ അത് മനസ്സിലാക്കാത്തുന്നുള്ളത്. വരുമാനം ഇതാണ് നമുക്ക് ആഗോള. ഇപ്പൊ എനിക്ക് ജോലിയെങ്കിലും ഉണ്ട്, ഷമീറിന് ആഗോള വരുമാനം ഇതാണ്. അപ്പൊ അതിന് ആൾക്കാർ എന്തിനാണ് ഇത്രയും ഫ്രസ്ട്രേഷൻ ആവുന്നത്? ഒരു വീഡിയോയുടെ ഇടയിൽ വെച്ച് പരസ്യം ഒന്ന് കണ്ടുപോകുന്നതേ ഉള്ളൂ. അത് നമ്മൾ എന്താ ഇന്റഗ്രേറ്റ് ചെയ്യുന്നത്. അതായത് 1.5 മിനിറ്റ് റീലിന്റെ ഇടയിൽ ഒരു 10-15 സെക്കൻഡ് ആയിരിക്കും ഒരു സാധനം വരുന്നത്. അല്ല, അത് ഈ പറയുന്ന ആൾക്കാർ അവരറിയാതെ എന്തോരം ആഡ് കൺസ്യൂം ചെയ്ത് ആടിന് നടുക്ക് അവർ ജീവിക്കുന്നത്. ടിവിയിലൊക്കെ എന്തോരം ആഡ്, അത് നമ്മൾ സഹിച്ചോണ്ടിരുന്ന ആൾക്കാരെ എന്നിട്ട് കാശ് കൊടുത്തല്ലോ അവർ ആഡ് കാണിക്കണം. എനിക്ക് ഭയങ്കര വിഷമമുണ്ട് കേൾക്കുമ്പോൾ. ആ കമന്റ് കാണുമ്പോഴേ ആൾക്കാർക്ക് എന്താ അതൊന്ന് മനസ്സിലാക്കി. അത് നമ്മൾ ഇഷ്ടമുള്ള ആൾക്കാരായിരിക്കും, ചിലപ്പോൾ നമ്മളെ കൂട്ടുകാർ തന്നെ ആയിരിക്കും. എന്നെ ആദ്യമൊക്കെ എൻ്റെ ഒരു കൂട്ടുകാരൻ തന്നെ ഒന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്, പരസ്യം ചെയ്യാൻ വേണ്ടി ഒരു റീലെന്നൊക്കെ. ഞാൻ കൊടുത്ത് ആൾക്കാർ പറയുന്നത് പോട്ടെ, കൂടെ നീ അപ്പോൾ ഓളിയോ അങ്ങനെയാണല്ലോ, അളിയോ അത് അറിഞ്ഞില്ലല്ലോ, സോറിയോ. പ്രേക്ഷകരുടെ ഒരു ധാരണ അവരെ വിറ്റു എന്നുള്ള ഒരു തോന്നല. നമുക്കത് മാത്രമാണ് നെഗറ്റീവായിട്ട് ഇതുവരെ അല്ലാതെ വളരെ അപൂർവമാണ്, അങ്ങനെ വന്നിട്ടില്ല. എന്റെ 3ാമത്തെ വീഡിയോയിൽ ഞാൻ പരസ്യട്ടപ്പോ വന്നിരുന്നു. എന്റെ യൂട്യൂബ് വീഡിയോയിൽ ഞാൻ യൂട്യൂബിൽ സ്റ്റാൻഡപ്പ് ചെയ്തിരുന്ന സമയത്ത് എനിക്ക് ഒരു സ്പോക്കൺ ഇംഗ്ലീഷ് ഇതിന്റെ സാധനം വന്നു. അപ്പൊ അതിന്റെ ഒരു ഉപദേശമൊക്കെ പോലെ അങ്ങനെ ചെയ്യരുത്. ഞാനത് ഇവിടെ വെച്ചാണ് ഒരു കലാകാരന്റെ മരണം തുടങ്ങുന്നത്. സാധനമൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ വേറെ വന്നില്ല, വന്നെങ്കിൽ ഞാൻ എടുത്തേ. ബ്രോയിന്റെ ഒരു ഡ്രീം റോൾ ഏതാണ് അതായത് കണ്ടിട്ടുള്ളത്? കിരീടത്തിലെ ഇല്ല, അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ നല്ല. അല്ല, എനിക്ക് ആക്ച്വലി റോളാണ് എന്റെ ഡ്രീം. സത്യം, അത്രേ ഉള്ളൂ. അതായത് എനിക്ക് കൊച്ചിലെ എന്ന് വെച്ചാൽ സ്കൂളിൽ പഠിക്കുമ്പോൾ സിനിമ ആഗ്രഹം ഉണ്ടെങ്കിലും അഭിനയം എന്നുള്ള ആഗ്രഹമല്ല, സിനിമയിൽ എന്തെങ്കിലും ഒരു ആഗ്രഹമേ ഉള്ളൂ. പിന്നെ ഈ മറ്റേ ഓഡീഷനെ പോയി ഗ്രേറ്റ് ഫാദർ ആ സമയത്താണ് ഓക്കെ അത് ചെയ്ത് ഗ്രേറ്റ് ഫാദർ ചെയ്ത് അന്ന് തൊട്ടൊരു ആഗ്രഹമുണ്ട്.
ഒരു സിനിമയെങ്കിലും, അതായത് ഒരു സിനിമ കണ്ടിറങ്ങുമ്പോൾ ആ സിനിമ ആൾക്കാർക്ക് ഇഷ്ടപ്പെടണം, എൻ്റെ ക്യാരക്ടർ ഒന്ന് രജിസ്റ്റർ ആവണം. അതായത് ഈ നേരത്തെ പറഞ്ഞ പോലെ അത്രയും ബുദ്ധിമുട്ടി പറയാതെ ആ റോൾ ചെയ്ത് അങ്ങനെ മനസ്സിലായില്ലേ, പെട്ടെന്ന് രജിസ്റ്റർ ആവുന്ന ഒരു ക്യാരക്ടർ ചെയ്യണം എന്നൊരു ആഗ്രഹം എനിക്കുണ്ടായിരുന്നു. അത് ഇപ്പോൾ എന്തായാലും സമയത്തിൽ അത് എളുപ്പം പറയാം ഓക്കെയാണ്. അപ്പോൾ ആ കാര്യത്തിന് ഹാപ്പിയാണ്. അപ്പോൾ ഇനി കിട്ടുന്നതൊക്കെ എനിക്ക് ബോണസാണ്. ആക്ച്വലി എൻ്റെ അങ്ങനത്തെ ഒരു ഡ്രീം ഓൾറെഡി കഴിഞ്ഞു. ശരിക്കും പറഞ്ഞാൽ കൂടുതൽ മുന്നോട്ട് ഇങ്ങനെ സിനിമയുടെ ഇതിൽ പോകുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഈ ഒരു ക്യാരക്ടർ ആൾക്കാരുടെ മനസ്സിലുണ്ടാവില്ല നിങ്ങൾ ഈ ചെയ്തു വെച്ചിട്ടുള്ള ഈ സാധനം. അപ്പൊ അതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ട് അവർ ചിന്തിക്കാൻ കുറച്ച് കൊച്ചിയിലും മലപ്പുറത്തും ഒക്കെ പോയി റോഡ് ചോദിക്കേണ്ടി. അതല്ല ഞാൻ പറഞ്ഞത്, ഇവരെ ആൾക്കാർക്ക് ഇഷ്ടപ്പെട്ടേക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ടല്ലോ, ആ ഒരു എപ്പോഴും ചെയ്തോണ്ടിരിക്കുന്ന സാധനം. അപ്പൊ ആൾക്കാര് ഓരോ റോളിന് കൺസിഡർ ചെയ്യുമ്പോഴും അതുപോലത്തെ ഒരു സാധനം അല്ലാണ്ട് ഒരു ചലഞ്ചിങ് സാധനം അല്ല. ഇത് ആക്ച്വലി ഇപ്പൊ വ്യസന സമയത്തിലും സ്ഥിരം റോളല്ല അല്ല അല്ലേ, എന്റെ സീരിയസ് സാധനമാണ്. ഞാൻ എന്റെ കോമഡി അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കൗൺസിലർ ആ മോഡാണ്. എനിക്ക് ഹ്യൂമർ സീനൊന്നും അങ്ങനെ ഇല്ല. എനിക്ക് ഒന്ന് രണ്ട് എനിക്കൊന്ന് ജോമനായിട്ടുള്ള കുറച്ച് സാധനത്തിലെ ഒരു എന്തെങ്കിലും ഉള്ളൂ, തമാശയുള്ള സീനുള്ളൂ. ബാക്കിയൊക്കെ പുള്ളിയുടെ തമാശ ക്രിയേറ്റ് ചെയ്യുന്ന ആളെന്നുള്ള രീതിയിലാണ് സീനി വരുന്നതേ ഉള്ളൂ. പുള്ളി ഒരു നമ്മുടെ നാട്ടിലെ ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ കൗൺസിലർ ഉണ്ടാവില്ല, ഇടതുപക്ഷത്തിന്റെ കൗൺസിലർ. എനിക്ക് അതിൽ ഭയങ്കര ഹാപ്പിയാണ്. കാര്യം ഞാൻ ചൂരലില് ചെയ്യുന്ന പോലത്തെ ഒരു സാധനം അല്ല ഇത്. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് അങ്ങനെ ഒരു സാധനം കിട്ടിയത്. അടിപൊളി. ആ സെറ്റിലൊക്കെ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? ഭയങ്കര നിങ്ങൾ ഒരുമിച്ചായിരുന്നു നിന്നിരുന്ന അങ്ങനെ? ആ സെറ്റില് അതുമെല്ലാം കഥകളും എല്ലാം ഉണ്ടോ? ഓൾറെഡി പറഞ്ഞില്ലേ നമ്മളുണ്ടല്ലേ? വേറെ രീതി അല്ല, സെറ്റ് അടിപൊളിയായിരുന്നു. കാര്യം ഇത് ഒരു വീട് പടം കണ്ടില്ലല്ലേ, ഈ പടത്തിലെ മെയിൻ നായകൻ ആ സെറ്റിംഗ് ആണ്, ഒരു മരണ വീടാണ് ഈ പടത്തിലെ മെയിൻ നായകൻ. ഇവരെല്ലാം അതിലേക്ക് വരുന്ന ആൾക്കാരാണ്, അങ്ങനെയാണ് ഇത് പോകുന്നത്. അപ്പോ ആ കൂടുതൽ സമയം ഒന്നോ രണ്ടോ സീൻ മാത്രം അവിടെ ഒരു ഹോസ്പിറ്റലിൽ, ഒരു റോഡ്, ഇതൊക്കെയുള്ള ആകെ എക്സ്ട്രാ സീൻ. ബാക്കി 90% ഈ വീടിന്റെ ചുറ്റുവട്ടമാണ് ശരിക്കും. ഇപ്പൊ നമ്മൾ ഇപ്പൊ ഈ പറഞ്ഞ എല്ലാവരും, ജോമോൻ, സിജു, ആസിസ്, നോബിച്ചേട്ടൻ, ബൈച്ചേട്ടൻ, അനശ്വര, സുബിൻ, ഞാൻ, പിന്നെ കുറേ ചേച്ചിമാര്, കുറേ ഒരു ലോഡ് അപ്പൂപ്പന്മാര്, ഇവരെല്ലാവരും ഈ 40 ദിവസം അല്ലെങ്കിൽ 35 ദിവസം ഈ ഒരു വീട്ടിന്റെ ചുറ്റുവട്ടം തന്നെ ഉണ്ട്. അതും വിത്ത് സെയിം കോസ്റ്റ്യൂം, ഒരു മാറ്റമില്ല, എന്നും വരുന്നു ഒരു പരിപാടി. അപ്പൊ അത് ഭയങ്കര രസമായിരുന്നു. കാര്യം ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്കിത് ഭയങ്കര യൂസ്ഡായി. കാര്യം ഇത് വന്ന് ജൂനിയർ ആർട്ടിസ്റ്റുകൾ സ്ഥിരം വരുന്ന കുറേ ആൾക്കാർ, അപ്പോൾ എല്ലാവരുമായിട്ട് ഭയങ്കര കമ്പനിയായിട്ട് സംസാരിക്കുന്ന അപ്പൂമാരൊക്കെ ആയിട്ട് ഭയങ്കര രസമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നമ്മുടെ ആ ട്രെയിലറിൽ തന്നെ ഒരു ചേച്ചി ഉണ്ടല്ലോ, കൊല്ലത്തൊക്കെ ഉണ്ട് അല്ലേ, അതാ ഹൗസ് ഓണറാ, ആ വീട്ടിലെ ചേച്ചിയാ. അപ്പൊ അവരെ എനിക്കൊന്ന് ആദ്യം ഇതിന് വേറൊരാളെ പറഞ്ഞ് ജൂനിയർ ആർട്ടിസ്റ്റിന് എന്തോ സംസാരിച്ചിട്ട് ശരിയായില്ലെന്ന് തോന്നുന്നു, എന്തോ അങ്ങനെയാണ് ഇവരെ കൊണ്ട് ഡയലോഗ് പറയിപ്പിച്ചത്. അങ്ങനെ പുള്ളിക്കാരിക്ക് 2 ഡയലോഗ് ഉണ്ട് ആ വീട്ടിലെ ചേച്ചിക്ക്, കൊല്ലത്തൊക്കെ ഉണ്ട്, പിന്നെ അതേപോലെ 1-2 എന്തോ 2 ഡയലോഗ് ഉണ്ട്. രസമുള്ള നാടൻ ക്യാരക്ടേഴ്സ് ഒക്കെ ഫൺ പടം, ഒരു ഡാർക്ക് സൈഡും ഉണ്ട്. അതായത് മരണവീട് എറൗണ്ടാണ് ഈ കോമഡിയും പ്രശ്നങ്ങളും ബിൽഡ് ചെയ്യുന്നത്. മനസ്സിലായില്ല, ആ ചേച്ചിക്ക് വരെ അഭിനയിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ ചേച്ചി വരെ വീട് കൊടുത്തത് എനിക്ക് എല്ലാവർക്കും സിനിമ അഭിനയം, കാരണം നമ്മളെല്ലാവരുടെയും ഏറ്റവും വലിയ എന്റർടൈൻമെന്റ് സോഴ്സുകളിലൊന്നും, പിന്നെ എല്ലാവരും കണ്ട് ഭ്രമിച്ചിട്ടുള്ളത് ഈ സിനിമയാണ്. പിന്നെ ഇതെന്തോ വേറെ എന്തോ ഒരു ലോകമാണ്, തറയെ തൊടാത്തൊരു സാധനമാണ് എന്നുള്ളൊരു എല്ലാവരും കൈയടിക്കുന്ന ആ വേൾഡിലേക്ക് എത്തണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ പല പ്രശ്നങ്ങൾ കൊണ്ട് എത്താം. ഞങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ ഒത്തിരി വരാം. അപ്പോഴത്തേക്ക് ജാസിം പോയി അവിടെ ഒരു തറയൊക്കെ കെട്ടി വയ്ക്കുക. പിന്നെ നിങ്ങൾ പടമൊക്കെ എഴുതുമല്ലോ, ഇപ്പൊ നിങ്ങൾക്ക് അറിയാമല്ലോ, ഇപ്പൊ ഞങ്ങൾക്ക് അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്. ഷമീറിനോടൊന്ന് പറ, കൊല്ലത്തൊക്കെ ഉണ്ട്. അവൻ നിങ്ങൾ തിരുവനന്തപുരം ബെൽറ്റാന്ന് പറഞ്ഞ് ഒഴിവാക്കണ്ട, അവൻ തിരുവനന്തപുരംകാരനാണ്, കുമാരപുരം, ഞാൻ പത്തനംതിട്ട തെക്കനാണ്. ഇവൻ മാത്രമല്ല വടക്ക്, നമുക്ക് അവനെ ഒഴിവാക്കണം. ഞാൻ മധ്യ കേരളം, തൃശ്ശൂർ, എനിക്ക് അങ്ങോട്ടും മാറാം ഇങ്ങോട്ടും മാറാം. സോ ഒരു ഫൺ സെഷൻ ആയിരുന്നു വിചാരിക്കുന്നു. ബ്രോ ഇനി ഇതിനേക്കാൾ ബോണസുകൾ ഒരുപാട് ഇനിയും കിട്ടട്ടെ, നിങ്ങളുടെ ബോണസുകൾ വരട്ടെ. ഈ എപ്പിസോഡ് കഴിഞ്ഞ് നമ്മൾ കണ്ടുമുട്ടിയ പോലെ ആവാതിരിക്കട്ടെ. സത്യം, എന്റെ ആകെ ഉള്ള പ്രാർത്ഥന അതാണ്. സത്യം, ഞാൻ വെറുതെ പറയല്ല. നേരത്തെ പറഞ്ഞില്ല രജനീകാന്ത് വലിയ കാര്യമൊന്നും ചെന്നൈയിൽ പോയി. അതെ, അത് ഞാൻ കൊച്ചായിരുന്നു. കൊച്ചിലെ എനിക്ക് രജനീകാന്ത് സിനിമ കാണുമ്പോഴത്തേക്കും പക്ഷേ എനിക്ക് രജനീകാന്ത് ഭയങ്കര ഓവറേറ്റഡ് ആയിട്ടൊന്ന് കൊച്ചിലെ കട്ടിയത്. അപ്പം കവാലി ട്രെയിലർ കണ്ടപ്പോഴത്തേക്കാണ് ഓക്കെ ഒരു ശിവാജി കണ്ടില്ല. ഇല്ല, എനിക്ക് ശിവാജി ഒന്നും എനിക്ക് അതൊന്നും ഞാൻ എന്റർടൈൻ ചെയ്ത് ഇഷ്ടം അങ്ങനെ കണ്ടിട്ടില്ല.
ശിവാജി ഇഷ്ടപ്പെട്ടില്ല. സത്യം, ഞാൻ തമാശ പറയില്ല. ഞാൻ ശിവാജി ഒന്നും എനിക്ക് ഭയങ്കരമായിട്ട് ആൾക്കാർ പറയുന്ന പോലെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് എന്തോ മൊത്തത്തിൽ പുള്ളിയെ എനിക്ക് അങ്ങനെ അങ്ങ് തോന്നിയിട്ടില്ല. പക്ഷെ ഞാൻ ജെന്യൂനായിട്ടല്ലേ പറയുന്നത്. എനിക്ക് ആത്മാർത്ഥമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ പിന്നെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയതിന് ശേഷം പഴയ പടങ്ങൾ കാണുമ്പോൾ ഭയങ്കര സംഭവമാണെന്ന് തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ വേറെ എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. എനിക്ക് ജാനകി അമ്മയില്ലേ, എനിക്ക് ജാനകി അമ്മയുടെ പാട്ടുകൾ എനിക്ക് സത്യം എനിക്ക് പണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. ആ സൗണ്ട് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു. എനിക്ക് തോന്നിയിട്ടുണ്ട് സത്യം. അത് നമ്മുടെ വിവരമില്ലായ്മയാണെന്ന് പിന്നെയാണ് മനസ്സിലാവുന്നത്. അപ്പോൾ എനിക്ക് ജാനകി അമ്മയുടെ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ ഐഡിയ സ്റ്റാർസിൻ്റെ ഒരു എപ്പിസോഡിൽ ട്രിബ്യൂട്ട് ടു ജാനകി അമ്മ ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ വന്നിട്ട് ഈ പിള്ളേർ ഓരോരുത്തരും ജാനകി അമ്മ സ്റ്റേജിലുണ്ട്, ഓരോരുത്തരും പുള്ളിക്കാരുടെ പാട്ട് പാടുക. അപ്പോൾ പാട്ട് കേട്ടപ്പോൾ എൻ്റെ പൊന്നെ എല്ലാം ടോപ്പ് പാട്ടുകൾ. അങ്ങനെയാണ് ഞാൻ ഇതിൻ്റെ ഒറിജിനലിലേക്ക് പിന്നെ കേട്ടു തുടങ്ങുന്നത്. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇത്ര നാൾ എത്ര കുറെ പാട്ട് പാടില്ലേ, ഇഷ്ടം പോലെ. പണ്ടത്തെ ഈ സിനിമയിലുള്ള ആൾക്കാരൊക്കെ ചെയ്തിട്ടുള്ള എമൗണ്ട് ഓഫ് വർക്ക് കേൾക്കുമ്പോൾ നെറ്റൂലേ. 4000 പാട്ട് പാടിയിട്ടുണ്ട്. 1000 പടത്തിൽ അഭിനയിക്കാം, അതിനി പോസിബിളും അല്ല. ഇന്നത്തെ കാലത്ത് ഇനി ആ റെക്കോർഡ് ആർക്കും ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല. എന്തിനാ നമ്മളെ ലാലേട്ടനൊക്കെ തന്നെ കുറച്ച് കാലം മുമ്പ് ഒരു കൊല്ലം 4-5 പടം റിലീസ് അങ്ങനെയൊക്കെ തന്നെയല്ലേ ചെയ്തത്. അല്ല പണ്ടത്ര ഒരു കൊല്ലം 30 പടം റിലീസ് 36 പടം റിലീസ് ചെയ്ത് റെക്കോർഡ് ഇട്ടുണ്ട്. അതൊന്നും ഇനി ഒരു നായകനും ബ്രേക്ക് ചെയ്യാൻ. കാരണം ഇനി അങ്ങനെ എത്ര 1000 പടത്തിലൊക്കെ ടോട്ടൽ അഭിനയിച്ചിട്ടുണ്ട് പുള്ളി. അല്ലടാ ജഗതി 1000 അഭിനയിച്ചിട്ടുണ്ട്. പ്രേംനസീർ ഷീല കോമ്പിനേഷൻ ആണ്. അങ്ങനെ കോമ്പിനേഷൻ എത്രയോ സിനിമകൾ റെക്കോർഡുണ്ട്. ഒരു നായകൻ ആൾക്കാർക്ക് എല്ലാവർക്കും ഇത് തന്നെയാണ് ആഗ്രഹം. ഇപ്പൊ ഒരുപാട് എന്റർടൈൻമെന്റ് ഉപാധികൾ വേറെ വന്നേ ഉള്ളൂ. ഇപ്പോഴും പ്രൈം പൊസിഷൻ സിനിമയ്ക്കുണ്ട്. സിനിമ തന്നെയാണ്. അല്ല അത് തൊട്ട് താഴെ സ്റ്റാൻഡപ്പ് കോമഡി. അല്ല ഞാൻ നമ്മൾ ഇടയ്ക്ക് പറയുന്നുണ്ടായിരുന്നു. അതായത് ഇപ്പം നമുക്കിപ്പം നമ്മുടെ ഈ റീൽസ്, ഇൻസ്റ്റാഗ്രാം റീൽസ് എത്ര നാളിങ്ങനെ ഓടും എന്നൊരു ഡൗട്ട് ഉണ്ട്. കാര്യം എല്ലാ കാലത്തും വേറെ ഒരു പരിപാടികൾ കാണുമല്ലോ. പക്ഷെ എനിക്കൊന്ന് സിനിമ മാത്രമാണെന്ന് തോന്നുന്നു. എല്ലാ കാലഘട്ടത്തിനും അതിജീവിച്ച് കറക്റ്റായിട്ട് മുന്നോട്ട് അതിന്റെ സ്ഥാനം ഉറപ്പിച്ച് മുന്നോട്ട് പോയിട്ടുണ്ട്. ബാക്കി എല്ലാം വരുന്നു പോകുന്നു. ബ്രോ പറഞ്ഞ പ്രോബ്ലം എനിക്ക് തോന്നിട്ട് നമ്മൾ ഒരാളെ കണ്ടു തുടങ്ങുന്ന അവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്നു. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറെ ഓപ്ഷൻസ് ഉണ്ട് വേറെ ആൾക്കാരിലോട്ട് പോകുന്നു. എസ്പെഷ്യലി തമാശ ചെയ്യുന്നവരിൽ നമുക്ക് അവരുടെ എല്ലാവർക്കും ഒരു പാറ്റേൺ ഉണ്ട്. അവരുടെ ആ പാറ്റേൺ നമുക്ക് ഫ്രഷ് ആയിട്ട് തോന്നുള്ളൂ. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഭയങ്കര പ്രിഡിക്റ്റബിൾ ആവും. മനസ്സിലാവും. അതെ, ആ ഒരു അപ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നു നിങ്ങൾ സ്മാർട്ടായിട്ട് സിനിമയിലോട്ട് റീഡിഫൈൻ ചെയ്തു. നിങ്ങളുടെ ഷമീർ ബ്രോയിന്റെ സ്ക്രിപ്റ്റ് വരും. ആ ഒരു നിങ്ങൾ പിന്നെ നേരത്തെ കാലത്തിന്റെ ഫ്രണ്ടിൽ സഞ്ചരിക്കുന്നുണ്ട്. സഞ്ചരിക്കാൻ പറ്റിയാൽ മതിയായിരുന്നു. എനിക്കൊന്ന് ബ്രോ നേരത്തെ പറഞ്ഞല്ലോ. അപ്പം ഈ ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സിന്റെ സിനിമയിൽ ഇപ്പൊ വരുന്ന ട്രെൻഡിന്റെ കാര്യം എനിക്കൊന്ന് അതും എല്ലാ കാലത്തുള്ള പരിപാടിയായിരുന്നു. അതായത് പണ്ട് മിമിക്രി ആയിരുന്നു. മിമിക്രിന്ന് കുറെ ആൾക്കാർ ഇപ്പം എന്താ നമ്മളിപ്പോ നേരത്തെ ഇൻഫ്ലുവൻസേഴ്സ് കുറെ പേര് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നെങ്കിലും അതുപോലെ തന്നെയാണ് മിമിക്രിന്ന് കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ അതില് വളരെ ചെറിയ പെർസെന്റേജ് സർവേ ചെയ്തിട്ടുള്ളൂ മെയിൻ സ്ട്രീമിലേക്ക്. ബാക്കി എല്ലാവരും കുറച്ചാൾ ചെയ്തു പിന്നെ പോയി. അതുപോലെ എനിക്കൊന്ന് പിന്നെ കുറെ ആൾക്ക് ശേഷമാണ് ഈ റിയാലിറ്റി ഷോ അല്ലെങ്കിൽ സീരിയൽ കുറെ ആൾക്കാർ വന്നിട്ടുണ്ട്. ടി വി എന്ന് പറയുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ മറ്റേ നമ്മുടെ കുറെ കാലം ടിവിക്കും സിനിമയ്ക്ക് ഒരു ഐത്തായിരുന്നു. സീരിയലേറെ സിനിമയിലേക്ക് എടുക്കല് കുറവായിരുന്നു. പിന്നെ അതിനുശേഷം ഈ പറഞ്ഞ പോലെ ഈ നമ്മുടെ അസീസ് ഖാൻ നോബിച്ചേട്ടനൊക്കെ വന്ന കണക്ക് നമ്മുടെ കോമഡി സ്റ്റാർ പോലത്തെ പരിപാടികളിൽ നിന്ന് ആൾക്കാർ വന്നു തുടങ്ങി. അതുപോലെ ഇടയ്ക്ക് ഇപ്പൊ റീൽസ് വന്നു തുടങ്ങി. വരുന്നത് ഇനി കുറച്ച് കഴിയുമ്പോൾ സ്റ്റാൻഡപ്പ് കോമഡി വന്നു തുടങ്ങും. അരമണിക്കൂർ സിനിമാക്കാരെന്ന് വിളിച്ചതിന്റെ അല്ല ഞാൻ റീൽസ് ഉടനെ ഞാൻ ഉദ്ദേശം അതാണ്. അത്ര നാൾ ഓടാൻ ചാൻസ് ഇല്ല. കുറച്ചാള് ഇപ്പൊ ക്ലിക്ക് ആവണം. അതുപോലെ തന്നെ ഇപ്പൊ അത് താഴെ പോകുന്നതിന് മുമ്പ് ഒരു സിനിമയിൽ ചെയ്യാൻ പറ്റിയത് ഭാഗ്യമായിട്ട് നിൽക്കുന്നു. അത് ഭാഗ്യമായിട്ട് കാണുന്നു. പിന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമെന്നുള്ളത് അറിയില്ല, നോക്കണം. കണ്ടിന്യൂ ചെയ്യാൻ പറ്റട്ടെ. അല്ല നമ്മളിതിന്റെ തമ്മിലില്ല പറഞ്ഞു ജാസിം പക്ഷെ തമിഴ് നോക്കണ്ട. ഇതോടെ തീർന്നു രജനി ഫാൻസ്. ഇല്ല, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പടം പേട്ടണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷെ അത് ആൾക്കാർ കാണൂല. ആൾക്കാർക്ക് ഒരു കാര്യം കാണണമെന്ന് അവരുടെ മനസ്സിലുണ്ട്. ഇത്രയും നാളായിട്ട് നിങ്ങളെ തെറിവറൊന്നും കിട്ടിയിട്ടില്ല. ധൈര്യം നമ്മൾ വന്നിരിക്കാൻ കാണിച്ച സാധാരണ ഒരാൾ നമ്മുടെ അടുത്ത് രണ്ടാമത് വരാറില്ല. നിങ്ങളാണ് ആദ്യമായിട്ട് വന്നത്. ഇനി നമുക്ക് ആ ടീമിനെ മൊത്തം ഒന്നും കൂടി അപ്രോച്ച് ചെയ്ത് നോക്കാം. ജാസിം വന്നല്ലോ ഓരോരുത്തരെ വിളിക്കാം. ഞങ്ങളുടെ ഏറ്റവും വലിയ സ്വപ്നം എന്താ അറിയാം, അബു സലീമിനെ കൊണ്ടൊന്ന് ഇരുത്തുക എന്നുള്ളതാണ്. അടിപൊളിയായിരിക്കും.
അത് ഞങ്ങൾ ശരിക്കും സൂപ്പർ ആയിരിക്കും. പക്ഷെ അബു സലീം ഇൻട്രസ്റ്റ് ആണെന്ന് നമുക്ക് സംശയം. കാരണം പുള്ളിക്ക് അത് അന്ന് പുള്ളിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് നമുക്ക് വ്യക്തമാണ്, ആൾക്കത് ഇഷ്ടപ്പെട്ടില്ല എന്നത്. ശരിക്കും പറഞ്ഞാൽ ആ ഇതില് അവര് രണ്ടുപേരും എൻജോയ് ചെയ്തല്ല പ്രോസസ് വർക്കും, അത് ആൾക്ക് ഇഷ്ടപ്പെട്ടില്ല നമുക്ക് വ്യക്തമാണ്. അപ്പൊ അത് മാത്രമേ ഒരു പ്രശ്നമായിട്ട് കിടക്കുന്നു. പക്ഷെ നൈസ് ആയിരിക്കും കേട്ടോ, അവനൊന്ന് കൊണ്ടുവന്ന അടിപൊളിയായിരിക്കും. ജാസിമിന് പരിചയമുണ്ട്. ചോദിച്ചു അങ്ങനെ പറഞ്ഞു ചോദിച്ചു നോക്കണം ജാസിം ബ്രോ. എന്തെങ്കിലും ഒരു ഹെയ്റ്റ് മനസ്സിലുണ്ടെങ്കിൽ അതങ്ങ് പോകട്ടെ എന്നുള്ളത് നമുക്ക് ആഗ്രഹമുണ്ട്. നമുക്ക് ശരിക്കും പുള്ളിയുടെ പ്രശ്നമില്ലെന്ന് പിന്നെ പ്രോസസ്സിന്റെ ഇതിനു വേണ്ടി സ്ക്രിപ്റ്റ് ചെയ്ത് അടിച്ചു എന്നുള്ളതല്ലാതെ അതിനകത്ത് ഞങ്ങൾക്ക് വ്യക്തിവൈരാഗ്യം തീരുന്ന ആൾക്കാർ പേഴ്സണൽ സംഭവം നമുക്കില്ല, ആൾക്കാർക്കുണ്ട്. അത് മാറാൻ പറ്റത്തില്ല. ഇപ്പൊ ഫാൻസിന്റെ കേസ് നമുക്ക് അവരെ കുറ്റമൊന്നും പറയില്ല, അവർക്ക് അവരുടെ മാറത്തില്ല. അവരെ സംബന്ധിച്ച് അവരത് മനസ്സിൽ വെച്ചോണ്ടിരിക്കും. ഓക്കെ, എന്തെങ്കിലും ഹാപ്പൻ ചെയ്യട്ടെ, അതൊക്കെ സംഭവിക്കട്ടെ. നമ്മളും അതിനുശേഷം പലവട്ടം ഞാൻ ഷമീറും വരാൻ നമ്മൾ നോക്കിയിട്ടുണ്ടെന്ന് തോന്നുന്നു, പക്ഷെ പറ്റാത്തതാ. അപ്പൊ എന്തായാലും വരാൻ പറ്റി ഒറ്റയ്ക്ക്. ഇനി അടുത്ത ഷമീറിന്റെ പടം ഓണാകുമ്പോ ഷമീറിനെ വിളിക്കാം. തെറ്റാണ്, നല്ല എപ്പിസോഡ്. അപ്പൊ വെയിറ്റ് ചെയ്ത് നോക്കാം. ഓൾ ദ ബെസ്റ്റ് ജാസിം ബ്രോ. താങ്ക്സ് എ ലോട്ട്. Thanks for coming. Bye bye.